1999 മെയ് 26 അക്കൊല്ലം ബയൺ മ്യൂണിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടന്ന UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിന് ബാഴ്സലോണയിലെ ക്യാമ്പ് നൗ സ്റ്റേഡിയമാണ് വേദി. ആ മത്സരത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബയൺ മ്യൂണിക്കും യൂറോപ്യൻ ഫുട്ബോളിൽ അത്രമേൽ ആഴത്തിൽ വേരോട്ടമുള്ള രണ്ട് പരമ്പരാഗത ക്ലബ്ബുകളായിരുന്നിട്ടും 1998 ശിശിരകാലം വരെയും ഇരു ടീമുകളും യൂറോപ്പിലെ ഒരു വലിയ ടൂർണമെന്റിൽ പോലും പരസ്പരം ഏറ്റുമുട്ടിയിട്ടില്ല. ആ സീസണിലാണെങ്കിൽ ഈ ഫൈനൽ മത്സരം അവരുടെ മൂന്നാമത്തെ പോരാട്ടമാണ് താനും. 1998 സെപ്റ്റംബർ 30 മ്യൂണിക്കിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ക്ലാഷ് 2-2 സമനിലയിൽ പിരിഞ്ഞു. അടുത്തതായി ഡിസംബർ 9 ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന ഹോം മാച്ചും 1-1 സമനിലയിൽ പിരിഞ്ഞു. അതിനുശേഷം ആ ടൂർണമെന്റിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് ക്യാമ്പ് നൗവിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിലാണ്. ഇരു ടീമുകളും ഫൈനലിൽ എത്തിയിട്ടുള്ളത് ട്രിബിൾ എന്ന് വിളിച്ചിരുന്ന ഒരു അപൂർവ കിരീട നേട്ട സാധ്യതയോടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ ക്യാമ്പ് നൗവിൽ അന്നേ ദിവസം ഏതാണ്ട് 90,000-ലധികം പേർ നിറഞ്ഞു കവിഞ്ഞെത്തിയിട്ടുണ്ട്. ആ മത്സരത്തിന് ഇറങ്ങും മുമ്പ് തന്നെ മാഞ്ചസ്റ്റർ കടുത്ത പ്രതിസന്ധി നേരിടുകയായിരുന്നു. അവരുടെ ഏറ്റവും മികച്ച രണ്ട് കളിക്കാർ ക്യാപ്റ്റൻ റോയ് കീനും മിഡ്ഫീൽഡർ പോൾ സ്കോൾസും സസ്പെൻഷനിലാണ്. കോച്ച് അലക്സ് ഫെർഗൂസന് കളിക്കളത്തിൽ അന്ന് കൺവെൻഷനിലല്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ച് മതിയാകുമായിരുന്നുള്ളൂ. അന്ന് അദ്ദേഹം ചെയ്തത് വലതുവിങ്ങിൽ കളിച്ച് സ്ഥിരം പെനൽറ്റി ബോക്സിലേക്ക് കൃത്യമായി ക്രോസുകൾ എത്തിച്ച് ശീലിച്ച ഡേവിഡ് ബെക്കമിനെ സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് മാറ്റുകയാണ്. റൈറ്റ് വിങ്ങിൽ ബെക്കാം ഇല്ലാത്തത് അന്നത്തെ അവരുടെ കളിയെ സ്വാഭാവികമായിട്ടും ബാധിച്ചു. കളി തുടങ്ങി 6 മിനിറ്റിനുള്ളിൽ പെനാൽറ്റി ബോക്സിന് തൊട്ടു പുറത്തു വെച്ച് റോണി ജോൺസൺ ബയൺ ഫോർവേഡ് കാസ്റ്റൻ ജാങ്കറിനെ വള്ളി വെച്ചിട്ടു. ഒരു ഫ്രീ കിക്ക് അനുവദിക്കപ്പെട്ടു. കിക്കെടുക്കാനെത്തിയ മാരിയോ ബാസ്ലർ പന്ത് വോളിനെ ബീറ്റ് ചെയ്തുകൊണ്ട് കടത്തിവിടാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കർവ് ചെയ്തുകൊണ്ട് പായിച്ചു. യുണൈറ്റഡ് ഗോളി പീറ്റർ ഷ്മൈക്കലിന് പ്രതികരിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ പന്ത് ഫാർ പോസ്റ്റിലേക്ക് ഒഴുകിയെത്തി. ബയൺ മ്യൂണിക് ലീഡ്സ് 1-0. ഗോൾ വീണ നിമിഷം തൊട്ട് ആദ്യ പകുതി അവസാനിക്കും വരെയും ബയൺ മ്യൂണിക് ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നു. കളി തുടങ്ങിയപ്പോഴേക്കും ഏതാണ്ട് 1 മണിക്കൂർ നേരം പിന്നിട്ട് കഴിഞ്ഞു. ഇനി എന്ത് എന്ന മട്ടിൽ അലക്സ് ഫെർഗൂസൻ തന്റെ റിസർവ് ബെഞ്ചിന് നേരെ ഉറ്റുനോക്കി. അവിടെ അദ്ദേഹം കളിക്കളത്തേക്ക് സാഹൂതം നോക്കിയിരിക്കുന്ന ടെഡി ഷെറിംഗാം എന്ന 33 വയസ്സുള്ള തന്റെ പടക്കുതിരയെ കണ്ടു. FA കപ്പ് ഫൈനലിൽ 4 ദിവസം മുമ്പ് അയാൾ ഒരു ഗോൾ അടിച്ചിട്ടേ ഉള്ളൂ. അധികം വൈകാതെ ടെഡി ഷെറിംഗാം കളത്തിലിറങ്ങി. കളി കൂടുതൽ വേഗത്തിലാക്കേണ്ട സമയത്ത് സ്പീഡുള്ള പലരെയും ബെഞ്ചിൽ വെച്ച് അത്രയ്ക്ക് സ്പീഡില്ലാത്ത ഷെറിംഗാമിനെ ഇപ്പോൾ എന്തിനിറക്കിയെന്ന് പല കണ്ണുകളും ചുളിഞ്ഞു. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനോടുള്ള പ്രതികരണം എന്ന മട്ടിൽ ബയൺ കോച്ച് ഹിറ്റ്സ്ഫീൽഡ് മെഹമ്മദ് ഷോളിനെ ഇറക്കി. ആ നീക്കം ശരിയെന്ന് ഷോൾ അധികം വൈകാതെ തെളിയിച്ചു. യുണൈറ്റഡ് ഗോളി പീറ്റർ ഷ്മൈക്കലിന്റെ തലയ്ക്ക് മീതെ കൂടി അയാൾ പന്ത് ചിപ്പ് ചെയ്തിട്ടു. നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം അത് ക്രോസ് ബാറിൽ തട്ടി പുറത്തുപോയി. ഇനി ബാക്കിയുള്ളത് 10 മിനിറ്റ് റെഗുലർ ടൈം മാത്രം. കളി എപ്പോഴും ബയൺ മ്യൂണിക്കിന്റെ ഫുൾ കൺട്രോളിലാണ്. അപ്പോൾ ഫെർഗൂസന്റെ ഭാഗത്തു നിന്ന് അടുത്ത ഗ്യാമ്പിൾ ഉണ്ടായി. ആൻഡി കോളിനെ പിൻവലിച്ച് പകരം അയാൾ ഒലെ ഗുന്നാർ സോൾഷ്യറിനെ ഇറക്കി. നേരത്തെ ഷെറിംഗാമിനെ ഇറക്കിയപ്പോൾ തൊട്ട് തന്റെ ഊഴവും കാത്ത് അസ്വസ്ഥനായിരിക്കുകയായിരുന്നു ആ നോർവീജിയൻ താരം. സോൾഷ്യർ ഇറങ്ങിയ ഉടനെ ബെക്കാമിനെ ഫെർഗൂസൻ തിരികെ തന്റെ തട്ടകമായിട്ടുള്ള റൈറ്റ് വിങ്ങിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ എത്തിയ നിമിഷം തൊട്ട് ബെക്കാം കുറുക്കിക്കൊള്ളുന്ന മിന്നൽ ക്രോസുകൾ ബോക്സിലേക്ക് പായിക്കാനും തുടങ്ങി. ആദ്യത്തെ ക്രോസ് തന്നെ സോൾഷ്യറുടെ തലയിലേക്ക് കൃത്യമായി ബെക്കാം എത്തിക്കുകയും സോൾഷ്യർ ബയൺ മ്യൂണിക് ഗോളി ഒലിവർ കാനെ ഒന്ന് പരീക്ഷിക്കുകയും ചെയ്തു. ആ മത്സരത്തിൽ ആദ്യമായി ബെക്കാമിന്റെ കൃത്യം ക്രോസുകൾ മ്യൂണിക്കിന്റെ സ്വസ്ഥത കരുത്താൻ തുടങ്ങി. മത്സരം അതിന്റെ അവസാനത്തെ 5 മിനിറ്റിലേക്ക് കടന്നു. മികച്ച 2 സേവുകൾ നടത്തേണ്ടി വന്നു ഒലിവർ കാന്. സ്റ്റേഡിയം ക്ലോക്കിൽ അപ്പോൾ സമയം 90 മിനിറ്റ്. കളി ഇഞ്ചുറി ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഫൈനൽ വിസിൽ മുഴങ്ങാം. അപ്പോഴും നേരത്തെ നേടിയ ഒരു ഗോളിന്റെ ലീഡിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ബയൺ മ്യൂണിക്. ആ 90-ാം മിനിറ്റിൽ യുണൈറ്റഡ് ഒരു കോർണർ നേടുന്നു. അതെടുക്കാൻ വേണ്ടി ഉറച്ച കാൽവെപ്പുകളോടെ ബെക്കാം നടന്നു ചെല്ലുന്നു. യുണൈറ്റഡ് ടീമിലെ ഗോളി പീറ്റർ ഷ്മൈക്കൽ അടക്കം സകലരെയും മ്യൂണിക്കിന്റെ പെനാൽറ്റി ബോക്സിൽ കൊണ്ടു നിർത്തി. ബെക്കാമിന്റെ കോർണർ ബോക്സിലേക്ക് ഒരു മഴവില്ല് പോലെ വളഞ്ഞു ചെന്നു. ഹെഡ് ചെയ്യാൻ പീറ്റർ ഷ്മൈക്കൽ മുന്നോട്ട് പാഞ്ഞു ചെന്നു. പക്ഷെ ആ ക്രോസ് നേരെ ചെന്നത് ഗിഗ്സിന്റെ കാലിലേക്കാണ്. എന്നാൽ ഗിഗ്സ് കൊടുത്ത ഷോട്ടിന് വേണ്ടത്ര ബലമുണ്ടായില്ല. അത് മിസ്സിറ്റായിട്ട് നേരെ ചെല്ലുന്നത് ഷെറിംഗാമിന്റെ കാലിലേക്ക്. അതിനെ ഫസ്റ്റ് ടൈം തിരിച്ചുവിടുന്ന ഷെറിംഗാമിന്റെ ഇടപെടൽ പന്തിനെ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് എത്തിക്കുന്നു. മത്സരം സമനിലയിൽ. ഇഞ്ചുറി ടൈം 36 സെക്കൻഡ് പിന്നിട്ട് നിൽക്കുകയായിരുന്നു ആ ഗോളിന്റെ പിറവി. തോറ്റു എന്നുറപ്പിച്ച കളിയെ എക്സ്ട്രാ ടൈമിലേക്ക് തള്ളിവിടാനായതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾക്ക് ഒരൽപ്പം ആശ്വാസം തോന്നി, ഒപ്പം സന്തോഷവും. ബെഞ്ചിലിരുന്ന അസിസ്റ്റന്റ് കോച്ച് സ്റ്റീവ് മക്ലാരൻ അപ്പോൾ കോച്ച് ഫെർഗൂസനോട് ഒരു ചോദ്യം ചോദിച്ചു. മാച്ച് ഡ്രോ ആയ സ്ഥിതിക്ക് നമുക്ക് 4-4-2 തിരികെ പോയാലോ? നിർവികാരമായ കണ്ണുകളോടെ പതിഞ്ഞ സ്വരത്തിലുള്ള അലക്സ് ഫെർഗൂസന്റെ മറുപടി, "ദി ഗെയിം ain't over, സ്റ്റീവ്. സിറ്റ് നൗ." ഗോളിന് ശേഷം പന്ത് വീണ്ടും പ്ലേയിൽ വന്ന് വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അനുകൂലമായി വീണ്ടും ഒരു കോർണർ. ആ കോർണർ എടുക്കാൻ പതിവ് പോലെ ബെക്കാം വീണ്ടും എത്തുന്നു. ക്രോസ് നേരെ ഷെറിംഗ്ഹാമിന്റെ കാലിൽ. ബോക്സിലേക്ക് ഷെറിംഗ്ഹാം തൊടുത്തുവിട്ട ആ ഷോട്ടിനോട് ആദ്യം പ്രതികരിക്കുന്നത് സോൾഷ്യറാണ്.
ആ പന്തിനെ കാൽ നീട്ടി തൂക്കി അയാൾ ഗോൾ വല കുലുക്കിയപ്പോൾ ഗാലറികൾ ഇളകി മറിഞ്ഞു. സ്കോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2, ബയൺ മ്യൂണിക് 1. ഗോൾ നേടിയ സോൾഷെയറിൽ നിന്ന് നേരത്തെ മ്യൂണിക്കിന് വേണ്ടി ആദ്യ ഗോൾ സ്കോർ ചെയ്ത പാടെ മാരിയോ ബാസ്റ്റർ നടത്തിയ സമാനമായ ആഘോഷത്തോടുള്ള പ്രതികാരം എന്ന വണ്ണം കാൽമുട്ടിൽ സ്ലൈഡ് ചെയ്തുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം. അപ്പോഴേക്കും കളി തുടങ്ങി 93 മിനിറ്റ് കഴിഞ്ഞിരുന്നു. ഇനി അവശേഷിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രം. ആ ഗോൾ വീണതോടെ ബയൺ മ്യൂണിക് താരങ്ങൾ പലരും നിലംപൊത്തി. റഫറി പിയർലൂജി കൊളീനയ്ക്ക് അവരെ ലിറ്ററലി കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. വിസിൽ മുഴക്കി അവസാന നിമിഷങ്ങളിലെ കളി വീണ്ടും തുടരാൻ. എല്ലാം അവസാനിച്ചുവെന്ന് ബയൺ മ്യൂണിക് താരങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അന്ന് ആ കളിക്ക് സാക്ഷ്യം വഹിച്ച് ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സകലർക്കും ആ വിസിൽ മുഴങ്ങും മുമ്പ് തന്നെ അത് പിടികിട്ടിയിരുന്നു. അന്നത്തെ പോസ്റ്റ് മാച്ച് സെറമണിയിൽ സാക്ഷാൽ അലക്സ് ഫെർഗുസൺ പറഞ്ഞ പോലെ, ഐ കാന്റ് ബിലീവ് ഇറ്റ്, ഫുട്ബോൾ ബ്ലഡി ഹെൽ. അതെ, ഈ ആഴ്ച കാൽപന്ത് കളിയുടെ പടനിലങ്ങളെ അടക്കി വാണ ആ സാത്താന്മാരുടെ കഥയാണ്. യെസ്, ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ദി ഡെവിൾസ്, ദി റെഡ് ഡെവിൾസ് ഓഫ് ഓൾഡ് ട്രാഫർഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC. ഇംഗ്ലണ്ടിലെ റെയിൽവേ തൊഴിലാളികളിലും ഫാക്ടറി ജീവനക്കാരിലും ഫുട്ബോളിലൂടെ അച്ചടക്കത്തിന്റെ വിത്തുകൾ പാകാൻ ആരംഭിച്ച ന്യൂട്ടൺ ഹീത്ത് ലങ്കാഷെയർ ആൻഡ് യോർക്ക്ഷയർ റെയിൽവേ ക്ലബ്ബ് പിന്നീട് അങ്ങോട്ട് യൂറോപ്പിലെ കാൽപന്ത് കളിക്കളങ്ങളെ അടക്കി വാണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബായി മാറിയതിന്റെ കഥ. വിമാനാപകടത്തിൽ ടീമിന്റെ പാതിയും കത്തിയമർന്നു പോയിട്ടും തോൽവിയുടെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കോച്ച് മാറ്റ് ബസ്ബിയും സംഘവും ചേർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വീണ്ടും വിജയത്തിന്റെ പരകോടിയിൽ എത്തിച്ചതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. വല്ലാത്തൊരു കഥയുടെ ഇന്നോളമുള്ള ഏറ്റവും ദീർഘമായ ലക്കങ്ങളിലൊന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കഥ. അതിങ്ങനെ ആയത് ഇത്രയെങ്കിലും പറഞ്ഞു വെക്കാതിരുന്നാൽ അത് ആ ക്ലബിൻ്റെ ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാകും എന്നതുകൊണ്ടാണ്. എന്നിട്ടും പറയാതെ പോയ പലതുമുണ്ട് എന്ന് ക്ലബിൻ്റെ ആരാധകർക്ക് തോന്നിയാൽ അത് എപ്പിസോഡിൻ്റെ കമൻറ്റുകളിൽ ഓർമ്മിപ്പിക്കാം. ഇതുപോലെ ഗഹനമായ എപ്പിസോഡുകൾക്ക് പിന്നിൽ റിസർച്ചിനും എഴുത്തിനുമായി എടുക്കേണ്ടി വരുന്ന കഠിനാധ്വാനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. സ്വതന്ത്രമായ കഥ പറച്ചിൽ അനിശ്ചിതത്വം തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചാനലിൻ്റെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങളത് ചെയ്യുമെന്ന് കരുതുന്നു. ആഗോള ഫുട്ബോൾ ഭൂപടത്തിൽ ഒരു ബ്രാൻഡായി അടയാളപ്പെടുത്തപ്പെടുന്നതിന് മുമ്പ് മാഞ്ചസ്റ്റർ നഗരം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരിടമായിരുന്നു. വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്ന നഗരത്തിൻ്റെ വടക്കും കിഴക്കും പെന്നൈൻ മലനിരകളാണ്. തെക്കുദിക്കിൽ ചെഷയർ സമതല ഭൂമി. സിറ്റി സെൻറ്ററിൻ്റെ പടിഞ്ഞാറ് ദിക്കിലൂടെ പ്രശാന്ത സുന്ദരമായി ഒഴുകുന്ന ഇർബിൽ നദിയുടെ അക്കരെ കിടക്കുന്നതാണ് മാഞ്ചസ്റ്ററിൻ്റെ സഹോദര നഗരം എന്നറിയപ്പെടുന്ന സാൽഫോർഡ്. ഈ സാൽഫോർഡിനെ കുറിച്ച് സുപ്രസിദ്ധ ലേബർ ആക്ടിവിസ്റ്റും നടനും ഗാനരചയിതാവുമായിട്ടുള്ള ഈവൻ മക്കോൾ രചിച്ച ഡേർട്ടി ഓൾഡ് ടൗൺ എന്നൊരു പ്രസിദ്ധമായ പാട്ടുണ്ട്. I met my old love by the gasworks wall, dreamed a dream by the old canal, I kissed my girl by the factory wall, dirty old town എന്ന് തുടങ്ങുന്ന ആ ഗാനം കവി എഴുതിയത് സാൽഫോർഡ് എന്ന നഗരത്തെ വർണ്ണിക്കാനാണ്. പോയിരുന്ന് കാറ്റുകൊള്ളാൻ ബീച്ചുകളോ വേണ്ടത്ര പൂന്തോട്ടങ്ങളോ ഇല്ലാത്ത, പകരം പുകതുപ്പുന്ന ഫാക്ടറികളും ഫർണസുകളും മാത്രമുള്ള നഗരത്തിൽ പൂവിട്ട പ്രണയത്തെക്കുറിച്ചാണ് ഈ പാട്ട്. എഴുതപ്പെട്ട സമയത്ത് അങ്ങനെ പറയത്തക്ക ഫുട്ബോൾ ബന്ധമൊന്നും ഇല്ലാതിരുന്നിട്ടും ഡേർട്ടി ടൗൺ എന്ന ഈ പാട്ട് പിൽക്കാലത്ത് ഗാലറികളിൽ ഇരുന്നു കൊണ്ട് 10,000-കണക്കിന് മാഞ്ചസ്റ്റർ ആരാധകർ ഏറ്റുപാടി ഇന്ന് ആ പാട്ടിന് ഫുട്ബോൾ ചരിത്രത്തിലുള്ള സ്ഥാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടെറസ് സ്റ്റാൻഡ് സോങ് എന്ന നിലയിലാണ്. ഈ പ്രണയഗാനവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉൽപ്പത്തി ചരിത്രവും തമ്മിൽ ചെറുതല്ലാത്ത ഒരു ബന്ധമുണ്ട്. അതെന്തെന്നറിയണമെങ്കിൽ ഈ പ്രദേശത്തിന് അതിൻ്റെ ചൂടും ചൂരും പകർന്നു കൊടുത്ത തൊഴിലാളികളെ വേർപ്പ് വീണ് കുതിർന്ന അതിൻ്റെ മണ്ണിനെ കുറിച്ച് അറിയണം. അവിടെ തഴച്ചുകൊള്ളുന്ന ഫാക്ടറികൾ ആ പ്രദേശത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിന് പകർന്നു കൊടുത്തിട്ടുള്ള പോരാട്ട വീര്യത്തിൻ്റെ കഥകൾ കേൾക്കണം. അന്നത്തെ മാഞ്ചസ്റ്ററിലെ അറിയപ്പെടുന്ന ഫാക്ടറികളിലൊന്നായിരുന്നു ലങ്കാഷെയർ ആൻഡ് യോർക്ക്ഷയർ റെയിൽവേ കമ്പനി. അവിടുത്തെ ഫാക്ടറി തൊഴിലാളികൾ തന്നെയായിരുന്നു മാഞ്ചസ്റ്റർ നഗരത്തിലെ താമസക്കാരിൽ ഭൂരിഭാഗവും. പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുക്കുന്നതിൻ്റെ മുഷിപ്പ് മാറ്റാൻ പ്രധാനമായും അവർ ഒരു വഴിയെ കണ്ടുള്ളൂ: മൂക്കറ്റം മദ്യപിക്കുക. ഈ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ബലത്തിൽ ലക്ഷപ്രഭുക്കളായി മാറിയ മാഞ്ചസ്റ്ററിലെ തൊഴിലുടമകൾ തങ്ങളുടെ പണിക്കാരിങ്ങനെ കള്ളുകുടിച്ച് കരളുവാടി നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവരെ ആ പ്രലോഭനത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എന്തു വഴിയെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു. 1978 ലങ്കാഷെയർ ആൻഡ് യോർക്ക്ഷയർ റെയിൽവേ ബോർഡ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയത് അതിൻ്റെ ഡൈനിങ് റൂം കമ്മിറ്റിയെയാണ്. അന്നത്തെ വിക്ടോറിയൻ മൈൻഡ് സെറ്റ് അനുസരിച്ച് സമൂഹത്തെ കാർന്നു തിന്നുന്ന മദ്യമടക്കമുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് യുവാക്കളുടെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ അവരെ കായികാധ്വാനമുള്ള ഗ്രൂപ്പ് ഗെയിംസിൽ പങ്കെടുപ്പിച്ച് ശാരീരികമായി തളർത്തുക മാത്രമേ വഴിയുള്ളൂ. അത് സാധിക്കാൻ വേണ്ടി ഈ തൊഴിലാളികളെ കൊണ്ട് എന്തെങ്കിലും ഒരു ടീം ഗെയിം സ്ഥിരമായി കളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
ഈ കമ്മിറ്റി അന്നൊരു സ്പോർട്സ് ക്ലബ്ബ് തന്നെ തുടങ്ങിയാൽ എന്ത് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങാൻ വേണ്ടി മീറ്റിങ്ങുകൾ പലതും അന്ന് നടക്കുന്നുണ്ട്. ഒടുവിൽ മാഞ്ചസ്റ്റർ ഗാർഡിയൻ പത്രത്തിൻ്റെ എഡിറ്ററും ഉടമയുമായിട്ടുള്ള CP സ്കോട്ട്, അന്നത്തെ ഹർട്ട്ഫോർഡ്ഷയർ MP-യും പിൽക്കാലത്ത് UK പ്രധാനമന്ത്രിയുമായിട്ട് മാറിയ AJ ബാൽഫോർ എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായിക്കൊണ്ടാണ് അന്ന് ആ ക്ലബ്ബ് ആരംഭിക്കുന്നത്. അക്കാലത്ത് ഇംഗ്ലണ്ടിലെ കുറെ കൂടി ജനകീയമായിട്ടുള്ള സ്പോർട്സ് റഗ്ബി ആയിരുന്നു. പക്ഷേ ജനപ്രിയതയ്ക്കൊപ്പം അതിന് ഫീൽഡിലെ കയ്യാങ്കളിക്ക് ആവശ്യത്തിലെയും സ്കോപ്പുള്ളൊരു കളി എന്നൊരു ദുഷ്പേര് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് കമ്മിറ്റി റഗ്ബിക്ക് പകരം ഒരു ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങാം എന്നുറപ്പിച്ചു. 1-2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ പ്രൊഫഷണൽ രൂപം ആർജിച്ചു വന്നിരുന്ന ഫുട്ബോളിന് അന്നൊരു കൊറിന്ത്യൻ കുലീനത്വമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതുതന്നെയാകാം തങ്ങളുടെ റെയിൽവേ ജീവനക്കാരെ എൻഗേജ് ചെയ്യിക്കാൻ എന്തുകൊണ്ടും നല്ലത് എന്ന് അവർ കരുതി. ന്യൂട്ടൺ ഹീത്ത് എന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടന്നിരുന്ന ഒരു ഗ്രൗണ്ട് ഈ ക്ലബിൻ്റെ ആവശ്യത്തിന് വേണ്ടി മണ്ണിട്ട് നിരപ്പാക്കിയെടുത്ത് അവർ ക്ലബിൻ്റെ മൈതാനമാക്കി. ഗ്രൗണ്ടിൽ സദാ ചെളി നിറഞ്ഞു കിടന്നിരുന്നതുകൊണ്ട് ഫാക്ടറികളിൽ ധരിച്ചിരുന്ന സേഫ്റ്റി ഷൂസ് തന്നെ ഇട്ടുകൊണ്ടായിരുന്നു ആദ്യമൊക്കെ ഈ തൊഴിലാളികളുടെ കളി. കാരേജ് ആൻഡ് വാഗൺ ഡിപ്പാർട്ട്മെൻറ്റിലെ കളിക്കാർ അന്ന് ആ ഗ്രൗണ്ടിൽ കളിച്ചു തുടങ്ങിയപ്പോൾ അവിടെ അടുത്തെങ്ങും തന്നെ അവർക്ക് വസ്ത്രം മാറാനുള്ള ചേഞ്ചിങ് റൂമുകളോ റെസ്റ്റ് റൂംസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോ കളി കഴിയുമ്പോഴും അവർക്ക് അവിടെ നിന്ന് അരമൈലോളം ദൂരെ കിടക്കുന്ന ഒരു പബ്ബ് വരെ നടന്ന് ചെന്നിട്ട് വേണമായിരുന്നു കണങ്കാൽ വരെ പറ്റുന്ന ചളി കഴുകിക്കളഞ്ഞ് വിശ്രമിക്കാൻ. ആ ഗ്രൗണ്ടിൽ കളിച്ചു തുടങ്ങി അധികം വൈകാതെ അവരൊരു ടീം എന്ന നിലയ്ക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടും മറ്റു റെയിൽവേ കമ്പനികളുമായിട്ടുമൊക്കെ മത്സരിച്ചു തുടങ്ങി. അന്ന് ഈ കളിക്കാർ ധരിച്ചിരുന്നത് പച്ചയും മഞ്ഞയും കലർന്ന ഒരു ജേഴ്സിയാണ്. ക്ലബിന് അന്ന് അവരുടെ പേര് ന്യൂട്ടൺ ഹീത്ത് ലങ്കാഷെയർ ആൻഡ് യോർക്ക്ഷയർ റെയിൽവേ ക്ലബ് എന്നും. ലീഗ് ഫുട്ബോളിലെ ന്യൂട്ടൺ ഹീത്തിൻ്റെ ആദ്യത്തെ ഒരു സീസൺ പടു ദുരന്തമായിരുന്നു. സീസൺ കഴിഞ്ഞപ്പോൾ അവർ ടേബിളിൽ ഏറ്റവും താഴത്തായിട്ട് ഫിനിഷ് ചെയ്തു. ലാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ റെലിഗേഷനാണ് അടുത്തത്. അത് ഒഴിവാക്കണമെങ്കിൽ ലോവർ ഡിവിഷനിലെ ഒരു ബെസ്റ്റ് ടീമുമായിട്ട് ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ ജയിക്കണം. അന്ന് സ്മോൾ ഹീത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബിർമിംഗ്ഹാം FC-യുമായിട്ട് നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ അന്ന് ജയിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് അടുത്ത സീസണിൽ ഈ ലീഗിൽ തുടരാനായത്. കളിക്കളത്തിൽ മാത്രമല്ല ടീമിന് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ളത്, പുറത്തും അവരെ സാമ്പത്തിക പ്രയാസങ്ങൾ വേട്ടയാടി. കൂനിന്മേൽ കുരു എന്ന പോലെ ലങ്കാഷെയർ ആൻഡ് യോർക്ക്ഷയർ റെയിൽവേ കമ്പനി അവർ അന്നുവരെ കളിച്ചുകൊണ്ടിരുന്ന നോർത്ത് റോഡ് ഗ്രൗണ്ടിൽ ഒരു ഇവിക്ഷൻ നോട്ടീസും പതിപ്പിച്ചു. അതോടെ അടുത്ത സീസണിൽ ലീസിനെങ്കിലും ഒരു ഹോം ഗ്രൗണ്ട് തപ്പിയെടുക്കേണ്ട ഗതികേടുണ്ടായി അന്ന് ക്ലബിന്. ദിവസങ്ങളോളം അന്വേഷിച്ച് നടന്ന ഒടുവിൽ ബേൺലിക്കെതിരായിട്ടുള്ള ആദ്യ മാച്ചിന് ദിവസങ്ങൾ മാത്രം മുമ്പ് അവർക്കത് ഇപ്പോഴത്തെ ഗ്രൗണ്ടിൽ നിന്ന് 3 മൈൽ അകലെയുള്ള ക്ലെയ്റ്റണിൽ തരപ്പെട്ടു. പുതിയ ഗ്രൗണ്ട് കിട്ടിയോണ്ട് മാത്രം പക്ഷേ ക്ലബിൻ്റെ ദുര്യോഗത്തിന് അറുതി ഉണ്ടായില്ല. ആ ഗ്രൗണ്ടിൽ കളിച്ച ആദ്യ സീസണിൻ്റെ ഒടുവിൽ ക്ലബിന് റെലിഗേഷൻ നേരിടേണ്ടി വന്നു. ടോപ്പ് ഫ്ലൈറ്റിലെ ന്യൂട്ടൺ ഹീത്തിൻ്റെ സാന്നിധ്യം നീണ്ടു നിന്നത് കേവലം 9 മാസം മാത്രം. അതിനിടെ ക്ലബിന് കോടതിയിൽ ഒരു മാനനഷ്ട കേസിനും പോകേണ്ടി വന്നു. ആയിടെ വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയോണിനെതിരെ നടന്ന മത്സരം ക്ലബ്ബ് 4-1 ജയിച്ചത് പരുക്കൻ ശൈലിയിൽ കളിച്ചിട്ടാണ് എന്ന രൂക്ഷ വിമർശനം ബർമിംഗ്ഹാം ഡെയിലി ഗസറ്റ് എന്ന പത്രത്തിൽ അച്ചടിച്ചു വന്നത് ക്ലബ്ബ് ഉടമകളെ ചൊടിപ്പിച്ചു. സിമ്പിൾ ബ്രൂട്ടാലിറ്റി, കാൽക്കുലേറ്റഡ് വയലൻസ്, ഇൻറ്റൻഷണൽ ഹാക്കിംഗ് എന്നൊക്കെയുള്ള ലേഖനത്തിലെ പ്രയോഗങ്ങളാണ് അവരെ പ്രകോപിപ്പിച്ചത്. ഫുട്ബോൾ ഒരു ജെന്റിൽമാൻസ് ഗെയിമാണ് എന്നും അത് ന്യൂട്ടൺ ഹീത്തിനെ പോലെയുള്ള ഇൻഡസ്ട്രിയൽ പോക്കരികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നും ലേഖകൻ അപഹസിച്ചു. ക്ലബിൻ്റെ ഫോം നിലത്തടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു ആക്ഷേപം ഉയർന്നിട്ട് അതിന് ചുട്ട മറുപടി കൊടുത്തില്ല എങ്കിൽ ഇംഗ്ലീഷ് ലീഗിലെ ഒരു ക്ലബ്ബും തങ്ങളെ അംഗീകരിക്കില്ല എന്ന് അതിൻ്റെ ഉടമകൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവർ ലേഖകനെയും പത്രത്തെയും പ്രതി ചേർത്ത് വലിയൊരു തുക നഷ്ടപരിഹാരം ചോദിച്ച് ഒരു ഡിഫമേഷൻ കേസ് തന്നെ കോടതിയിൽ ഫയൽ ചെയ്തു. എന്നാൽ കേസിലെ വാദം കേട്ട ജഡ്ജിക്ക് അക്കാര്യത്തിൽ അത്ര ബോധ്യം വന്നില്ല. കേസിൽ കഴമ്പില്ല എന്ന നിഗമനത്തേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. കേസ് ക്ലബിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞുവെങ്കിലും നഷ്ടപരിഹാരമായിട്ട് വിധിച്ച തുക കേസിൽ വക്കീൽ ഫീസിന് ചിലവായ തുകയുടെ 1/4 പോലും വരില്ലായിരുന്നു. അല്ലെങ്കിലേ മുങ്ങിക്കൊണ്ടിരുന്ന ആ കപ്പലിന് ഫലത്തിൽ അത് അവസാനത്തെ കഴുക്കോലും വലിച്ചൂരുന്ന പോലെയായി. 19ാം നൂറ്റാണ്ട് അതിൻ്റെ അവസാന വർഷങ്ങളിലേക്ക് കടന്നപ്പോൾ ക്ലബ്ബ് അങ്ങനെ വിശേഷമൊന്നും പറയാനില്ലാത്ത ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ട് മാറി. ഇടയ്ക്കിടെ പടുതിരി ആളിക്കത്തും പോലെ ഓരോ വിജയങ്ങളുണ്ടായി എന്ന് മാത്രം. ഉദാഹരണത്തിന് 1898 ബ്ലാക്ക്ബേൺ റോവേഴ്സിനെ പരാജയപ്പെടുത്തി അവർ ലങ്കാഷെയർ കപ്പ് നേടി. പക്ഷേ അതിനൊന്നും ക്ലബിന് അതനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക കെടുതികളിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചില്ല. ക്ലബ്ബ് പതുക്കെ ഒരു പ്രൊഫഷണൽ ക്ലബ്ബായിട്ടും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നിലനിന്നു പോകാനോ അല്ലെങ്കിൽ അതിലേക്ക് നല്ല പ്ലേയേഴ്സിനെ ആകർഷിക്കാനോ ഒന്നും പക്ഷേ മാച്ചിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മാത്രം സാധിക്കുമായിരുന്നില്ല. അന്ന് ആ ക്ലബ്ബ് നിലനിന്നു പോയിരുന്നത് അതിന് ആരാധകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഉദാരമായ സംഭാവനകളുടെ ബലത്തിലായിരുന്നു എന്നർത്ഥം. ക്യാപ്റ്റൻ സ്റ്റഫോർഡ് തന്നെ ആയിരുന്നു ക്ലബിൻ്റെ പ്രധാന ഫണ്ട് റൈസർ. കളിക്കാൻ വരുമ്പോൾ അദ്ദേഹം മേജർ എന്നു പേരുള്ള തൻ്റെ സെൻറ്റ് ബെർണാഡ് നായയെ കൂടി കൊണ്ടുവരും. കഴുത്തിൽ കെട്ടിയിട്ട കളക്ഷൻ ടിന്നുമായിട്ട് ഓടി നടന്ന് ഇവൻ സംഭാവന പിരിക്കും. 1901 ഫെബ്രുവരിയിൽ കടബാധ്യതകൾ 2670 പൗണ്ടും കടന്ന് ക്ലബ്ബ് പാപ്പർ ചുട്ടടിക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ സ്റ്റഫോർഡ് മാഞ്ചസ്റ്ററിലെ സെൻറ്റ് ജെയിംസ് ഹാളിൽ ഒരു ഫണ്ട് റൈസിംഗ് ബസാർ സംഘടിപ്പിക്കുന്നു.
പതിവ് പോലെ മേജർ അതിലും ചുറുചുറുക്കോടെ ഓടി നടന്ന് സംഭാവന കളക്ട് ചെയ്യാനും തുടങ്ങി. അവിടെ നിന്ന് വേണ്ടത്ര കാശ് കിട്ടാതെ വന്നപ്പോൾ മേജറെ ക്യാപ്റ്റൻ പരിസരത്തെ പബ്ബുകളിലേക്ക് പിരിവിന് വിട്ടു. പക്ഷെ ആ പദ്ധതി 8 നിലയിൽ പൊട്ടി. അവിടെ നിന്ന് പിരിഞ്ഞു കിട്ടിയ പണം ഒന്നിനും തികയാത്ത അവസ്ഥ വന്നു. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ മേജർ കഴുത്തിലെ കളക്ഷൻ ടിന്നടക്കം മിസ്സാവുകയും ചെയ്തു. അതോടെ ടീമംഗങ്ങൾ എല്ലാവരും നിരാശയിലേക്ക് കൂപ്പുകുത്തി. ഈ നായയെ കാണാതായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ വന്നൊരു പരസ്യം ടീമിലൊരു കളിക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാഞ്ചസ്റ്റർ ബ്രൂവയ്ക്ക് അടുത്തുള്ള ഒരു പബ്ബിൽ ഒരു സെൻറ്റ് ബെർണാർഡ് നായയെ കണ്ടു കിട്ടിയിട്ടുണ്ട്. തിരികെ വേണ്ടവർ പബ് ഉടമയായിട്ടുള്ള ജോൺ ഹെൻറി ഡേവിസിനെ ഉടനടി ബന്ധപ്പെടുക. ഈ ജോൺ ഹെൻറി ഡേവിസിൻ്റെ മകൾ മെയ്ബൽ ഡേവിസ് അവർക്കൊരു പട്ടിയെ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ നായ അവിടേക്ക് വഴിതെറ്റി എത്തിപ്പെടുന്നത്. ക്യാപ്റ്റൻ സ്റ്റഫോർഡ് ജോൺ ഹെൻറി ഡേവിസിനെ നേരിൽ ചെന്ന് കണ്ടു. പട്ടിയുമായിട്ട് തിരികെ പോകുന്നതിന് മുമ്പ് ഓരോ ബിയർ കുടിക്കാം എന്നായി ഡേവിസ്. അങ്ങനെ ഓരോ ബിയറും മൊത്തി ഇരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ സ്റ്റാഫോർഡ് പലതും പറഞ്ഞ കൂട്ടത്തിൽ ക്ലബിൻ്റെ പരിതാവസ്ഥയെക്കുറിച്ചുള്ള വിഷമം കൂടി ഡേവിസിനോട് പങ്കുവച്ചു. അത് കേട്ടപ്പോൾ താൻ ക്ലബിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നായി ഡേവിസ്. ഡേവിസിൻ്റെ സന്മനസ്സിനോടുള്ള ഗുഡ് വിൽ ജസ്റ്റർ എന്ന നിലയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടതായ മേജറിനെ ഡേവിസിൻ്റെ മകൾക്ക് കൊടുക്കാൻ ക്യാപ്റ്റൻ സ്റ്റാഫോർഡും അന്ന് തയ്യാറായി. ഈ ജോൺ ഹെൻറി ഡേവിസ് സാമാന്യം നല്ല സമ്പത്തുള്ള ഒരാളായിരുന്നു. ടേറ്റൻ ലൈൽ ഫാമിലിയുമായിട്ടൊക്കെ അകന്ന ബന്ധങ്ങളുള്ളയാൾ. ഫുട്ബോളിൽ അങ്ങനെ പരിധിയിൽ കവിഞ്ഞ കമ്പമൊന്നും ഉണ്ടെന്ന് പറയുക വയ്യ എങ്കിലും പ്രാദേശിക സ്പോർട്സ് ക്ലബ്ബുകളിൽ പലതിനെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഡേവിസ്. ന്യൂട്ടൺ ഹീത്ത് ക്ലബ്ബ് ഏറ്റെടുക്കുന്ന അദ്ദേഹം ക്ലബിൻ്റെ കടബാധ്യതകൾ ഒന്നില്ലാതെ കൊടുത്തു തീർത്തു. ക്ലബിനെ പുനഃസംഘടിപ്പിച്ചു. അന്നുവരെ ഉണ്ടായിരുന്ന പച്ചയും മഞ്ഞയും ജേഴ്സി മാറ്റി അദ്ദേഹം ചുവപ്പും വെള്ളയുമാക്കി. ഈ ഒരു ജേഴ്സി മാറ്റം ഡേവിസിൻ്റെ നിറങ്ങളോടുള്ള ഇഷ്ടാനിഷ്ടത്തിൻ്റെ പ്രകടനം മാത്രമായിരുന്നില്ല. അന്നത്തെ റെയിൽവേ ഗ്രീൻ ആൻഡ് യെല്ലോ ജേഴ്സിയിൽ നിന്ന് ക്ലബിനെ ഒഴിവാക്കിയാൽ തൻ്റെ ക്ലബിനുള്ള ഡിപ്പാർട്ട്മെൻ്റൽ പഴികൾ കുറഞ്ഞു കിട്ടുമെന്ന തിരിച്ചറിവ് ബുദ്ധിമാനായിട്ടുള്ള ഡേവിസിനുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ശേഷം ക്ലബിൻ്റെ ലൊക്കേഷൻ ന്യൂട്ടൺ ഹീത്തിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് മാറിയതോടെ പേരും ഒന്ന് മാറേണ്ടതുണ്ടായിരുന്നു. 1902 ഏപ്രിൽ 26 ക്ലബിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കപ്പെടുന്നു. അതിൽ ആദ്യം ഉയർന്നു വന്ന മാഞ്ചസ്റ്റർ സെൽറ്റിക് എന്ന പേര് ആർക്കും ബോധിച്ചില്ല. പിന്നെ ആരോ മാഞ്ചസ്റ്റർ സെൻട്രൽ എന്നൊരു പേര് നിർദ്ദേശിച്ചു. ഇതെന്താ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണോ എന്ന പരിഹാസം ഉയർന്നതോടെ അതും തള്ളിപ്പോയി. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു 19 വയസ്സുകാരൻ ഫാൻ ലൂയി റോക്ക തൻ്റെ മനസ്സിൽ തോന്നിയൊരു പേര് അപ്പോൾ വിളിച്ചു പറഞ്ഞു: മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആദ്യം കേട്ടപ്പോൾ തന്നെ ആ മീറ്റിംഗ് നടന്ന മുറിയിൽ സന്നിഹിതരായിരുന്ന സകലർക്കും ആ പേര് നന്നേ ബോധിച്ചു. ഇനി അതിനേക്കാൾ നല്ലൊരു പേര് ക്ലബിന് കിട്ടാനില്ല എന്ന് സകലരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അന്ന് മനസ്സിൽ തോന്നിയൊരു പേര് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നിയത് ലൂയി റോക്ക എന്ന ടീനേജുകാരൻ്റെ ജീവിതവും എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചു. ടീമിന് പേരിട്ട അവനെ ക്ലബ്ബ് പിന്നീട് അങ്ങോട്ടുള്ള കാലം അത്രയും ക്ലീനിങ് സ്റ്റാഫ്, സ്കൗട്ട്, ഒടുവിൽ ടെമ്പററി മാനേജർ തുടങ്ങിയ പല റോളുകളിൽ കൂടെ നിർത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിൻ്റെ എക്കാലത്തെയും ചിരവൈരികളിലൊന്ന് നാട്ടുകാർ തന്നെയായ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബ്ബാണ്. നഗരത്തിലെ പ്രമാണിമാരിൽ ചിലരായിരുന്നു ക്ലബിൻ്റെ പ്രൊമോട്ടർമാർ. സിറ്റിയെ ഏതു വിധേനയും ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ക്ലബ്ബാക്കി മാറ്റണം എന്ന വാശിപ്പുറത്ത് വൻതുകകൾ ഇറക്കി അവർ മറ്റു ക്ലബ്ബുകളിലെ മികച്ച കളിക്കാരെ റാഞ്ചാൻ തുടങ്ങി. പ്ലെയർ ഹോൾഡിംഗ് തടയാൻ വേണ്ടി ഇംഗ്ലീഷ് ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് പരമാവധി നൽകാവുന്ന പ്രതിഫലം ആഴ്ചയിൽ 4 പൗണ്ടായിട്ട് അസോസിയേഷൻ നിജപ്പെടുത്തിയിരുന്നതിനെ മറികടന്നുകൊണ്ടായിരുന്നു പലപ്പോഴും ക്ലബിൻ്റെ ഈ നീക്കങ്ങൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ അവർ സിംഹപ്രതാപികളായിട്ട് വളർന്നു വന്നു. 1904 FA കപ്പ് ജയിച്ചതോടെ അവർ ഏതെങ്കിലും മേജർ കപ്പടിക്കുന്ന ആദ്യത്തെ മാഞ്ചസ്റ്റർ ക്ലബ്ബായിട്ട് മാറി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ പെട്ടെന്നുള്ള കയറ്റത്തിന് വേണ്ട ഊർജ്ജം പകർന്നു കൊടുത്തത് എഡ്വേർഡ് ഹൾട്ടൺ എന്നൊരു പത്രമുതലാളിയായിരുന്നു. അദ്ദേഹം ക്ലബിൻ്റെ അക്കൗണ്ടിലേക്ക് പമ്പ് ചെയ്ത അളവറ്റ പണം ഒരു ഡ്രീം സ്ക്വാഡിനെ തന്നെ ടീമിന് നൽകി. ധാരാളിത്തത്തിൽ പൊളച്ചിരുന്ന സിറ്റി ക്ലബിന് എവർട്ടൺ, പ്രസ്റ്റൺ നോർത്തിൻ്റെ പോലെയുള്ള മറ്റ് ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. തങ്ങളെപ്പോലെ പാരമ്പര്യമോ മഹിമയോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത കാശുവാരിയെറിഞ്ഞ് ജയിക്കാൻ നോക്കുന്നവരെന്നാണ് അവർ മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിനെ അന്ന് കണ്ടത്. ഈ മുറുമുറുപ്പുകൾ രൂക്ഷമായതോടെ ഒടുവിൽ 1904 ഫുട്ബോൾ അസോസിയേഷൻ ഇടപെട്ടു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇടപാടുകൾക്കുമേൽ അന്വേഷണത്തിന് അവർ ഉത്തരവിട്ടു. ഇതിൻ്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങൾ അതിൻ്റെ കൊട്ടിക്കലാശത്തിൽ എത്തുന്നത് 1904-05 സീസണിൻ്റെ അവസാന ദിവസത്തിലാണ്. കടുത്ത മത്സരം നടന്ന സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആസ്റ്റൺ വില്ലയുമായിട്ടുള്ള അവസാനത്തെ കളിയിൽ ജയിക്കുകയാണെങ്കിൽ കപ്പടിക്കാം. ടൈറ്റിൽ റേസിൽ നിന്ന് ഓൾറെഡി ഔട്ടായി കഴിഞ്ഞിരുന്ന വില്ലയ്ക്കാണെങ്കിൽ ജയിച്ചിട്ട് വിശേഷ നേട്ടമൊന്നും ഇല്ലതാനും. ആ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് സിറ്റിയുടെ ക്യാപ്റ്റൻ ബില്ലി മെറിഡിത്ത് ആസ്റ്റൺ വില്ലയുടെ ക്യാപ്റ്റൻ അലക്സ് ലീക്കിനെ നേരിട്ട് എന്ന് കണ്ട് ഈ കളി തോറ്റുകൊടുക്കാൻ വേണ്ടി 10 പൗണ്ട് ഓഫർ ചെയ്യുന്നു. തൻ്റെ ടീമിനെ ഒറ്റുകൊടുക്കാൻ ആസ്റ്റൺ വില്ലയുടെ ക്യാപ്റ്റൻ അലക്സ് ലീക്ക് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ കളി എന്തു വില കൊടുത്തും ജയിച്ചേ തീരുവെന്ന് അയാൾ ടീമിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അന്ന് ആ കളിക്കളത്തിൽ അരങ്ങേറിയത്. അന്തിമ വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡ് ആസ്റ്റൺ വില്ല 3, മാഞ്ചസ്റ്റർ സിറ്റി 2.
അവസാന മത്സരത്തിൽ പിണഞ്ഞ തോൽവി സീൽ ചെയ്യുന്നത് സിറ്റിയുടെ കിരീടമോഹങ്ങളെ കൂടിയാണ്. ഫൈനൽ വിസിലിന് ശേഷം നടന്ന ചില സംഭവങ്ങൾ കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി. തോൽവിയിൽ അമർഷം പൂണ്ട സിറ്റിയുടെ ഫോർവേഡ് സാൻഡി ടേൺബുൾ ഗ്രൗണ്ടിൽ വെച്ച് വില്ല ക്യാപ്റ്റൻ അലക്സ് ലീക്കുമായി 1-2 പറഞ്ഞുടക്കി. കാര്യങ്ങളൊടുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ടേൺബുൾ ലീക്കിന്റെ മുഖത്തിടിച്ചു. ഈ സംഭവത്തിൽ ഫുട്ബോൾ അസോസിയേഷൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ബന്ധപ്പെട്ട കളിക്കാരെ മുഴുവൻ കമ്മിറ്റി മൊഴി നൽകാൻ വേണ്ടി വിളിപ്പിച്ചു. എൻക്വയറിക്കിടെ ലീക്ക് മെറിഡിത്ത് മാച്ചിന് മുമ്പ് തനിക്ക് നേരെ വെച്ച് നീട്ടിയ ഓഫറിനെ കുറിച്ച് കൂടി കമ്മിറ്റിക്ക് മൊഴി കൊടുത്തു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അസോസിയേഷൻ മെറിഡിത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. കൈക്കൂലി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കളിക്കാരന് ശിക്ഷ 18 മാസത്തെ സസ്പെൻഷൻ. എന്നാൽ ഇക്കാര്യത്തിൽ താൻ ഒറ്റയ്ക്കല്ല എന്നും ക്ലബ് ഉടമകൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുക മാത്രമാണ് താൻ ചെയ്തത് എന്നും മെറിഡിത്ത് മൊഴി കൊടുത്തു. ഈ സമയത്ത് തന്നെ ക്ലബിനെതിരായിട്ടുള്ള അസോസിയേഷൻ അന്വേഷണവും പൂർത്തിയായി. സസ്പെൻഷൻ കാലയളവിൽ ക്ലബ്ബ് തന്റെ സാലറി മുടക്കില്ല എന്നായിരുന്നു മെറിഡിത്തിന്റെ പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് സിറ്റി ക്ലബ്ബ് തങ്ങളുടെ ക്യാപ്റ്റനെ കൈയൊഴിഞ്ഞു. ക്രുദ്ധനായ മെറിഡിത്ത് നേരെ ചെന്ന ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. അസോസിയേഷന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബ് എങ്ങനെയാണ് ആഴ്ചയിൽ പരമാവധി 4 പൗണ്ട് എന്ന പ്രതിഫല നിയന്ത്രണത്തെ അട്ടിമറിക്കുന്നത് എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എത്രയോ കാലമായിട്ട് ക്ലബ്ബ് അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ 6 പൗണ്ട് വെച്ചാണ്. എന്നേക്കാൾ കുറഞ്ഞ പ്രതിഫലം അവിടെ ആരും കൈപ്പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്നായിരുന്നു മെറിഡിത്തിന്റെ മൊഴി. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണങ്ങൾക്ക് വേണ്ടി ഫുട്ബോൾ അസോസിയേഷൻ ഒരു അക്കൗണ്ടന്റിനെ നിയോഗിച്ചു. ആ പരിശോധനയിൽ പുറത്തു വന്നത് സിറ്റി ക്ലബ്ബ് അന്നുവരെ ഒളിഞ്ഞും മറഞ്ഞും നടത്തിയ ക്രമക്കേടുകളുടെ സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളാണ്. ഗേറ്റ് കളക്ഷനായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പണത്തിന്റെ നല്ലൊരു ശതമാനവും ക്ലബ്ബ് ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അക്കൗണ്ടുകളിൽ നിന്നാണ് അസോസിയേഷൻ പറഞ്ഞ ലിമിറ്റിന് മുകളിൽ വരുന്ന പ്രതിഫല തുക താരങ്ങൾക്ക് ക്ലബ്ബ് കൈമാറിക്കൊണ്ടിരുന്നത്. ഈ തട്ടിപ്പ് അന്വേഷണത്തിലൂടെ പുറത്തു വന്നപ്പോൾ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ക്ലബ്ബ് എന്ന നിലയ്ക്ക് മാഞ്ചസ്റ്റർ സിറ്റി അന്നോളം ഉണ്ടാക്കിയതൊക്കെയും തച്ചു തകർക്കുന്ന വിധത്തിലുള്ള നടപടികളാണ്. 17 സിറ്റി കളിക്കാർക്ക് കനത്ത തുക പിഴയും ലീഗിൽ നിന്ന് സസ്പെൻഷനും കിട്ടി. ക്ലബിനു വേണ്ടി അവർ ഒരിക്കലും ഇനി കളിക്കാൻ പാടില്ല എന്നും വിലക്കുണ്ടായി. ഇതിനു പുറമെ ക്ലബ് മാനേജർ ടോം മാലിക്കും മുൻ ചെയർമാൻ ഫോറസ്റ്റിനും ഇംഗ്ലീഷ് ഫുട്ബോളിൽ നിന്ന് തന്നെ ആജീവനാന്ത വിലക്ക് അടിച്ചു കിട്ടി. സസ്പെൻഡ് ചെയ്യപ്പെട്ട താരങ്ങളെ ഓപ്ഷൻ ചെയ്യാൻ ക്ലബ്ബ് നിർബന്ധിതമാവുകയും ചെയ്തു. സിറ്റി പാളയത്തിൽ അപ്പോൾ നടന്ന ആ ഒരു ആദായ വിൽപ്പന കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അന്നത്തെ മാനേജറായിട്ടുള്ള ഏൻസ് മാഗ്നാലിനാണ്. വെറും 500 പൗണ്ടിനാണ് മെറിഡിത്തിനെ അന്ന് അദ്ദേഹത്തിന് സൈൻ ചെയ്യാനായത്. സാൻഡി ടേൺബുൾ അടക്കം സിറ്റിയുടെ നിരവധി മികച്ച കളിക്കാരെ ചുടുവിലയ്ക്ക് അന്ന് മാഗ്നാലിന് യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യാനായി. അങ്ങനെ പുതിയ ഇറക്കുമതി താരങ്ങളുടെ ബലത്തിൽ ക്ലബ്ബ് നിന്ന നിൽപ്പിൽ ഒരു പടക്കുതിരയായിട്ട് മാറി. 1909 ഏപ്രിൽ 24 ഏണസ്റ്റ് മാഗ്നാൽ കൊണ്ടുവന്ന പുത്തൻ താരങ്ങളുടെ ബലത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ സീസണിൽ തന്നെ അവരുടെ ആദ്യത്തെ ലീഗ് ടൈറ്റിൽ നേടിക്കഴിഞ്ഞിരുന്നു. ആ സീസണിലും അവർ മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അന്നൊക്കെ ഏതൊരു പുതിയ ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും ടോപ്പ് ക്ലബ്ബുകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കാനുള്ള ആദ്യത്തെ കടമ്പയായിരുന്നു FA കപ്പ് നേട്ടം. എന്നാൽ ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിൽ അക്കൊല്ലം ഏപ്രിൽ 24 71,000 കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ബ്രിസ്റ്റൽ സിറ്റിക്കെതിരെ നടന്ന FA കപ്പ് ഫൈനൽ ആയിരുന്നു അവരുടെ യഥാർത്ഥ പരീക്ഷണം. 2 ടീമിന്റെയും ഒറിജിനൽ ജേഴ്സികൾ ചുവപ്പ് നിറത്തിലുള്ളതായിരുന്നു എന്നതുകൊണ്ട് റഫറി 2 ടീമിനോടും വേറെ നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങാൻ ആവശ്യപ്പെട്ടു. ബ്രിസ്റ്റൽ തിരഞ്ഞെടുത്തത് ഒരു നീല ജേഴ്സിയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചുവന്ന ഉള്ള ഒരു വെള്ള ജേഴ്സിയിലേക്കും മാറി. സാൻഡി ടേൺബുളിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തണോ എന്നതായിരുന്നു മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ നിലനിന്ന സംശയം. ക്യാപ്റ്റൻ ചാർലി റോബർട്ട്സിന്റെ ഒരൊറ്റ വാശിയിൽ ഒരുപക്ഷെ ഗോൾ നേടാനായാലോ എന്ന പ്രതീക്ഷപ്പുറത്ത് കോച്ച് മാഗ്നാൽ ടേൺബുളിനെ ടീമിൽ ഉൾപ്പെടുത്തി. കളിയുടെ 22-ാം മിനിറ്റിൽ ആ തീരുമാനം ശരിവെച്ചുകൊണ്ട് ആദ്യത്തെ ഗോൾ പിറന്നു. വില്ലി മെറിഡിത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ഉഗ്രൻ ഷോട്ട് റീബൗണ്ട് ചെയ്ത് ടേൺബുളിന്റെ കാലിൽ വന്ന് കൊരുത്തു. ടേൺബുളിന്റെ കാലിൽ നിന്ന് പുറപ്പെട്ട തീയുണ്ട ബ്രിസ്റ്റൽ സിറ്റിയുടെ വല കുലുക്കിയപ്പോൾ സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. 2ാം പകുതിയിൽ ഗോൾ മടക്കാൻ ബ്രിസ്റ്റൽ സിറ്റി പഠിച്ച പണി 18 നോക്കിയെങ്കിലും അവരുടെ മുന്നേറ്റങ്ങളൊക്കെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 6 അടി പൊക്കമുള്ള ഗോളി ഹാരി മോഗർ വിഫലമാക്കി. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ 1-0 എന്ന സ്കോറിൽ FA കപ്പ് കിരീടം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തൂക്കി. മാഞ്ചസ്റ്ററിൽ മടങ്ങിയെത്തിയ ടീമിനെ വരവേൽക്കാൻ ഒത്തുകൂടിയത് പ്രദേശവാസികളായ ഏതാണ്ട് 3 ലക്ഷത്തോളം ഫുട്ബോൾ പ്രേമികളാണ്. FA കപ്പിലെ കിരീട നേട്ടം ക്ലബിനെ പ്രതി പ്രദേശവാസികളായിട്ടുള്ള സമ്പന്നരിൽ ഒരുതരം അഭിമാന ബോധം തന്നെ ഉണർത്തി. അന്നുവരെ ടീം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ഹോം ഗ്രൗണ്ടായ ബാങ്ക് സ്ട്രീറ്റ് ഗ്രൗണ്ട് ടീമിന്റെ പുതിയ അന്തസ്സിന് തക്കതല്ല എന്ന് ജോൺ ഹെൻറി ഡേവിസിന് തോന്നി. ക്ലബിനു വേണ്ടി പുതിയൊരു സ്ഥലത്ത് ഉഗ്രൻ സ്റ്റേഡിയം തന്നെ പണിയാൻ വേണ്ടത് താൻ നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അന്ന് മാഞ്ചസ്റ്ററിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെയും വിശാലമായ സ്റ്റേഡിയം പണിയാൻ പറ്റിയൊരു സ്ഥലം തേടി അവർ അലഞ്ഞു നടന്നു. ഒടുവിൽ ബ്രിഡ്ജ് വാട്ടർ കനാലിന്റെ അടുത്ത് ഓൾഡ് ട്രഫോർഡിലെ വാർവിക് റോഡിന്റെ തൊട്ടടുത്തായിട്ട് അതിന് ചേരുന്ന ഒരു സൈറ്റ് ഡേവിസ് കണ്ടെത്തി. നിരവധി സ്റ്റേഡിയങ്ങൾ ഡിസൈൻ ചെയ്ത് നല്ല പരിചയമുള്ള
ആർക്കിബാൾഡ് ലീച്ച് എന്നു പേരുള്ളൊരു ലെജൻഡറി സ്കോട്ടിഷ് സ്റ്റേഡിയം ആർക്കിടെക്റ്റിനെയാണ് അന്ന് ഡേവിസ് ഈ സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഓൾഡ് ട്രാഫോർഡിൽ 1,00,000 കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു പുതുപുത്തൻ സ്റ്റേഡിയം തയ്യാറായി വന്നു. 1910 ജനുവരി 19 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ മത്സരത്തോടെയാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അന്ന് നടക്കുന്നത്. പുത്തൻ സ്റ്റേഡിയമൊക്കെ പണിഞ്ഞു കിട്ടിയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിനുണ്ടായിട്ടുള്ള പുത്തൻ ഉണർവ് കോച്ച് മാഗ്നാൽ ക്ലബ്ബ് വിട്ട് ചിരവൈരികളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിലേക്ക് ചാടിയപ്പോൾ അടങ്ങുന്നുണ്ട്. ആ ദശകത്തിൻ്റെ പകുതിയോടെ ലോകം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിലേക്ക് കൂടി വഴുതി വീണതോടെ ക്ലബിൻ്റെ സാമ്പത്തികം പിന്നെയും ആടിയുലഞ്ഞു. 1922 ക്ലബിൻ്റെ പ്രകടനം വളരെ മോശമായി. അത് 2ാം ഡിവിഷനിലേക്ക് റെലിഗേറ്റ് ചെയ്യപ്പെട്ടു. 1ഉം 2ഉം ഡിവിഷനുകൾക്കിടയിൽ ചാഞ്ചാട്ടം നടത്തിയിരുന്ന ക്ലബിന് സ്പോർട്സ് ലേഖകർ യോയോ ക്ലബ് എന്നുവരെ അന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട്. 1927 ഒക്ടോബറിൽ ക്ലബിൻ്റെ അന്നോളമുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബെനിഫാക്ടറായിരുന്ന ജോൺ ഹെൻറി ഡേവിസ് അന്തരിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. 1930കളുടെ തുടക്കത്തിൽ ക്ലബിൻ്റെ തുടർച്ചയായ മോശം പ്രകടനത്തിൽ വെറിപൂണ്ട ആരാധകരും അനുഭാവികളും ഷെയർ ഹോൾഡർമാരുമൊക്കെ സംഘടിച്ചുകൊണ്ട് ജോർജ് ഗ്രീൻഹോയുടെ അധ്യക്ഷതയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ടേഴ്സ് ക്ലബ്ബ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു. ആദ്യഘട്ട ചർച്ചകൾ എങ്ങും എത്താതെ പോയപ്പോൾ ഗ്രീൻഹോ ഗ്രൂപ്പ് ക്ലബിന് മുന്നിൽ ഒരു 5 പോയിന്റ് അൾട്ടിമേറ്റം വയ്ക്കുന്നു. ക്ലബിന് ഒരു പുതിയ മാനേജർ, മെച്ചപ്പെട്ട ഒരു സ്കൗട്ടിംഗ് സിസ്റ്റം, കൂടുതൽ മെച്ചപ്പെട്ട കളിക്കാർ, പുതിയ ബോർഡ് മെമ്പർമാർ, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പുതിയ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുക തുടങ്ങിയതൊക്കെയായിരുന്നു ഈ 5 ഡിമാൻഡുകൾ. ഈ ആവശ്യങ്ങൾ നടപ്പിലായില്ല എങ്കിൽ 1930 ഒക്ടോബർ 18 ആഴ്സണലുമായിട്ട് നടക്കാനിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരം ബഹിഷ്കരിക്കും എന്നതായിരുന്നു ഈ പുതിയ സംഘടനയുടെ ഭീഷണി. ആഴ്സണൽ അന്ന് ഇംഗ്ലീഷ് ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. അവരുമായിട്ടുള്ള മത്സരം കാണാൻ നല്ല പോലെ കാണികൾ എത്തേണ്ടതാണ്. ആ മത്സരത്തിൻ്റെ ഗേറ്റ് കളക്ഷൻ അതുകൊണ്ട് തന്നെ ക്ലബിന് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ മാച്ച് തന്നെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് അത് ഏൽക്കേണ്ടതാണ്. എന്തായാലും ഗ്രീൻഹോയുടെ നിർദ്ദേശം അസോസിയേഷൻ അംഗങ്ങൾ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു. ഈ മീറ്റിങ്ങിന് ശേഷം നടന്ന 2 മത്സരങ്ങളും ക്ലബ്ബ് ബേഷായി തോൽക്കുകൂടി ചെയ്തതോടെ തീരുമാനം എന്തുകൊണ്ടും ശരിയാണ് എന്ന പ്രതീതിയും വന്നു. ആഴ്സണലുമായിട്ടുള്ള മാച്ചിൻ്റെ തലേ ദിവസം, അതായത് 1930 ഒക്ടോബർ 17 ഗ്രീൻഹോ ക്ലബ്ബ് ആരാധകരുടെയും ഓഹരി ഉടമകളുടെയും ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. ആ യോഗത്തിൽ വെച്ച് നാളത്തെ മത്സരം ബോയ്ക്കോട്ട് ചെയ്യാനുള്ള തീരുമാനത്തോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരുന്ന ടൗൺ ഹാളിൻ്റെ മുൻനിരയിൽ നിന്ന് ഒരു കൈ ഉയർന്നു വന്നു. അത് ചാർലി റോബർട്ട്സിൻ്റെതായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അതിൻ്റെ ആദ്യത്തെ FA കപ്പ് കിരീടം നേടിക്കൊടുത്ത അതേ ക്യാപ്റ്റൻ ചാർലി റോബർട്ട്സ്. അസോസിയേഷൻ ഉയർത്തിയ ആശങ്കകളോട് തത്വത്തിൽ റോബർട്ട്സിനും യോജിപ്പ് തന്നെ ആയിരുന്നുവെങ്കിലും അതിൻ്റെ പേരിൽ ടീമിൻ്റെ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തോട് യോജിക്കാനാവില്ല എന്ന് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. ക്ലബ്ബ് പ്രതിസന്ധിയിൽ നിൽക്കുന്ന നേരത്ത് കളിക്കാർക്കും മാനേജ്മെൻറ്റിനും ഒപ്പം നിൽക്കുകയാണ് ആരാധകർ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് എന്നായിരുന്നു റോബർട്ട്സിൻ്റെ അഭിപ്രായം. അടുത്ത ദിവസം ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിന് പതിവിൽ കവിഞ്ഞ പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. കാണികൾ ക്രുദ്ധരായാൽ ക്രമസമാധാന നില തകർന്നേക്കാമെന്ന് അധികാരികൾ ഭയന്നു. എന്നാൽ അന്ന് മാച്ച് ബോയ്ക്കോട്ടോ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളോ ഒന്നും ഉണ്ടായതേയില്ല. 23,000-ലധികം പേർ എന്ന ആ സീസണിലെ ഏറ്റവും മികച്ച കാണികളുടെ ടേൺ ഔട്ട് തന്നെ അന്ന് ആ മത്സരത്തിനുണ്ടായി. ഗ്രീൻഹോയുടെ ബഹിഷ്കരണ ആഹ്വാനം പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശങ്കകൾ ക്ലബിൻ്റെ അഭ്യുദയകാംക്ഷികൾക്ക് എല്ലാം ബോധ്യപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി ക്ലബിനെ പിന്തുണയ്ക്കുന്നവർ ഒരുമിച്ച് ക്ലബിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുടക്കീഴിൽ വന്ന നിമിഷമായിരുന്നു അത്. വെയിലത്തും മഴയത്തും മഞ്ഞത്തും പരാതികളോ പരിഭവങ്ങളോ കൂടാതെ എല്ലാ ദിവസവും കൃത്യമായി ജോലിക്ക് ഹാജരായി മാത്രം ശീലിച്ചിട്ടുള്ള റെയിൽവേ തൊഴിലാളികൾക്കും ഫാക്ടറി തൊഴിലാളികൾക്കും ഇടയിൽ നിന്ന് ഉരുവം കൊണ്ട് പിന്നീട് സെലിബ്രിറ്റി താരങ്ങളിലേക്ക് മാറിയ ചരിത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റേത്. ക്ലബിൻ്റെ അസ്ഥിവാരം പണിഞ്ഞ അതേ തൊഴിലാളികൾ എന്തായാലും ആപത്ത് കാലത്ത് ആ ക്ലബിനെ കൈവെടിഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും ക്ലബിൻ്റെ ബാധ്യതകൾ 30,000 പൗണ്ട് കടന്നിരുന്നു. ആ സീസണിലെ വരുമാനമാണെങ്കിൽ കഷ്ടിച്ച് 7,500 പൗണ്ട് മാത്രമേ വരൂ. ഏതു വിധേനയും ചെലവുകൾ ചുരുക്കിയേ മതിയാവൂ എന്ന് വന്നപ്പോൾ ക്ലബ് ഫാൻസ് പലതരത്തിൽ സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഓരോ മാച്ചിനും ശേഷം ടീമംഗങ്ങളുടെ ജേഴ്സികൾ അവർ അലക്കി തേച്ചു വരെ കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ബില്ലടയ്ക്കാത്തതിൻ്റെ പേരിൽ കോർപ്പറേഷൻ ക്ലബിൻ്റെ ഗ്യാസ് സപ്ലൈ കട്ട് ചെയ്തു. 1931 ആയപ്പോഴേക്കും കളിക്കാരുടെ വേതനവും മുടങ്ങി തുടങ്ങി. ബാങ്കുകൾ ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ ടീമിന് പേര് നിർദ്ദേശിച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ച ലൂയി റോക്ക ആബൽ ബാന്ധവനായി ഒരിക്കൽ കൂടി അവതരിക്കുന്നു. അദ്ദേഹം ബ്രിക്സ് ജോൺസൺ ഗിബ്സൺ എന്നു പേരുള്ളൊരു ബ്രിട്ടീഷ് വസ്ത്രനിർമ്മാണശാലയുടെ പാർട്ട്ണർമാരിലൊരാളായ ജെയിംസ് ഗിബ്സനെ നേരിട്ട് എന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഗിബ്സൺ അങ്ങനെ ഫുട്ബോൾ പ്രേമിയൊന്നും അല്ലാതിരുന്നിട്ടും ജന്മനാടായിട്ടുള്ള മാഞ്ചസ്റ്ററിൻ്റെ പേരിലുള്ള ഒരു ക്ലബ്ബ് പൂട്ടിപ്പോകരുത് എന്ന ഒരൊറ്റ പരിഗണനയുടെ പുറത്തു മാത്രം അദ്ദേഹം തൻ്റെ സ്വകാര്യ സമ്പത്തിൽ നിന്ന് 2,000 പൗണ്ട് ആ ക്ലബ്ബിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുന്നു. കൂടുതൽ പേർ നിക്ഷേപിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഫാൻസ് ക്ലബിന് പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ തയ്യാറായാൽ താൻ ഇനിയും പണം മുടക്കാൻ തയ്യാറാണ് എന്ന് ഗിബ്സൺ പറഞ്ഞപ്പോൾ
4 പുതിയ ഡയറക്ടർമാർ 2000 പൗണ്ട് വീതം നിക്ഷേപിച്ച് ബോർഡിൽ അംഗത്വമെടുത്തു. ക്ലബിന്റെ ഡയറക്ടേഴ്സ് ബോക്സിൽ ഇരുന്നു കൊണ്ട് ഗിബ്സൺ തന്റെ ആദ്യത്തെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡും വുൾസും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം ഹോം ടീം 3-2 ജയിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ആ സീസണിൽ അന്നോളം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ടേൺ ഔട്ടിന്റെ 2 ഇരട്ടി കാണികൾ അന്ന് കളി കാണാനെത്തി. ഗേറ്റ് കളക്ഷൻ കണക്കുകൾ പ്രകാരം 33,312 കാണികൾ. 1932 അവസാനത്തോടെ 2 കൊല്ലം മുമ്പ് ഫാൻസ് മുന്നോട്ട് വെച്ച 5 പോയിന്റ് അജണ്ടയിലെ ഏതാണ്ട് എല്ലാ ഡിമാൻഡുകളും തന്നെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഗിബ്സൺ പുതിയ ചെയർമാനായി, പുതിയ ബോർഡ് അംഗങ്ങൾ വന്നു, പുത്തൻ ഇൻവെസ്റ്റ്മെന്റ് വന്നു, മികച്ച പ്ലേയേഴ്സിനെ എത്തിക്കുമെന്നുള്ള വാഗ്ദാനവും മുന്നിലുണ്ട്, പുതിയ മാനേജറും എത്തി. ഗിബ്സന്റെ ലക്ഷ്യം ക്ലബിനെ കടക്കണിയിൽ നിന്ന് കരകയറ്റുക മാത്രമായിരുന്നില്ല, എല്ലാ അർത്ഥത്തിലും അതിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പുനഃസംഘടിപ്പിക്കുക കൂടിയായിരുന്നു. മാഞ്ചസ്റ്ററിലെ സാധാരണക്കാർക്കിടയിൽ നിന്ന് ഭാവി താരങ്ങളെ വാർത്തെടുക്കണമെന്ന് അദ്ദേഹം കരുതി. അതിനുവേണ്ടി 1937 ഗിബ്സണും അക്കൊല്ലം 2ാം വട്ടം ക്ലബിന്റെ മാനേജർ പദവി ഏറ്റെടുത്ത വാൾട്ടർ ക്രിക്മറും ചേർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജൂനിയർ അത്ലറ്റിക് ക്ലബ്ബ് ആരംഭിക്കുന്നു. ആ പദ്ധതിയിലൂടെ അധികം വൈകാതെ ജോണി കാരി, സ്റ്റാൻ പിയേഴ്സൺ, ചാർലി മിറ്റൺ പോലെയുള്ള പുതിയ താരങ്ങളെ അവർ കണ്ടെടുത്തു. 1939 കരുത്തുറ്റ യുവതയുടെ സഹായത്തോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും ഫസ്റ്റ് ഡിവിഷനിലേക്ക് മടങ്ങിയെത്തി. അടുത്ത 5 സീസണിൽ ക്ലബിന്റെ ബാലൻസ് ഷീറ്റ് പച്ചപിടിച്ചു. ഗിബ്സൺ തന്റെ നയം വ്യക്തമാക്കിയ കാലമാണത്. പുറമേ നിന്ന് കളിക്കാരെ എടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ക്ലബിന് വേണ്ട മികച്ച കളിക്കാരെ മാഞ്ചസ്റ്റർ പരിസരത്ത് നിന്ന് തന്നെ കണ്ടെത്തി പരിശീലിപ്പിച്ചെടുക്കണം. അദ്ദേഹത്തിന് ആ നയത്തിന് അധികം വൈകാതെ തന്നെ വിധി തടയിട്ടു. 1939 സെപ്റ്റംബർ 3-ാം തീയതി ഹിറ്റ്ലർ പോളണ്ടിൽ നിന്ന് നാസിപ്പടയെ പിൻവലിക്കാൻ തയ്യാറാവാതിരുന്നതിൻ്റെ പേരിൽ ബ്രിട്ടൻ ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചു. അതിൻ്റെ ആദ്യത്തെ കാഷ്വാലിറ്റി ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗായിരുന്നു. യുദ്ധം തുടങ്ങിയ പാടെ അത് റദ്ദാക്കപ്പെട്ടു. പലരും വന്ന് അതിനെ കണ്ടത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു താൽക്കാലിക നടപടി എന്ന് മാത്രമാണ്. പക്ഷേ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിനെ ബാധിച്ച ആ അപഹാരം നീങ്ങാൻ നീണ്ട 7 വർഷക്കാലം എടുത്തു. യുദ്ധത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ടായത് വലിയ വലിയ നഷ്ടങ്ങളാണ്. 1941 മാർച്ച് 11-നുണ്ടായ ബോംബിങ്ങിൽ ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയത്തിന് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. അടുത്ത 4 വർഷത്തേക്ക് അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടന്നു. ഗാലറികൾ പായൽ പിടിച്ചു, ഗ്രൗണ്ടിൽ മുട്ടറ്റം പുല്ലും വളർന്നു. ആ വർഷങ്ങളിൽ ക്ലബ് ഓഫീസ് പ്രവർത്തിച്ചത് സ്റ്റേഡിയത്തോട് ചേർന്ന് കെട്ടിപ്പൊക്കിയ ഒരു തട്ടിക്കൂട്ട് ടെൻറ്റിനുള്ളിലാണ്. ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയം ഇങ്ങനെ ഉപയോഗിക്കാനാവാത്ത നിലയിലായപ്പോൾ കുറേ കാലത്തേക്ക് മെയിൻ റോഡിലെ മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റേഡിയത്തിലായി യുണൈറ്റഡിൻ്റെ ഹോം മത്സരങ്ങൾ. യുദ്ധം ഒരു വഴിക്ക് നടക്കുമ്പോഴും ക്ലബിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ക്രിക്മറുടെയും ഗിബ്സന്റെയും പരിശ്രമങ്ങളും മറ്റൊരു വസ്തു കൂടി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ടീമിൽ അപ്പോഴും കൊള്ളാവുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് യുദ്ധകാലത്തും പരിമിതമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ജാക്ക് റോളി ഇംഗ്ലണ്ട് ടീമിലെ സ്ഥിരം സെൻട്രൽ ഫോർവേഡായിരുന്നു. രാജ്യത്തെ ഏറ്റവും നല്ല ഇൻസൈഡ് ഫോർവേഡായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന സ്റ്റാൻ പിയേഴ്സണും ക്ലബിലെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു. കാര്യങ്ങളിങ്ങനെ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ടീമിലെ കളിക്കാർ തമ്മിൽ ഒത്തിണക്കം വേണമെങ്കിൽ പ്ലേയിങ് സൈഡിനെ ഏകോപിപ്പിക്കാൻ കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ പരിശീലകൻ കൂടിയേ തീരുവെന്ന് ബോർഡിന് തോന്നി. ആ ഘട്ടത്തിൽ നമ്മുടെ ലൂയി റോക്ക വീണ്ടും ആബൽ ബാന്ധവനായിട്ട് അവതരിച്ചു. ആ റോളിൽ പറ്റിയ ഒരാളെ തനിക്ക് അറിയാമെന്ന് റോക്ക പറഞ്ഞു. അയാളുടെ വളരെ അടുത്തൊരു സ്നേഹിതൻ കിങ്സ് ലിവർപൂൾ റെജിമെൻറ്റിൻ്റെ 9ാം ബറ്റാലിയനിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. പേര് കമ്പനി സാർജന്റ് മേജർ അലക്സാണ്ടർ മാത്യു ബെസ്ബി. രാവണനാണ് അയാൾ. ഫുട്ബോൾ കരിയറിൻ്റെ തുടക്കം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ടാണ്. പിന്നീട് ലിവർപൂളിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കളിക്കളത്തിൽ വളരെ ശാന്തനായി തികഞ്ഞ ഒത്തിണക്കത്തോടെ കളിച്ചിരുന്ന ബസ്ബി കളത്തിന് പുറത്തെ ശക്തികേന്ദ്രങ്ങളിലും നിത്യസാന്നിധ്യമായിരുന്നു. 1930 കാലത്ത് തന്നെ അന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്ന ബസ്ബിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിക്കാൻ വേണ്ടി ലൂയി റോക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ബസ്ബി ആവശ്യപ്പെട്ട 150 പൗണ്ട് പ്രതിഫലം നൽകാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല ക്ലബ്ബ് എന്നതുകൊണ്ട് ആ ഡീൽ അന്ന് നടക്കുന്നില്ല. പിന്നീട് ബസ്ബി മാഞ്ചസ്റ്റർ കാത്തലിക് സ്പോർട്സ്മാൻ ക്ലബ്ബിൽ ഇരിക്കെ ഇവർ തമ്മിൽ കൂടുതൽ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും റോക്കയ്ക്ക് ബസ്ബിയെ വല്ലാതെ ബോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1944 ഡിസംബർ 15-ന് കാര്യം അവതരിപ്പിച്ചുകൊണ്ട് റോക്ക ഒരു കത്ത് അയക്കുമ്പോൾ ലിവർപൂളിലായിരുന്നു ബസ്ബി. അവിടുത്തെ മാനേജർ ജോർജ് കെയുടെ അസിസ്റ്റന്റ് സ്ഥാനം നൽകാമെന്ന് അവർ പറഞ്ഞിരിക്കുന്ന സമയമാണ്. റോക്ക അന്ന് ബസ്ബിയും ഗിബ്സണും തമ്മിൽ ഒരു കൂടിക്കാഴ്ച സെറ്റ് ചെയ്യുന്നു. ക്രോംബി ഓവർകോട്ടും ഇട്ട് തയ്ച്ച പോലൊരു സ്യൂട്ടും കയ്യിലൊരു പൈപ്പും തലയിൽ വട്ടത്തിലുള്ളൊരു ഹാറ്റും ഒക്കെയായി ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും മയക്കുന്ന ഒരുതരം ഓറയുണ്ട് അന്ന് മാറ്റ് ബസ്ബിക്ക്. തനിക്ക് വേണ്ടത് എന്ത് എന്ന കാര്യത്തിൽ അയാൾക്ക് അസാധ്യമായിട്ടുള്ള വ്യക്തതയും ഉണ്ടായിരുന്നു. കളിക്കളത്തിൽ തൻ്റെ അഭിപ്രായത്തിനു മീതെ ഒരാളുടെയും, അതിന് ക്ലബിൻ്റെ ഡയറക്ടർമാർ തന്നെ ആയിരുന്നാലും, ഒരാളുടെയും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പാടില്ല എന്നതായിരുന്നു അക്കൂട്ടത്തിൽ ആദ്യത്തേത്. ടീമിലെ ഓരോ അംഗത്തെയും താൻ തന്നെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കും. കളിക്കാരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച തൻ്റെ തീരുമാനങ്ങളും അന്തിമമായിരിക്കും. ടീമിൽ വേണ്ട എന്ന് തനിക്ക് തോന്നുന്ന കളിക്കാരെ യഥേഷ്ടം വിറ്റൊഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി തനിക്ക് വേണം.
ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിലും കളിയെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്ത ഒരു ഔട്ട്സൈഡറിൻ്റെയും ഉപദേശം താൻ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഇതെല്ലാം സമ്മതിച്ച് ക്ലബിനെ തന്നെ നിരുപാധികം ഏൽപ്പിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ചെയർമാൻ മനസ്സിൽ കാണുന്ന രീതിയിലേക്ക് ക്ലബിനെ കൊണ്ട് എത്തിക്കാമെന്ന് ബസ്ബി വാക്ക് കൊടുത്തു. അങ്ങനെ കോച്ചായിട്ട് സ്ഥാനമേൽക്കുന്ന ബസ്ബി വെസ്റ്റ് ബ്രോമിച്ച് ആൽബിയോണിന്റെ ലെജൻഡറി ഹാഫ് ബാക്ക് ആയിട്ടുള്ള ജിമ്മി മർഫിയെ തന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് നിയമിക്കുന്നു. ടീമിന്റെ ഫിറ്റ്നസ് ആണ് ആദ്യം മെച്ചപ്പെടുത്തേണ്ടത് എന്ന് ബസ്ബി തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി മർഫിക്കൊപ്പം അദ്ദേഹം ടീം അംഗങ്ങളെ കർശനമായിട്ടുള്ള ഫിറ്റ്നസ് റൂട്ടീനുകൾക്ക് വിധേയമാക്കി. കോച്ച് എന്ന നിലയിൽ കളിക്കാരെ ഞെട്ടിക്കുന്നതിലോ അല്ലെങ്കിൽ അവരെ ബുള്ളി ചെയ്യുന്നതിലോ ഒന്നും ഒരർത്ഥവുമില്ല എന്ന് ബസ്ബി കരുതി. ഏതെങ്കിലും ഒരു കളിക്കാരൻ കളിക്കിടെ ഗുരുതരമായി എന്തെങ്കിലും പിഴവ് ചെയ്താലും അദ്ദേഹം ആ പ്ലെയറിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിക്കുക പതിവില്ലായിരുന്നു. പകരം അയാളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി തികച്ചും എൻകറേജിംഗ് ആയിട്ടുള്ള രീതിയിൽ അയാളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും. മാറ്റ് ബസ്ബിയുടെ കോച്ചിങ് ഫിലോസഫി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അദ്ദേഹം കളിക്കാരോട് പറഞ്ഞിരുന്ന അവസാനത്തെ ഒരു വാചകത്തിൽ കൃത്യമായി പ്രതിഫലിച്ചിരുന്നു. 5 വാക്കുകളാണ്: ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് പ്ലേ. 1950 അന്നുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി പുതിയ യുവതാരങ്ങളെ കണ്ടെത്തി സൈൻ ചെയ്തുകൊണ്ടിരുന്ന ലൂയി റോക്ക രോഗബാധിതനായിട്ട് മരിച്ചു പോകുന്നു. റോക്കയുടെ മരണം ബസ്ബിയെ സ്കൗട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് തന്നെ മാറ്റി ചിന്തിപ്പിച്ചു. കുറേക്കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പുത്തൻ തലമുറയിൽ നിന്ന് നിരന്തരം കളിക്കാരെ കണ്ടെത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ ക്ലബ്ബ് എണ്ണയിട്ട് യന്ത്രം പോലെ സുഗമമായിട്ട് പ്രവർത്തിക്കൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം ജോ ആംസ്ട്രോങ്ങിനെ ചീഫ് സ്കൗട്ട് സ്ഥാനത്തേക്ക് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തു. ക്ലബ്ബിൽ അന്നുവരെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് അങ്ങേറ്റം അമേച്ചറിഷായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്കൗട്ടിങ്ങിനെ പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം പിന്തുടർന്നു പോയ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അന്ന് ആംസ്ട്രോങ് ആണ്. ബേർഡ് ഡോഗ്സ് എന്ന പേരിൽ വിളിച്ചിരുന്ന ടാലൻറ്റ് സ്പോട്ടർമാരുടെ ഒരു നാഷണൽ വൈഡ് നെറ്റ്വർക്ക് തന്നെ ബസ്ബിയുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം അദ്ദേഹം സെറ്റപ്പ് ചെയ്യുന്നു. UK ഓരോ പ്രധാന റീജിയണിലും ആംസ്ട്രോങ്ങിൻ്റെ ട്രസ്റ്റഡ് സ്കൗട്ട്സ് പുതിയ താരോദയങ്ങൾക്ക് വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുമായിരുന്നു. 50കളിൽ പ്രൊഫഷണൽ ഫുട്ബോളിനെ ഒരു കരിയറായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് സാമാന്യത്തിലധികം കൺവിൻസിങ് വേണ്ടി വന്നിരുന്ന ഒരു സംഗതിയായിരുന്നു. ചീഫ് സ്കൗട്ട് ജോ ആംസ്ട്രോങ്ങും അസിസ്റ്റന്റ് മാനേജർ ജിമ്മി മർഫിയും ചേർന്ന് അത് ഏറ്റവും വേഗത്തിൽ ഏറെ ഭംഗിയായി തന്നെ നിർവഹിച്ചു. നന്നായി ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ആംസ്ട്രോങ് വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടും. ആദ്യം അവൻ്റെ അമ്മയുടെ വിശ്വാസം ആർജിച്ചെടുക്കും. അമ്മയിലൂടെ അച്ഛനിലേക്ക് എത്തും. അച്ഛന്മാർ സാധാരണ ഫുട്ബോൾ കോച്ചിങ്ങിനെ കുറിച്ചും കുട്ടിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ ആശങ്കപ്പെടുമ്പോൾ അമ്മമാരുടെ ചിന്ത തങ്ങളുടെ മക്കൾ ക്ലബിലെത്തിയാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടും, അവരുടെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം എങ്ങനെ നടക്കും, അവരുടെ ഭക്ഷണവും താമസവും ഒക്കെ എങ്ങനെ ആയിരിക്കും, അവരെങ്ങനെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടും, ഇതൊക്കെയാവും. ആ കാര്യങ്ങളൊക്കെയും വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി ആംസ്ട്രോങ് അവരുടെ ഗുഡ് ബുക്സിൽ ഇടം നേടും. പിന്നെ പതുക്കെ കാര്യം അവതരിപ്പിച്ച് മകൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി തങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബ് സ്വയം തിരഞ്ഞെടുക്കുകയാണ് എന്ന ബോധ്യം അവരിലുണ്ടാക്കും. ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ടീം സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തി. 1952 ഒരാളും പ്രതീക്ഷിക്കാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഗ് കിരീടം നേടി. 1911 ശേഷം ആദ്യമായിട്ട് അങ്ങനെ അവർ ചാമ്പ്യൻഷിപ്പ് ഉയർത്തി. അതോടെ ബസ്ബിയുടെ ആവേശവും ഇരട്ടിച്ചു. അദ്ദേഹം ജാക്കി ബ്ലാൻച്ച്ഫ്ലവർ, ജെഫ് വൈറ്റ്ഫുഡ്, മാർക്ക് ജോൺസ്, ഡങ്കൻ എഡ്വേർഡ്സ്, റോജർ ബൈൻ എന്നിങ്ങനെ ഒന്നിനൊന്ന് മികച്ച കളിക്കാരെ ടീമിലെത്തിച്ചു. ഇക്കൂട്ടത്തിൽ ഡങ്കൻ എഡ്വേർഡ്സ് എന്ന ടീനേജ് ഫുട്ബോൾ പ്രോഡിജിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്വയർ ചെയ്ത കഥ വളരെ രസകരമാണ്. 15-കാരനായിട്ടുള്ള ഡങ്കൻ എഡ്വേർഡ്സിനെ ബോൾട്ടൺ സൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന വിവരം ആദ്യമായിട്ട് കിട്ടുന്നത് ജിമ്മി മർഫിക്കാണ്. ഈ വിവരം അറിഞ്ഞ പാടെ അദ്ദേഹം ഒരു കാറും വാടകയ്ക്ക് എടുത്ത് ജോ ആംസ്ട്രോങ്ങിനെയും കൂട്ടി മാഞ്ചസ്റ്ററിൽ നിന്ന് ഡങ്കൻ്റെ വീട് വരെ ചെന്നു. രാത്രി 2 മണിക്കാണ് അവരവിടെ എത്തുന്നത്. അടുത്ത ദിവസം പുലരുമ്പോഴേക്കും അവർ ബോൾട്ടണിൽ പോകാനിരുന്ന ഡങ്കനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്തുവെന്നും ആ കുടുംബത്തെ അതിന് പ്രേരിപ്പിക്കാൻ വേണ്ടി അവർ പുതിയൊരു വാഷിംഗ് മെഷീൻ പോലും ഓർഡർ ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് പിന്നീടുണ്ടായ കഥ. എന്തായാലും ഇതേ ഡങ്കൻ എഡ്വേർഡ്സ് 16 വയസ്സും 185 ദിവസവും പ്രായമുള്ളപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ A ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തി. അന്ന് പത്രങ്ങൾ അവനെ വിളിച്ചത് എ മാൻ ഇൻ എ ബോയ്സ് ബോഡി എന്നാണ്. ഒരു 16 വയസ്സുകാരൻ ഉണ്ടാവുന്നതിനേക്കാളൊക്കെ വിരിഞ്ഞ ഉറച്ച മാരടവും പേശികൾ എഴുന്നു നിൽക്കുന്ന കാൽവണ്ണകളുമൊക്കെയായി ഡങ്കൻ ഗ്രൗണ്ടിലൂടെ എതിർ ടീമിൻ്റെ ഡിഫൻസിനെ കീറി മുറിച്ചുകൊണ്ട് ഒരസ്ത്രം പോലെ പന്തും കാലിലേന്തി എതിർ പോസ്റ്റ് ലക്ഷ്യമിട്ട് കുതിക്കുന്നത് കാണാൻ തന്നെ നല്ല ചന്തമായിരുന്നു. ഇടതും വലതും കാലുകൊണ്ട് ഒരുപോലെ ലോങ് പാസുകൾ നൽകാനും പന്തിനെ അനായാസം നിയന്ത്രിക്കാനും ഡ്രിബിൾ ചെയ്യാനും ഒക്കെ അവന് നിഷ്പ്രയാസം സാധിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ അസാമാന്യമായിട്ടുള്ള കായബലവും ഒടുക്കത്തെ സ്റ്റാമിനയും ഉണ്ടായിരുന്ന ഡങ്കൻ എഡ്വേർഡ്സിനെ കുറിച്ച് ലോകകപ്പും ബാലൻഡിയോറും ഒക്കെ നേടിയിട്ടുള്ള സുപ്രസിദ്ധ ഫുട്ബോൾ താരം ബോബി ചാൾട്ടൺ പറഞ്ഞ വാക്കുകൾ തന്നെ ആ പ്രതിഭയുടെ അപൂർവ സിദ്ധിക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ഹി വാസ് ദ ഓൺലി പ്ലെയർ ദാറ്റ് മേഡ് മീ ഫീൽ ഇൻഫീരിയർ. ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഐ ഹാവ് എവർ സീൻ ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഐ എവർ വിൽ സീ. കമ്പയർഡ് ടു ഹിം ദ റെസ്റ്റ് ഓഫ് us were like pygmies എന്നാണ് ചാൾട്ടൺ ഡങ്കൻ എഡ്വേർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 1955 ലീഗ് കിരീടം നേടിയത് ചെൽസി ആയിരുന്നു.
അക്കൊല്ലമാണ് ഫ്രഞ്ച് സ്പോർട്സ് ഡെയിലി ആയിട്ടുള്ള ലീ എക്വിപ്പിൻ്റെ ഗബ്രിയൽ ഹാനോട്ടിൻ്റെ കാർമ്മികത്വത്തിൽ ആദ്യത്തെ യൂറോപ്യൻ കപ്പ്, അതായത് ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് ആരംഭിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ അന്ന് ചെൽസിക്കും മാനേജർ ടെഡ് ഡ്രേക്കിനും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് അധികൃതർ അതിന് അവർക്ക് സമ്മതം കൊടുത്തില്ല. അങ്ങനെ ഒരു യൂറോപ്യൻ ലീഗിൽ ഇംഗ്ലണ്ടിൽ നിന്നൊരു ക്ലബ്ബ് പങ്കെടുത്തിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അടുത്ത കൊല്ലം, അതായത് 56-ൽ യുണൈറ്റഡ് ലീഗ് കിരീടം നേടിയപ്പോൾ മാറ്റ് ബസ്ബിക്കും അതേ ഇൻവൈറ്റ് UEFA നിന്ന് കിട്ടി. അദ്ദേഹം അത് ബോർഡിൽ വെച്ച് പാസ്സാക്കി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അനുമതിക്ക് വേണ്ടി ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് അധികൃതരെ സമീപിച്ചപ്പോൾ കഴിഞ്ഞ കൊല്ലം ചെൽസിയോട് എടുത്ത അതേ നിലപാട് തന്നെ അവർ യുണൈറ്റഡിനോടും ആവർത്തിച്ചു. പക്ഷേ ആ എതിർപ്പിന് മുന്നിൽ മുട്ടുമടക്കാൻ ബസ്ബി തയ്യാറായില്ല. അദ്ദേഹം അതിശക്തമായി തന്നെ അതിനുവേണ്ടി വാദിച്ചതോടെ ഒടുവിൽ ലീഗ് അധികൃതർക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ യുണൈറ്റഡ് യൂറോപ്യൻ ലീഗിലേക്ക് പ്രവേശിച്ചു. ബെൽജിയൻ ക്ലബ്ബ് ആൻഡർലച്ചുമായിട്ടായിരുന്നു യൂറോപ്യൻ കപ്പിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യത്തെ മത്സരം. 1956 സെപ്റ്റംബർ 12-ന് ബ്രസൽസിൽ വെച്ച് നടന്ന ആദ്യപാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ വിജയം നേടി. സ്കോർ 2-0. രണ്ടാം പാദ മത്സരം നടക്കാൻ നേരത്തേക്ക് ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളുടെ പണി തീർന്നിട്ടില്ലായിരുന്നതുകൊണ്ട് ആ മത്സരം അന്ന് മെയിൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അതിൽ ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡർലച്ചിനെ 10-0 തോൽപ്പിക്കുന്നു. ചാമ്പ്യൻഷിപ്പിലെ അടുത്ത മത്സരം അത്ലറ്റിക് ബിൽബാവുമായിട്ടായിരുന്നു. 1957 ജനുവരിയിൽ സ്പെയിനിൽ വെച്ച് നടന്ന ആദ്യപാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5-3 തോറ്റു. ഹോം മാച്ച് ഫെബ്രുവരി 6 മാഞ്ചസ്റ്ററിലെ മെയിൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമ്പോൾ യുണൈറ്റഡിന് വേണ്ടിയിരുന്നത് 3 ഗോളിൻ്റെ ലീഡാണ്. ആ മത്സരത്തിൽ ബസ്ബിയുടെ ചുണക്കുട്ടികൾ അന്നോളം ഒരു മാച്ചിൽ 3 ഗോളുകൾ വഴങ്ങിയ ചരിത്രമില്ലാതിരുന്ന ബിൽബാവോയെ 3-0 തോൽപ്പിച്ച് ലക്ഷ്യം കണ്ടു. ആ വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേടിക്കൊടുത്തത് ഒരു പാൻ ഇംഗ്ലണ്ട് പ്രസിദ്ധിയായിരുന്നു. ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ക്ലബിൻ്റെ വിജയഖ്യാതി യൂറോപ്പിലെങ്ങും പരന്നു. അക്കൊല്ലം തന്നെ മാറ്റ് ബസ്ബിയെ തേടി റയൽ മാഡ്രിഡിൽ നിന്ന് 1 ലക്ഷം പൗണ്ടിൻ്റെ ഒരു സ്വപ്ന ഓഫറും എത്തുന്നുണ്ട്. യുണൈറ്റഡ് ബസ്ബിക്ക് വർഷത്തിൽ വെറും 3250 പൗണ്ട് മാത്രം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓഫർ വന്നത് എന്ന് ഓർക്കണം. പക്ഷേ ബസ്ബിയെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജർ പദവി എന്നത് വെറും ഒരു ജോലി മാത്രമായിരുന്നില്ല. ആ ക്ലബ്ബുമായിട്ട് അല്ലെങ്കിൽ ആ നഗരവുമായി ബസ്ബിയെ വരിഞ്ഞു കെട്ടുന്ന കുറെ കൂടി ഗാഢമായിട്ടുള്ളൊരു വൈകാരിക ബന്ധം വേറെയും ഉണ്ടായിരുന്നു. അക്കൊല്ലം തന്നെ മാറ്റ് ബസ്ബിയെ തേടി റയൽ മാഡ്രിഡിൽ നിന്ന് 1 ലക്ഷം പൗണ്ടിൻ്റെ ഒരു സ്വപ്ന ഓഫറും എത്തുന്നുണ്ട്. യുണൈറ്റഡ് ബസ്ബിക്ക് വർഷത്തിൽ വെറും 3250 പൗണ്ട് മാത്രം പ്രതിഫലമായിട്ട് നൽകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഓഫർ എന്ന് ഓർക്കണം. പക്ഷേ ബസ്ബിയെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജർ പദവി എന്നത് വെറും ഒരു ജോലി മാത്രമായിരുന്നില്ല. ആ ക്ലബ്ബുമായി ആ നഗരവുമായി ബസ്ബിയെ വരിഞ്ഞു കെട്ടുന്ന കുറെ കൂടി ഗാഢമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിലവിലെ ശമ്പളത്തിൻ്റെ 30 ഇരട്ടിയോളം റയൽ അന്ന് ഓഫർ ചെയ്തിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടും ക്ലബ്ബ് വിട്ടുപോകാൻ ബസ്ബി തയ്യാറാവുന്നില്ല. ബസ്ബി മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് മത്സരങ്ങൾക്ക് വേണ്ടി ടീമംഗങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് തീവണ്ടിയിലാണ്. അതിന് പറ്റില്ല, അത്ര സമയം വണ്ടിക്കുള്ളിൽ പാഴാക്കാൻ അവർക്കില്ല, അവർ വിമാനത്തിൽ വേണം കൊണ്ടുപോകാൻ എന്ന നിലപാടെടുക്കുന്നത് ബസ്ബിയാണ്. മറ്റുള്ള ക്ലബ്ബുകൾ ടീമിനെ തീവണ്ടിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരങ്ങൾ മാത്രം വിമാനത്തിൽ പോയി തുടങ്ങി. യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് സമയം നഷ്ടപ്പെടുത്തേണ്ടി വരാതിരുന്നത്, ആ സമയം കൂടി പരിശീലനത്തിന് വേണ്ടി ചെലവിടാൻ സാധിച്ചത് അവരുടെ പ്രകടനത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്വാധീനങ്ങളും ചെലുത്തി തുടങ്ങി. എന്നാൽ ആ തീരുമാനം ക്ലബിനെ നയിച്ചത് അവർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വൻ ദുരന്തത്തിലേക്ക് കൂടിയായിരുന്നു. 1958 ഫെബ്രുവരി 5 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിശപ്തമായ ദിവസം. അന്ന് മ്യൂണിക്കിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ ക്ലബ്ബ് അന്നോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞില്ലാതെയായി. ഇന്നത്തെ പോലെ അന്നും ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗും യൂറോപ്യൻ കപ്പും ഒരേ സമയത്ത് ഡേറ്റുകൾ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് നടന്നിരുന്നത്. വീക്കെൻഡ്സിൽ സാധാരണ ശനിയാഴ്ചകളിൽ ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് ലീഗ് മാച്ചുകൾ നടക്കും. മിഡ് വീക്ക് സാധാരണ നിലയ്ക്ക് ബുധനാഴ്ചകളിൽ യൂറോപ്യൻ കപ്പ് മത്സരങ്ങളും നടക്കും. ഇംഗ്ലീഷ് ലീഗ് അധികൃതർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ യൂറോപ്യൻ കപ്പിൽ കളിക്കുന്നതിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ മുഷിപ്പിച്ച് യൂറോപ്യൻ കപ്പിൽ കളിക്കാൻ നടക്കുന്ന ക്ലബിനെതിരെ അവർ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്നാണെങ്കിൽ ക്ലബിൻ്റെ പക്കൽ സ്വന്തമായി തന്നെ അത്യാധുനികവും അതീവ സുരക്ഷിതമായിട്ടുള്ള ചാർട്ടേഡ് വിമാനങ്ങളുണ്ട്. അതിലാണ് അവർ താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്നത്. അന്നും വിമാന സർവീസ് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ അത്രയ്ക്ക് സുരക്ഷിതമല്ലായിരുന്നു അവ. എന്നു മാത്രമല്ല, കാര്യമായ ക്യാൻസലേഷനും ഡിലേയും ഒക്കെ വന്നിരുന്നു. എങ്ങാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന് യൂറോപ്യൻ കപ്പ് മത്സരം കളിക്കാൻ വേണ്ടി വിദേശത്ത് പോയി കൃത്യസമയത്ത് തിരികെ ഇംഗ്ലണ്ടിലെത്താൻ സാധിക്കാതെ പോയാൽ, അതിൻ്റെ പേരിൽ മത്സരം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഇംഗ്ലീഷ് ലീഗ് അധികൃതർ കാര്യമായ പോയിന്റ് കട്ടും കനത്ത പിഴകളുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടി ഈ വിമാനം ചാർട്ട് ചെയ്യുന്ന സീനൊക്കെ അന്ന് ഇത്ര പ്രൊഫഷണൽ അല്ലാതിരുന്നിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഷെഡ്യൂൾ പാലിക്കാൻ വേണ്ടി മാത്രം ഒരു വിമാനം ചാർട്ടർ ചെയ്ത് അതിൽ യാത്രകൾ ആക്കേണ്ടി വന്നിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് 5 ദിവസം മാത്രം മുമ്പ്
ഫെബ്രുവരി 1 ആർസണലുമായിട്ടൊരു ഹോം മാച്ച് നടന്നിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ആ മത്സരത്തിൽ ബസ്ബി ബേബ്സ് അവരുടെ മികച്ച ഫോം തന്നെ പുറത്തെടുത്തു. ഡങ്കൻ എഡ്വേർഡ്സും ബോബി ചാൾട്ടനും ടോമി ടൈലറുമൊക്കെ കളിക്കളത്തിൽ നിറഞ്ഞാടിയ ആ മാച്ചിൻ്റെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5, ആർസണൽ 4. താൻ വർഷങ്ങളായിട്ട് ഗ്രൂം ചെയ്തുകൊണ്ടിരുന്ന ക്ലബ്ബിലെ താരങ്ങൾ ഒരു മാച്ചിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ബസ്ബി ആഗ്രഹിച്ചുവോ അങ്ങനെ തന്നെ അവർ കളിച്ച ദിവസം. ശനിയാഴ്ച നടന്ന ഈ മത്സരത്തിനു പിന്നാലെ ക്ലബിന് ബുധനാഴ്ച റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെതിരെയുള്ള തങ്ങളുടെ യൂറോപ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനലിലെ സെക്കൻഡ് ലെഗ് അവേ മത്സരം കളിക്കാൻ വേണ്ടി ബെൽഗ്രേഡിലേക്ക് പോകേണ്ടിയിരുന്നു. ആദ്യപാദ മത്സരത്തിലെ 2-1 ലീഡോടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഇംഗ്ലണ്ടിനേക്കാൾ തണുപ്പ് കൂടുതലായിരുന്നു അന്ന് ബെൽഗ്രേഡിൽ. മൈതാനത്ത് മഞ്ഞും ഐസുമൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. വൻ ആക്രമണ മനോഭാവത്തോടെയാണ് യുണൈറ്റഡ് അന്ന് മത്സരത്തെ സമീപിക്കുന്നത്. 90 സെക്കൻഡ് തികയുന്നതിന് മുമ്പ് ഡെന്നിസ് വയലറ്റ് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു. 30-ാമത്തെയും 31-ാമത്തെയും മിനിറ്റുകളിൽ ബോബി ചാൾട്ടൺ 2 തവണ വല കുലുക്കി. ഹാഫ് ടൈമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-0 ലീഡിൽ. അഗ്രഗേറ്റ് സ്കോർ 5-1. രണ്ടാം പകുതിയിൽ റെഡ് സ്റ്റാർ അവരുടെ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റി. രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ബോറ കോസ്റ്റേക്ക് ഒരു ഗോൾ മടക്കി. 4 മിനിറ്റ് കൂടി കഴിഞ്ഞ് ലാസർ ടാസിക്കിനെ ബിൽ ഫോക്സ് ബോക്സിനുള്ളിൽ വെച്ച് ടാക്കിൾ ചെയ്തപ്പോൾ ഓസ്ട്രിയൻ റഫറി കാൾ കെയ്നർ വിസിൽ മുഴക്കി കൈ പെനൽറ്റി സ്പോട്ടിന് നേരെ ചൂണ്ടി. പെനൽറ്റി കിക്ക് എടുത്ത ലാസർ ടാസിക്കിന്റെ ബൂട്ടിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ട വല കാത്ത ഹാരി ഗ്രെഗറിയും താണ്ടി അകത്ത് കയറി. 8 മിനിറ്റിനുള്ളിൽ വീണ്ടും യുണൈറ്റഡ് ബോക്സിൽ റെഡ് സ്റ്റാറിന്റെ പടയോട്ടമുണ്ടായി. 58-ാം മിനിറ്റിൽ ബോറ കോസ്റ്റേക്ക് അതിശക്തമായൊരു ഷോട്ടിലൂടെ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വല കുലുക്കിയതോടെ മാച്ച് 3-3 സമനിലയിലെത്തി. പിന്നീട് റെഡ് സ്റ്റാറിന്റെ ആക്രമണ നിര പരമാവധി ഇരച്ചു കയറിയിട്ടും ഒരു ഗോൾ പോലും വഴങ്ങാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതിരോധ നിര പിടിച്ചു നിന്നതോടെ 5-4 എന്ന അഗ്രഗേറ്റ് സ്കോറിന് യുണൈറ്റഡ് യൂറോപ്യൻ കപ്പിന് സെമിയിലേക്ക് മുന്നേറി. 5-ാം തീയതി വൈകുന്നേരം റെഡ് സ്റ്റാർ ക്ലബിന്റെ വക ബെൽഗ്രേഡിലെ മജസ്റ്റിക് ഹോട്ടലിൽ ഇരു ടീമുകളുടെയും താരങ്ങൾക്ക് വേണ്ടി ഒരു ബാങ്ക്വറ്റ് ഡിന്നർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പരസ്പരം അറിയാത്ത ഭാഷയായിരുന്നുവെങ്കിലും കയ്യും കലാശവും ഒക്കെ കാണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും കളിക്കാർ തമ്മിൽ സംസാരിച്ചു, തമാശ പറഞ്ഞു, പൊട്ടിച്ചിരിച്ചു. സ്വതവേ കടുത്ത ഡിസിപ്ലിൻ്റെ ആളായിട്ടുള്ള മാറ്റ് ബസ്ബി എന്തോ അന്ന് തൻ്റെ കുട്ടികളെ അല്പം മദ്യപിക്കാനും അനുവദിച്ചു. ഡിന്നർ അവസാനിച്ച ശേഷം ഡങ്കൻ എഡ്വേർഡ്സും ടോമി ടൈലറും അടക്കമുള്ള ടീമിലെ ചെറുപ്പക്കാരായിട്ടുള്ള അംഗങ്ങൾ രാത്രി ഏറെ വൈകിയും ബെൽഗ്രേഡിലെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി പുറത്തുപോയി. തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള അവസാന രാത്രിയാണ് അത് എന്ന് അപ്പോൾ അവർക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസം, അതായത് 1958 ഫെബ്രുവരി 6 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം ഒരു ചാർട്ടേഡ് വിമാനത്തിൽ തങ്ങളുടെ അഭിശപ്തമായിട്ടുള്ള മടക്കയാത്ര ആരംഭിച്ചു. ബ്രിട്ടീഷ് യൂറോപ്യൻ എയർവേസ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന BA ഫ്ലൈറ്റ് 609 ഒരു ട്വിൻ എഞ്ചിൻ എയർ സ്പീഡ് AS-57 അംബാസഡർ വിമാനമായിരുന്നു. വിമാനത്തിൻ്റെ മുഖ്യ പൈലറ്റ് ക്യാപ്റ്റൻ ജെയിംസ് ടെയ്നും കോ പൈലറ്റ് ക്യാപ്റ്റൻ കെന്നത്ത് റെയ്മൻഡും റോയൽ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച പരിചയസമ്പന്നരായിട്ടുള്ള വൈമാനികരായിരുന്നു. ബെൽഗ്രേഡിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം മ്യൂണിക്കിൽ റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി നിർത്തി. അവിടെ നിന്ന് ജർമ്മൻ സമയം 14:19 വിമാനത്തിന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ക്ലിയറൻസ് കിട്ടി. അപ്പോൾ ക്യാപ്റ്റൻ റെയ്മൻഡ് ആയിരുന്നു ടേക്ക് ഓഫ് കൺസോളിൽ, ക്യാപ്റ്റൻ തെയ്ൻ റേഡിയോ ഇൻസ്ട്രുമെൻറ്റ് മോണിറ്ററിങ്ങിലും. ടാർമാക്കിലെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഫ്രീസിങ് ടെമ്പറേച്ചറാണ് പുറത്ത്. ഐസ്, സ്നോ, മഴ ഇത് മൂന്നും കൂടി എഞ്ചിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യം. ബൂസ്റ്റ് സർജിങ് എന്ന് വിളിക്കുന്ന എഞ്ചിൻ അപായകരമായ വിധത്തിലുള്ള ആക്സിലറേഷനുകളിലേക്ക് തന്നെത്താൻ പോകുന്ന ഒരവസ്ഥ. 2 തവണ ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ ഇങ്ങനൊരു അപായ സൂചന വന്നതുകൊണ്ട് ടേക്ക് ഓഫ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ ടേക്ക് ഓഫ് പരാജയപ്പെട്ട ശേഷം പൈലറ്റ് വിമാനത്തിലുണ്ടായിരുന്ന കളിക്കാർക്ക് തിരികെ എയർപോർട്ട് ലോഞ്ചിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുത്തു. അത്രയും നേരം മത്സരം ജയിച്ചതിൻ്റെ ആവേശത്തിലിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ അതോടെ പതുക്കെ ഉത്കണ്ഠയിലേക്ക് വഴുതി വീണു. വിങ്ങർ ജോണി ബറി തൻ്റെ വികാരം ഉച്ചത്തിൽ തന്നെ പ്രകടിപ്പിച്ചു. വി ആർ ഗോയിങ് ടു ഡൈ. ഇങ്ങനെയായിരുന്നു അയാളുടെ പ്രഖ്യാപനം. ടീമിലെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള ഡങ്കൻ എഡ്വേർഡ്സ് തിരികെ എയർപോർട്ട് ലോഞ്ചിൽ വന്ന ഉടനെ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് തപ്പിപ്പിടിച്ച് മാഞ്ചസ്റ്ററിലെ അദ്ദേഹത്തിൻ്റെ ലാൻഡ് ലേഡിക്ക് ഫ്ലൈറ്റ് ക്യാൻസലായി നാളെ വരൂ എന്നൊരു ടെലിഗ്രാം അടിച്ചു. എന്നാൽ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോഞ്ചിൽ വീണ്ടും അവർക്കുള്ള ബോർഡിംഗ് അനൗൺസ്മെൻറ്റ് മുഴങ്ങി. സ്റ്റേഷൻ എഞ്ചിനീയറുമായിട്ട് ചർച്ച ചെയ്ത ശേഷം ക്യാപ്റ്റൻ തെയ്ൻ ഒരു ടേക്ക് ഓഫ് ശ്രമം കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തവണ വളരെ പതുക്കെ ആക്സിലറേറ്റ് ചെയ്ത് നേരത്തെ ഉണ്ടായ എഞ്ചിൻ സർജിങ് ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നായിരുന്നു ക്യാപ്റ്റൻ്റെ ധാരണ. നേരത്തെ ടേക്ക് ഓഫിന് ശ്രമിച്ചപ്പോൾ എഞ്ചിനിൽ നിന്ന് വന്ന അസ്വാഭാവികമായിട്ടുള്ള ശബ്ദം അതിനിടയ്ക്ക് പല കളിക്കാരെയും ആശങ്കപ്പെടുത്തിയിരുന്നു. അഥവാ വിമാനമെങ്ങാനും ക്രാഷായാൽ പിറകിലെ സീറ്റുകളാണ് സുരക്ഷിതം എന്ന് കരുതി ടോമി ടൈലർ, ഡേവിഡ് പെഗ്, മാർക്ക് ജോൺസ്, എഡ്ഡി കോൾമാൻ എന്നിവർ തങ്ങളുടെ ഒറിജിനൽ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് വിമാനത്തിൻ്റെ പിന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിലേക്ക് മാറിയിരുന്നു. ഈ തീരുമാനം അല്പനേരത്തിനുള്ളിൽ അവർക്ക് വലിയ ദോഷം ചെയ്യും. 15:03 വിമാനം ടാക്സി ചെയ്ത് റൺവേയിലെത്തി റൺ ഡൗൺ ആരംഭിച്ചു. ഇനി അങ്ങോട്ടുള്ള സ്പീഡ് വളരെ പ്രധാനമാണ്. 2 നമ്പറുകൾ ഓർത്തു വയ്ക്കണം.
മണിക്കൂറിൽ 119 നോട്ട്സ് എന്നതാണ് ടേക്ക് ഓഫ് ചെയ്യാൻ വിമാനത്തിന് വേണ്ടുന്ന മിനിമം വേഗം. അതേസമയം 117 നോട്ട്സ് എന്ന സ്പീഡ് കടന്നാൽ പിന്നെ വീണ്ടും വിചാരത്തിന് സ്കോപ്പില്ല. പിന്നെ ടേക്ക് ഓഫ് സുരക്ഷിതമായി വേണ്ടെന്ന് വെച്ച് വിമാനം നിർത്താൻ വേണ്ടത്ര റൺവേ ബാക്കി ഉണ്ടാവില്ല. 100, 105, 110 എന്നിങ്ങനെ വിമാനം ആക്സിലറേറ്റ് ചെയ്ത് റൺവേയിലൂടെ മുന്നോട്ട് കുതിച്ചു വന്നുകൊണ്ടിരിക്കെ സ്പീഡ് പൈലറ്റുമാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 117 നോട്ട്സ് താണ്ടി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട 119 നോട്ട്സിലേക്ക് വിമാനത്തെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി പൈലറ്റ് ശ്രമിച്ച അതേ നിമിഷം റൺവേയുടെ അവസാന ഭാഗത്ത് ഉറഞ്ഞു കിടന്നിരുന്ന മഞ്ഞിൽ ആ വിമാനത്തിൻ്റെ ചക്രങ്ങൾ ഉടക്കി പോന്നു. ഈ മഞ്ഞ് ഒരു ഹാൻഡ് ബ്രേക്ക് എഫക്റ്റാണ് വിമാനത്തിനുണ്ടാക്കിയത്. 117 നോട്ട്സിൽ നിന്ന് 119 നോട്ട്സിലേക്ക് എത്തി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് പകരം വിമാനത്തിൻ്റെ വേഗം പെട്ടെന്ന് കുറഞ്ഞ് ആദ്യം 112 നോട്ട്സിലേക്കും പിന്നീട് 105 നോട്ട്സിലേക്കും കൂപ്പുകുത്തി. അതോടെ പൈലറ്റുമാർ പെട്ടുപോയി. വിമാനം അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടത്ര വേഗത ആർജിച്ചിരുന്നില്ല. എന്നാൽ ബ്രേക്ക് ഇട്ടാൽ നിൽക്കാത്തത്ര വേഗം അതിനായി കഴിഞ്ഞിരുന്നു താനും. പിന്നീട് അവിടെ നടന്നത് ആരുടെയും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ആ അംബാസഡർ വിമാനം റൺവേ താണ്ടി വിമാനത്താവളത്തിൻ്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഫെൻസിങ്ങും തകർത്ത് മുന്നിൽ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു. ആ വിമാനത്തിൻ്റെ ഇടതുവശം എയർപോർട്ടിന് ചേർന്നുള്ളൊരു വീട്ടിൽ ചെന്നിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ വിമാനത്തിൻ്റെ പോർട്ട് സൈഡ്, അതായത് ഇടത് ചിറകും പിന്നെ അതിൻ്റെ വാലിൻ്റെ ഭാഗവും ചിതറിത്തെറിച്ചു. ഇടത്തെ ചിറകും വാലും നഷ്ടമായ വിമാനം ആ വേഗത്തിൽ പിന്നെ യാതൊരു നിയന്ത്രണവും കൂടാതെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. അത് ചെന്നിടിക്കുന്നത് ഒരു ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഫ്യൂലും ടയറുകളും നിറച്ച ഒരു ട്രക്കിൻ്റെ മേലാണ്. അടുത്തതായിട്ട് അവിടെ കേൾക്കുന്നത് അത്യുഗ്രമായിട്ടുള്ള ഒരു സ്ഫോടന ശബ്ദമാണ്. വിമാനത്തിൽ അവശേഷിച്ചിരുന്ന അതിൻ്റെ സ്റ്റാർബോർഡ് സൈഡ് മുഴുവൻ ആ പൊട്ടിത്തെറിയിൽ ഛിന്ന ഭിന്നമായി പോയി. അന്ന് ആ വിമാനത്തിൽ 6 ക്യാബിൻ ക്രൂ അടക്കം 44 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 17 പേർ ക്ലബിലെ കളിക്കാരും 4 പേർ ക്ലബ് സ്റ്റാഫും 11 ജേർണലിസ്റ്റുകളും അതുകൂടാതെ 6 പേർ മറ്റ് യാത്രക്കാരുമായിരുന്നു. അതിൽ 21 പേർ തൽക്ഷണം മരിച്ചുപോയി. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ പിന്നീട് പരിക്കുകൾ മൂർച്ഛിച്ച് ആശുപത്രിയിൽ വെച്ചും മരിച്ചു പോകുന്നുണ്ട്. ഇനി കളിക്കാരുടെ കാര്യമെടുത്താൽ ഈ 17 പേരിൽ ജെഫ് ബെൻഡ്, റോജർ ബാൻ, എഡ്ഡി കോൾമാൻ, ഡങ്കൻ എഡ്വേർഡ്സ്, മാർക്ക് ജോൺസ്, ഡേവിഡ് പെഗ്, ടോമി ടൈലർ, ലയം വീലൻ എന്നിങ്ങനെ 8 പേർ ഈ അപകടത്തിൽ മരണപ്പെടുന്നു. ഡങ്കൻ എഡ്വേർഡ്സ് എന്ന അവരുടെ സ്റ്റാർ പ്ലെയർ ആദ്യഘട്ടത്തിൽ അപകടത്തെ അതിജീവിച്ചുവെങ്കിലും 15 ദിവസത്തോളം ഗുരുതരാവസ്ഥയിൽ കിടന്ന ശേഷം മരണത്തിന് കീഴടങ്ങി. അന്ന് ഈ വിമാനത്തിലുണ്ടായിരുന്ന വെറും 29 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബോബി ചാൾട്ടൺ സീറ്റോടെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയതുകൊണ്ട് മാത്രം ആ അപകടത്തെ അതിജീവിച്ചു. പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടിക്കൊടുത്തതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ അപകടത്തിൽ അത്ര സാരമില്ലാത്ത പരിക്കുകളോടെ അവശേഷിച്ച ഹാരി ഗ്രെഗ് എന്ന യുണൈറ്റഡ് ഗോൾ കീപ്പർ തിരികെ തീ ആളിക്കത്തുന്ന വിമാനത്തിൻ്റെ ഫ്യൂസിലേജിലേക്ക് പാഞ്ഞു വരികയും ഗർഭിണിയായിരുന്നൊരു യാത്രക്കാരിയെയും അവരുടെ കുഞ്ഞു മകളെയും ടീമിലെ മറ്റു പല അംഗങ്ങളെയും വലിച്ചു പുറത്തിട്ട് രക്ഷിക്കുകയും ചെയ്തു. ഈ എയർ ക്രാഷിനെ കുറിച്ച് നടന്ന അന്വേഷണത്തിൽ ആദ്യം കുറ്റം അപകടത്തെ അതിജീവിച്ച പൈലറ്റ് ക്യാപ്റ്റൻ തൈൻ്റെ തലയ്ക്ക് വന്നുവെങ്കിലും വിശദമായ അന്വേഷണത്തിൽ പ്രശ്നം റൺവേയിൽ അടിഞ്ഞ മഞ്ഞിൻ്റേതായിരുന്നു എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ടീമിൻ്റെ മാനേജർ മാറ്റ് ബസ്ബിയും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ അപകടത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റി. അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് തുളഞ്ഞു കയറി കാലുകൾക്ക് ഗുരുതരമായിട്ടുള്ള ഒടിവും സംഭവിച്ചു. ആശുപത്രിവാസത്തിനിടയ്ക്ക് ആരോഗ്യനില വല്ലാതെ വഷളായി 2 തവണ അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിക്കുക വരെ ചെയ്യുന്നുണ്ടെങ്കിലും ഒടുവിൽ അദ്ദേഹം ഈ അപകടത്തെ അതിജീവിക്കുന്നു. ഏറെ നാൾ അബോധാവസ്ഥയിൽ കിടന്ന ശേഷം കണ്ണു തുറക്കുന്ന ബസ്ബി തൻ്റെ ടീമിലെ കളിക്കാരുടെ പേരുകൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അവരിൽ പകുതി പേരും ആ അപകടത്തിൽ മരിച്ചുപോയി എന്നറിഞ്ഞ അദ്ദേഹത്തെ പിന്നീടുള്ള ദിവസങ്ങളിൽ കുറ്റബോധം വല്ലാതെ അലട്ടി. താൻ യൂറോപ്യൻ കപ്പിൽ ടീമിനെ മത്സരിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ, ക്ലബ്ബ് ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് ലീഗിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ഈ വിമാനയാത്രയോ അപകടമോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന ചിന്ത അദ്ദേഹത്തെ പിന്നീട് അങ്ങോട്ട് ആജീവനാന്തം അലട്ടുന്നുണ്ട്. ആ അപകടത്തെ താൻ അതിജീവിച്ചതിൽ പോലും അദ്ദേഹത്തിന് അന്ന് സങ്കടം തോന്നുന്നുണ്ട്. ഉള്ളിലെ കൊടുങ്കാറ്റുകളൊക്കെ ഒന്ന് അടങ്ങി ക്ലബിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വബോധം മനസ്സിൽ തിരിച്ചെത്തിയ ദിവസങ്ങളിൽ ഒന്നിൽ ബസ്ബി തന്നെ കാണാൻ ആശുപത്രിയിലെത്തിയ അസിസ്റ്റന്റ് ജിമ്മി മർഫിയോട് കീപ് ദ ഫ്ലാഗ് ഫ്ലൈയിങ് ജിം ടിൽ ഐ ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ കിടക്കവിട്ട് എഴുന്നേറ്റ് മാറ്റ് ബസ്ബി ഒരു ഊന്നുവടിയുടെ ബലത്തിൽ തിരികെ ഓൾഡ് ട്രാഫോർഡിൽ മടങ്ങിയെത്തുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതായിപ്പോയ ക്ലബിനെ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളിൽ അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ മുഴുകുന്നു. 60കളുടെ തുടക്കം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതാപം പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങിയ കാലമാണ്. വിൽ ഫോക്സിനെ പോലുള്ള സീനിയർ കളിക്കാരെ ടീമിലെ പുത്തൻ കുറ്റുകാർ മുതുക്കൻ എന്നൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന കാലം. കോച്ച് ബസ്ബിയെ വിമാനാപകടത്തിൻ്റെ ട്രോമ അപ്പോഴും വേട്ടയാടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശീലന മുറകൾ പഴഞ്ചൻ, കാലഹരണപ്പെട്ടത് എന്നൊക്കെ വിമർശിക്കപ്പെട്ടു. ഗോ ഔട്ട് ആൻഡ് പ്ലേ എന്ന ബസ്ബി ഫിലോസഫി ഡോൺ റെവിയെ പോലെയുള്ള ടെക്നോക്രാറ്റ് ആയിട്ടുള്ള മോഡേൺ ട്രെയിനർമാരുടെ മുന്നിൽ നിഷ്പ്രഭമാവുന്നതുപോലെ.
1962 ആയപ്പോഴേക്കും ക്ലബ്ബ് ലീഗ് ടേബിളിൽ ഏറ്റവും താഴത്തേക്ക് മെല്ലെ മെല്ലെ വീണുകൊണ്ടിരുന്നു. വിമാനാപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ക്ലബിനെ പ്രതി ഇംഗ്ലണ്ടിലുണ്ടാകുന്ന സെന്റിമെന്റും പതുക്കെ കെട്ടടങ്ങി തുടങ്ങി. ഫാൻസിന് ഇനി വേണ്ടിയിരുന്നത് ടീം കളി ജയിക്കുകയാണ്, അത് മാത്രമാണ്. ആ സമ്മറിൽ അതുവരെ നിലനിന്ന കൈപ്പിൻ്റെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാക്കിക്കൊണ്ട് ബസ്ബിയിൽ നിന്ന് ഏറെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമുണ്ടാവുന്നു. മുൻ സിറ്റി താരൻ ഡെന്നിസ് ലോയെ 1,15,000 പൗണ്ട് എന്ന വമ്പൻ പ്രതിഫലത്തുക നൽകി അതിൻ്റെ പേരിൽ കടത്തിലേക്ക് വഴുതി വീണുകൊണ്ടാണെങ്കിലും ക്ലബ്ബ് സ്വന്തമാക്കുന്നു. ഫീൽഡിൽ വളരെ ഷാർപ്പായിട്ടുള്ള, സദാ റെസ്ലെസ്സായി തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ലോ. അതേസമയം പൊസിഷൻ കിട്ടാൻ വേണ്ടി എന്ത് റിസ്ക്കും എടുക്കുന്ന സ്വഭാവവും ഇയാൾക്കുണ്ടായിരുന്നു. ഒരാളെ മാർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇടംബലം തിരിയാൻ സമ്മതിക്കാതെ കൂടെ ഉണ്ടാവും. അതുപോലെ ഉയർന്നു പൊന്തി വരുന്ന ക്രോസുകളിൽ തല കൊരുക്കുന്നതിന് മുമ്പ് നിമിഷാർദ്ധ നേരത്തേക്ക് വായുവിൽ തങ്ങി നിൽക്കാനുള്ള ലോയുടെ സിദ്ധിയും പ്രസിദ്ധമായിരുന്നു. ഡെന്നിസ് ലോ ടീമിൽ വന്നതിന് തൊട്ടു പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചീഫ് സ്കൗട്ടായിട്ടുള്ള ജോ ആംസ്ട്രോങ്ങിന് നോർത്തേൺ അയർലൻഡിലെ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ബേർഡ് ഡോഗായ ബോബ് ബിഷപ്പിൽ നിന്ന് ഒരു ഫോൺ വിളിയെത്തുന്നു. ഞാനൊരു ജീനിയസിനെ കണ്ടെത്തിയെന്നായിരുന്നു ബിഷപ്പിന് പറയാനുണ്ടായിരുന്നത്. ബെൽഫാസ്റ്റിൽ നിന്നെത്തുമ്പോൾ ഈ പയ്യന് ആകെ പ്രായം 15 വയസ്സ് മാത്രമാണ്. പേര് ജോർജ് ബെസ്റ്റ്. ഈ രണ്ടുപേർക്കുമൊപ്പം 1963 തൊട്ട് ടീമിൻ്റെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള ബോബി ചാൾട്ടൺ കൂടി ചേർന്നതോടെ മാഞ്ചസ്റ്ററിൻ്റെ ആക്രമണ നിര ശക്തി പ്രാപിച്ചു. ഇവർ മൂന്നുപേരും തമ്മിൽ അങ്ങനെ കാര്യമായിട്ടുള്ള മാനസിക അടുപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ അടിയും വഴക്കും പതിവായിരുന്നു. എന്നാൽ ക്ലബ്ബ് പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ അറിയപ്പെട്ടത് ഈ മൂവർ സംഘത്തിൻ്റെ പേരിലാണ്. മൂന്നുപേരും 3 വ്യത്യസ്ത പ്രകൃതങ്ങളായിരുന്നു. ഡെന്നിസ് ലോ ക്ലബിൻ്റെ ഉൽപ്പത്തിക്കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു വർക്കിംഗ് ക്ലാസ് ഹീറോ ഇമേജുള്ള പയ്യനായിരുന്നു. സാമാന്യത്തിൽ കവിഞ്ഞ ശരീര വലിപ്പം, ജേഴ്സിയുടെ സ്ലീവ് ഉള്ളം കൈ കൊണ്ട് ഇറുക്കി പിടിച്ചുകൊണ്ടാണ് ശരവേഗത്തിലുള്ള ഇയാളുടെ ഓട്ടം. ഗോളടിച്ചാൽ അത് ആഘോഷിക്കാൻ വേണ്ടി കൈകൾ ആകാശത്തേക്ക് ഉയർത്തുമ്പോഴും അതേ സ്ലീവ് ഉള്ളം കൈയിൽ ഭദ്രമായിരിക്കും. കളിക്കളത്തിൽ ഒരു പോരുകാളയുടെ ശൗര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോ കാട് വാരിക്കൂട്ടും. കൂട്ടത്തിലൊരു ആംഗ്രി യങ് മാൻ ആയിരുന്നു ഡെന്നിസ് ലോ. ലോ തീയായിരുന്നുവെങ്കിൽ ചാൾട്ടൺ ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. 58 വിമാനാപകടത്തെ അതിജീവിച്ച അദ്ദേഹം ടീമിൻ്റെ വഴികാട്ടി കൂടിയായിരുന്നു. ആവശ്യമില്ലാതെ ലൈംലൈറ്റിൽ കയറി നിൽക്കാനോ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽ ചെന്ന് പെടാനോ ഒരിക്കലും അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ബ്രിട്ടനിൽ രാജ്ഞി മുതൽക്ക് ഇങ്ങോട്ട് എതിർ ടീമുകളുടെ ആരാധകർക്ക് വരെ സർ ബോബി ചാൾട്ടനോട് വല്ലാത്ത ബഹുമാനമായിരുന്നു. മൂന്നാമൻ ജോർജ് ബെസ്റ്റ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആളൊരു ഫുട്ബോളർ ആണെന്ന് പോലും തോന്നില്ല. കണ്ടാൽ ആരും അയാളൊരു സിനിമാ താരമാണെന്നേ പറയൂ. സ്വകാര്യ ജീവിതത്തിലും നിറഞ്ഞ ആഡംബരങ്ങളോടെ കഴിഞ്ഞിരുന്നതുകൊണ്ട് ആരാധകർക്ക് അദ്ദേഹത്തോട് വലിയ മതിപ്പായിരുന്നു. അസാമാന്യ സിദ്ധികളൊക്കെയുള്ള, എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ കാര്യമായ അച്ചടക്കമൊന്നും ഇല്ലാത്ത ഇന്നത്തെ ചില ഫുട്ബോൾ ഐക്കണുകളുടെ എല്ലാം മുൻ മാതൃകയായിരുന്നു ജോർജ് ബെസ്റ്റ്. അങ്ങനെ ഈ 3 താരങ്ങളും കൂടി ഒരുമിച്ചതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിനെ ആർക്കും പിടിച്ചു കെട്ടാൻ സാധിക്കാതെയായി. അവരെ 3 പേരെയും ചേർത്ത് ലോകം ഒരു പേര് വിളിച്ചു, ദ ഗോൾഡൻ ട്രിനിറ്റി. ആ മൂവർ സംഘത്തിന്റെ പ്രകടനത്തിന്റെ ബലത്തിൽ യുണൈറ്റഡ് 1965 ലീഗ് കിരീടം നേടി. ഡോൺ റവിയുടെ പരിശീലനത്തിൽ കളത്തിലിറങ്ങിയ ലീഡ്സ് അടക്കം സകലരെയും അവർ തങ്ങളുടെ കേളി ശൈലി കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. 1967-68 സീസണിലെ യൂറോപ്യൻ കപ്പിന്റെ സെമിഫൈനലിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡ്രീം റൺ അതിന്റെ പാരമ്യത്തിലെത്തി. വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് പോർച്ചുഗീസ് ക്ലബ് ബെൻഫിക്കയുമായിട്ടായിരുന്നു അവരുടെ ഫൈനൽ. മത്സരത്തിന് തൊട്ടുമുമ്പ് ഡെന്നിസ് ലോയ്ക്ക് മുട്ടിന് പരിക്കേറ്റ് ടീമിന് പുറത്തു പോകേണ്ടി വന്നു. ബ്രയൻ കിഡ് എന്ന 19-കാരൻ പകരമെത്തി. 4-3-3 ഫോർമേഷനിലായിരുന്നു ടീം അന്ന് ഇറങ്ങിയത്. ബെൻഫിക്കയുടെ ലെജൻഡറി സ്ട്രൈക്കർ യൂസേബിയോയെ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്ബി നോബി സ്റ്റൈൽസിനെ ചുമതലപ്പെടുത്തി. ഒന്നാം പകുതി മുഴുവൻ തുടർച്ചയായിട്ടുള്ള കയ്യാങ്കളികളായിരുന്നു. ബെസ്റ്റിനെ വട്ടമിട്ട് പൂട്ടുകയായിരുന്നു തുടക്കം മുതലുള്ള ബെൻഫിക്കയുടെ തന്ത്രം. 53-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിന് മൂലയ്ക്കിൽ നിന്ന് ഡേവിഡ് സാഡ്ലർ തൊടുത്തുവിട്ട ക്രോസിന് ബോബി ചാൾട്ടൻ കൃത്യമായി ചെന്ന് തലവെച്ചതോടെ യുണൈറ്റഡിന്റെ ആദ്യത്തെ ഗോൾ പിറന്നു. ഗോൾ വീണ നിമിഷം തൊട്ട് ബെൻഫിക്കയും ആക്രമിച്ചു തന്നെ കളിച്ചു. ഒടുവിൽ 79-ാം മിനിറ്റിൽ വിങ്ങിലൂടെ പുരോഗമിച്ച ഒരു മുന്നേറ്റത്തിനൊടുവിൽ പെനാൽറ്റി ബോക്സ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ക്രോസ് ഉയർന്നു വന്നു. അതിൽ തലവെക്കാൻ പാകത്തിന് ബോക്സിൽ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ ഹോസെ അഗസ്റ്റോ ടോറസ് നിൽപ്പുണ്ടായിരുന്നു. പന്ത് ബോക്സിലേക്ക് ഹെഡ് ചെയ്യുന്നതിന് പകരം ടോറസ് അതിനെ ബോക്സിനുള്ളിൽ നിലത്തേക്കാണ് ഹെഡ് ചെയ്തിട്ടത്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി ബെൻഫിക്കയുടെ മിഡ്ഫീൽഡർ ജെയ്മി ഗ്രാഷയും ബോക്സിനുള്ളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് പുറപ്പെട്ട തീയുണ്ട യുണൈറ്റഡിന്റെ ഗോളി അലക്സ് സ്റ്റെപ്പനിയെ മറികടന്നുകൊണ്ട് വല കുലുക്കി. സ്കോർ 1-1. 89-ാം മിനിറ്റിൽ യുണൈറ്റഡ് പ്രതിരോധ നിരയിലെ കളിക്കാരെ ഒന്നൊന്നായി വെട്ടിച്ചുകൊണ്ട് യൂസേബിയോയുടെ ഒരു മിന്നൽ നീക്കം വരുന്നു. അദ്ദേഹം പോസ്റ്റ് ലക്ഷ്യമാക്കി നിറയൊഴിച്ചുവെങ്കിലും അത് ഗോളി അലക്സ് സ്റ്റെപ്പനി തടുത്തിരുന്നു. ഈ സേവ് നടന്നപാടെ യുസേബിയോ കീപ്പർ അലക്സ് സ്റ്റെപ്പനിയുടെ അടുത്തെത്തി അദ്ദേഹത്തെ തോളിൽ തട്ടി പ്രശംസിക്കുന്നത് അന്ന് വാർത്തയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫൈനൽ വിസിൽ വരെ സമനിലയിൽ തുടർന്ന മത്സരം എക്സ്ട്രാ ടൈമിൽ തിരിയുന്നു. എതിർ ഹാഫിൽ നിന്ന് ബെസ്റ്റിന് ലക്ഷ്യമിട്ടുകൊണ്ട് സ്റ്റെഫനിയുടെ ഒരു ലോങ് ക്ലിയറൻസ്.
അത് കൃത്യമായി ലക്ഷ്യം കണ്ടപ്പോൾ അതിനെ ബെൻഫിക്ക പോസ്റ്റിൽ എത്തിക്കാൻ നിഷ്പ്രയാസം ബെസ്റ്റിന് സാധിച്ചു. മിനിറ്റുകൾ മാത്രം കഴിഞ്ഞ് ചാൾട്ടനെടുത്ത ഒരു കോർണറിൽ നിന്ന് അന്ന് അവസാന നിമിഷം ലോയ്ക്ക് പകരം ടീമിലെത്തിയ 19-കാരൻ ബ്രയൻ കിഡും ഗോൾ കണ്ടെത്തി. അടുത്തതായി ഒരിക്കൽ കൂടി ഗോളടിച്ച ചാൾട്ടൺ സ്കോർ 4-1 ഉയർത്തി. മ്യൂണിക്കിൽ എല്ലാം തകർന്നടിഞ്ഞു പോയതിന് 10 വർഷങ്ങൾക്കിപ്പുറം 1968 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്യൻ കപ്പ് സ്വന്തമാക്കി. ആ ട്രോഫി ഉയർത്തിപ്പിടിക്കുമ്പോൾ അന്ന് അപകടത്തെ താൻ അതിജീവിച്ചത്, തൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കൊപ്പം തൻ്റെയും പ്രാണൻ പൊലിഞ്ഞു പോകാതെ ദൈവം ബാക്കിയാക്കിയത് ഒരുപക്ഷെ ഈ നിമിഷത്തിന് വേണ്ടി ആകുമെന്ന് മാറ്റ് ബസ്ബി ആശ്വസിച്ചു. വെംബ്ലിയിൽ കിരീടം നേടിയ പ്ലേയിങ് 11-ൽ 8 ഹോം ഗ്രൗൺ പ്ലേയേഴ്സും 3 ബോട്ട് പ്ലേയേഴ്സുമാണ് ഉണ്ടായിരുന്നത്. 10 വർഷം മുമ്പ് ബെൽഗ്രേഡിൽ കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ അനുപാതം. മാഞ്ചസ്റ്റർ വിജയിക്കുന്നെങ്കിൽ അത് മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ചുണക്കുട്ടികളുടെ മികവിൽ തന്നെ ആകണമെന്ന് ബസ്ബി 10 വർഷം മുമ്പേ കണ്ടു തുടങ്ങിയിരുന്ന സ്വപ്നം അന്ന് സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. യൂറോപ്യൻ കപ്പ് നേട്ടത്തിന് പിന്നാലെ ബസ്ബിക്ക് സർ പദവി കിട്ടി. അടുത്ത സീസണിൻ്റെ അവസാനത്തോടെ സർ മാറ്റ് ബസ്ബി മാനേജർ സ്ഥാനത്തു നിന്ന് വിരമിക്കുകയും ചെയ്തു. ബസ്ബിയുടെ റിട്ടയർമെൻറ്റിന് ശേഷം ക്ലബിന് മുന്നോട്ട് എന്ത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയുണ്ടായി. കളിക്കാർ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലും അധികം സമയം ഡ്രസ്സിംഗ് റൂമിൽ ഗതകാല പ്രൗഢിയുടെ സ്മരണകളായി വെട്ടി ചെലവിട്ടു. പലരും മദ്യപാനികളായി. കൃത്യമായി അവർ ട്രെയിനിങ്ങിന് വരാതെയായി. മാനേജർമാരാണെങ്കിൽ വരുന്നതും പോകുന്നതും ഒന്നും അറിയാതെയായി. അതേസമയം ലീഗിലെ അവരുടെ മുഖ്യ എതിരാളികളിലൊന്നായിട്ടുള്ള ലിവർപൂൾ ആണെങ്കിൽ അവരുടെ ബൂട്ട് റൂം സിസ്റ്റത്തിൻ്റെ ബലത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ മികച്ചൊരു ക്ലബ്ബായി ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് 1986 നവംബർ 6 സ്കോട്ടിഷ് ക്ലബ്ബ് ആബർഡീനിൽ നിന്ന് പുതിയ മാനേജർ അലക്സ് ഫെർഗൂസന്റെ വരവ്. എന്നും രാവിലെ കൃത്യം 7:30 മണിക്ക് അദ്ദേഹം ക്ലബ്ബിലെത്തും. വന്നിറങ്ങിയ ആദ്യ വാരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിൻ്റെ ചരിത്രം ഉള്ളിലേക്ക് എടുക്കാനാണ് അദ്ദേഹം ചെലവിട്ടത്. അത് വിവരിക്കുന്ന ഓരോ തുണ്ട് കടലാസും ഫെർഗൂസൻ മനസ്സിരുത്തി വായിച്ചു. സർ മാറ്റ് ബസ്ബിയും ജിമ്മി മർഫിയും അടക്കം ക്ലബ്ബുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നവരെ എല്ലാം നേരിൽ ചെന്ന് കണ്ട് ഫെർഗൂസൻ സുദീർഘ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. ക്ലബിൻ്റെ ഫാൻസിനോടും സ്പോർട്സ് ജേർണലിസ്റ്റുകളോടും ക്യാൻറ്റീൻ ജീവനക്കാരോടും ക്ലബ് ലോണ്ടറിയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടും എന്തിന് സ്റ്റേഡിയത്തിൻ്റെ ജനൽച്ചിലുകൾ തുടയ്ക്കുന്ന കരാർ ജീവനക്കാരോട് വരെ അദ്ദേഹം ക്ലബിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കുന്നുണ്ട്. തനിക്ക് പരിശീലിപ്പിക്കാൻ കിട്ടിയ ടീമിന് പ്രതിഭയ്ക്ക് ക്ഷാമമൊന്നും ഇല്ലെങ്കിലും അവരിൽ പലരും ശാരീരിക ക്ഷമത ഇല്ലാത്തവരും അച്ചടക്കം തൊട്ടുചേണ്ടിയിട്ടില്ലാത്തവരുമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ ജോലി ആരംഭിക്കുന്നതും. പ്രൊഫഷണലിസം അദ്ദേഹം ക്ലബ്ബിലെ ഓരോരുത്തർക്കും നിർബന്ധമാക്കി. കളിക്കാരോട് മുടി പറ്റേ വെട്ടിച്ചും താടി ക്ഷൗരം ചെയ്തുമല്ലാതെ ഗ്രൗണ്ടിലേക്ക് വരരുത് എന്ന് അദ്ദേഹം ശഠിച്ചു. ക്ലബ് ഡ്യൂട്ടി സമയത്ത് എല്ലാവരും ട്രാക്ക് ഷൂട്ടും ബ്ലേസറും നിർബന്ധമായും ധരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം പതുക്കെ മാറി തുടങ്ങി. പക്ഷേ ഫെർഗൂസൻ കോച്ചായി സ്ഥാനം ഏറ്റെടുത്ത് 3 വർഷം പിന്നിട്ടിട്ടും ലീഗിൽ കളികൾ ജയിക്കാൻ മാത്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയുന്നുണ്ടായിരുന്നില്ല. 1989 ഡിസംബറിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ നടന്ന ഒരു ലീഗ് മത്സരത്തിൽ യുണൈറ്റഡ് 2-1 തോറ്റുപോയപ്പോൾ പീറ്റർ മോളിനെക്സ് എന്നൊരു ഫാൻ ക്ലബിന് മുന്നിൽ വെള്ള ബെഡ്ഷീറ്റിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയ ഒരു ബാനർ വലിച്ചു കെട്ടുന്നു. 3 years of excuses and it's still crap ടാര ഫെർഗി. ഒഴിവുകഴിവുകളുടെ 3 വർഷങ്ങൾ, എന്നിട്ടും ഒരു മാറ്റവുമില്ലല്ലോ ഫെർഗൂസ എന്നാണ് ആ ബാനറിൽ എഴുതി വെച്ചിരുന്നത്. 1990 ജനുവരി 10 FA കപ്പിൻ്റെ 3-ാം റൗണ്ടിൽ യുണൈറ്റഡിൻ്റെ കളി നോട്ടിംഗ്ഹാമുമായിട്ടാണ്. ഫസ്റ്റ് ഡിവിഷനിൽ തുടർച്ചയായിട്ട് 8 മത്സരങ്ങളിൽ അവർക്ക് ഒരു ജയം പോലും നേടാൻ സാധിച്ചിട്ടില്ല. പഴയ പോലെ വീണ്ടും ക്ലബ്ബ് തരം താഴ്ത്തലിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. 2 ദിവസം മുമ്പിറങ്ങിയ ദി സൺ പത്രത്തിൽ ഫെർഗൂസനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫുൾ ലെങ്ത് ഫീച്ചർ അച്ചടിച്ചു വന്നു കഴിഞ്ഞു. ഈ മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് BBC ആണ്. BBC-യുടെ സ്പോർട്സ് റിപ്പോർട്ടർ ജിമ്മി ഹിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള മാഞ്ചസ്റ്ററിൻ്റെ ട്രെയിനിങ് സെഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത്, യുണൈറ്റഡ് ടീമിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒട്ടും പ്രതീക്ഷ കാണുന്നില്ല, അവർ ഇപ്പോൾ തന്നെ തോൽവി സംബന്ധിച്ച മട്ടാണ് എന്നാണ്. കോച്ച് ഫെർഗൂസനെ മാറ്റുന്നതിനെക്കുറിച്ച് ക്ലബ് മാനേജ്മെൻറ്റ് ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള സമാശ്വാസ സന്ദേശം ക്ലബിൻ്റെ ചെയർമാൻ മാർട്ടിൻ എഡ്വേർഡ്സിൽ നിന്ന് മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ വരുന്നുണ്ടെങ്കിലും കളിക്കാർ 1-ാം പകുതിയിൽ തങ്ങളുടെ കോച്ചിന് യാത്രയപ്പ് എന്ന പോലെ പരമാവധി ആത്മാർത്ഥതയോടെ തന്നെ കളിക്കുന്നുണ്ട്. കളിയുടെ 57-ാം മിനിറ്റിൽ ജൂനിയർ ടീമിൽ നിന്ന് ആയിടെ മാത്രം യുണൈറ്റഡിൻ്റെ 1-ാം നിരയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഫുൾ ബാക്ക് ലീ മാർട്ടിൻ കളിക്കളത്തിന് പുറത്തേക്ക് പൊക്കൊണ്ടിരുന്ന പന്തിനെ ഓടിച്ചിട്ട് പിടിച്ച് അത് സെൻറ്റർ ഫോർവേഡ് മാർക്ക് ഹ്യൂഗ്സിന് പാസ് കൈമാറുന്നു. അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ഫസ്റ്റ് ടൈം അസിസ്റ്റ് അവരുടെ സെക്കൻഡ് സ്ട്രൈക്കർ മാർക്ക് റോബിൻസ് കൃത്യമായി തന്നെ ഹെഡ് ചെയ്തത് ഗോളി സ്റ്റീവ് സട്ടനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് നോട്ടിംഗ്ഹാമിൻ്റെ വല കുലുക്കുന്നു. ആ കളി 1-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ നേടിയ ഈ വിജയം യുണൈറ്റഡിൻ്റെ ചരിത്രത്തിൽ ഫെർഗൂസന്റെ പണി കളയാതെ കാത്ത വിജയം എന്ന പേരിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് ക്രിസ്റ്റൽ പാലസിനെതിരായിട്ടുള്ളൊരു മത്സരത്തിലാണ് ഗാലറിയിൽ ആദ്യമായി ഒരു ടാര ഫെർഗി ബാനർ ഉയരുന്നത്.
അതേ ക്രിസ്റ്റൽ പാലസിനെ തന്നെ യുണൈറ്റഡിന് FA കപ്പിൻ്റെ ഫൈനലിൽ വീണ്ടും നേരിടേണ്ടി വരുന്നു. പക്ഷേ ഇത്തവണ വിജയം യുണൈറ്റഡിനൊപ്പമായിരുന്നു. 5 വർഷത്തെ കിരീടദാരിദ്ര്യത്തിന് അറുതി വരുത്തിയ ഒരു വിജയം. എന്നാൽ ഫെർഗൂസന്റെ മനസ്സിലെ ലക്ഷ്യം കുറെ കൂടി വലുതായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി യുണൈറ്റഡിന് ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് ലീഗിലെ കിരീടം നേടാൻ സാധിച്ചിരുന്നില്ല. ബസ്ബിയുടെ കാലത്ത് 67 അവസാനമായി അവർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത്. FA കപ്പ് നേട്ടം ഫെർഗൂസനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലീഗ് കിരീടം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു. FA കപ്പ് ജയിച്ചതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത വർഷത്തെ യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പിലേക്ക് യോഗ്യത നേടുന്നു. ഹേസൽ സ്റ്റേഡിയം ദുരന്തത്തെ തുടർന്ന് UEFA ഇംഗ്ലീഷ് ടീമുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന 5 ഇയർ ബാനിന് ശേഷം ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് ടീമായി അതോടെ യുണൈറ്റഡ് മാറി. 1985 ഫുട്ബോൾ കമ്മ്യൂണിറ്റിയെ നടുക്കിയ ഹേസൽ ദുരന്തമുണ്ടാകുന്നത്. അക്കൊല്ലം ബ്രസൽസിൽ വെച്ച് നടന്ന യൂറോപ്യൻ കപ്പ് ഫൈനലിൽ ജുവന്റസും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ന്യൂട്രൽ ഏരിയയിൽ വെച്ച് ജുവന്റസ് ആരാധകർക്ക് നേരെ അക്രമാസക്തരായിട്ട് പാഞ്ഞെടുക്കുന്നു. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 39 കാണികൾ കൊല്ലപ്പെടുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗവും ജുവന്റസ് ആരാധകർ തന്നെയായിരുന്നു. ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികളെ അല്ലെങ്കിൽ തന്നെ തെമ്മാടികൾ എന്ന് കണ്ടിരുന്ന യൂറോപ്യൻ ക്ലബ് മാനേജ്മെൻറ്റുകൾ അതോടെ കുപിതരാകുന്നു. അവരുടെ ആവശ്യപ്രകാരം അടുത്ത 5 വർഷത്തേക്ക് UEFA ഇംഗ്ലീഷ് ക്ലബ്ബുകളെ ഒന്നടങ്കം യൂറോപ്യൻ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. ആ വിലക്ക് തീരുന്ന സമയത്തേക്കായിരുന്നു യുണൈറ്റഡിൻ്റെ FA കപ്പ് വിജയവും കപ്പ് വിന്നേഴ്സ് കപ്പിലെ യോഗ്യതാ നേട്ടവും. എന്തായാലും കപ്പ് വിന്നേഴ്സ് കപ്പിൽ ഒരു ജൈത്രയാത്ര തന്നെ നടത്തിയ യുണൈറ്റഡ് ഫൈനലിൽ ബാഴ്സലോണയെ 2-1 തോൽപ്പിച്ച് കിരീടം നേടുന്നു. ഫെർഗൂസനും പിള്ളേരും അന്ന് കപ്പടിച്ചത് യുണൈറ്റഡിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഇംഗ്ലണ്ടിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിരുന്നു അത്. ഈ ഒരു ജയത്തോടെ അലക്സ് ഫെർഗൂസനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ സർ മാറ്റ് ബസ്ബിയുമായി പോലും താരതമ്യപ്പെടുത്താൻ തുടങ്ങി. 2 പതിറ്റാണ്ട് കാലത്തെ ക്ഷാമം തീർത്ത് ഇംഗ്ലീഷ് ലീഗ് കിരീടം തങ്ങൾക്ക് നേടിത്തരാൻ ഫെർഗൂസിന് സാധിക്കുമെന്ന് പോലും അവർ സ്വപ്നം കണ്ടു തുടങ്ങി. 1981 മുതൽക്ക് യുണൈറ്റഡിൻ്റെ യൂത്ത് ടീമിനെ പരിശീലിപ്പിച്ചു വന്നിരുന്നത് കോച്ച് എറിക് ഹാരിസൺ ആയിരുന്നു. തുടക്കകാലത്ത് യൂത്ത് ടീമിൻ്റെ പ്രകടനം വളരെ ശോകമായിരുന്നു. ആ കുട്ടികളിൽ നിന്ന് സീനിയർ ടീമിലേക്ക് ആരും തന്നെ എത്തുമെന്ന് ഹാരിസന് പോലും പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ 1990 FA കപ്പ് വിജയത്തിന് ശേഷം ക്ലബ് മാനേജ്മെൻറ്റിന് ഹോം ഗ്രൗൺ പ്ലേയേഴ്സിൽ വിശ്വാസം വർദ്ധിച്ചു. ഹാരിസന്റെ യൂത്ത് അക്കാദമിയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ അവർ തയ്യാറായി. ആ നഴ്സറിയിൽ നിന്നാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഡേവിഡ് ബെക്കാം, നിക്കി ബട്ട്, ഗാരി നെവിൽ, ഫിൽ നെവിൽ, റയൻ ഗിഗ്സ്, പോൾ സ്കോൾസ് എന്നിങ്ങനെയുള്ള പുത്തൻ താരോദയങ്ങൾ ഉണ്ടായി വരുന്നത്. അവർ ഓരോരുത്തരും ഓരോ തരത്തിൽ സ്പെഷ്യൽ പ്ലേയേഴ്സ് ആയിരുന്നു. ബെക്കാം ആണെങ്കിൽ ഡ്രിബിളിങ്ങിനേക്കാൾ കൃത്യം ക്രോസുകൾ നൽകുന്നതിൽ മിടുക്ക് കാണിച്ചു. ഗിഗ്സ് നേരെ തിരിച്ച് ഡ്രിബിളിങ്ങിൽ മികവ് പുലർത്തി. ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ പതിവ് ബോക്സ് ടു ബോക്സ് രീതിക്ക് വിരുദ്ധമായി സ്പാനിഷ് അല്ലെങ്കിൽ ഇറ്റാലിയൻ രജിസ്റ്റർ രീതി പിന്തുടരുന്ന കളിക്കാരനായിരുന്നു പോൾ സ്കോൾസ്. ഈ ടീനേജ് താരങ്ങളെല്ലാം സ്വന്തം മക്കളെ എന്ന പോലെ സ്നേഹിച്ചുകൊണ്ടാണ് ഹാരിസൺ വളർത്തിക്കൊണ്ടുവന്നത്. 1992 ഇംഗ്ലീഷ് സീസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളതാണ് എന്ന് പലരും ധരിച്ചു. ഏപ്രിൽ 1 വരെ അവർ പോയിന്റ്സ് ടേബിളിൽ 1-ാമതായിരുന്നു. ലീഡ്സ് യുണൈറ്റഡ് ആയിരുന്നു 2-ാമത്. അപ്പോഴേക്കും ലീഡ്സ് 38 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിരുന്നു. യുണൈറ്റഡ് ആണെങ്കിൽ 36 എണ്ണമേ കളിച്ചിട്ടുള്ളൂ. ഈ ഗെയിംസ് ഇൻ ഹാൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. ആ മത്സരങ്ങളിൽ ജയിച്ചാൽ ലീഗ് കിരീടത്തോടെ നിങ്ങൾക്ക് അടുക്കാനാവും. പക്ഷേ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഡിലേ ആവുന്ന മത്സരങ്ങൾ ഒടുവിൽ സീസൺ തീരും മുമ്പ് കളിച്ചു തീർക്കേണ്ട ബാധ്യത കൂടി ആ ക്ലബിൻ്റേത് തന്നെയാണ്. യുണൈറ്റഡിനൊടുവിൽ ഏപ്രിൽ പകുതിയോടെ വെറും 6 ദിവസത്തെ ഇടവേളയിൽ 4 മത്സരങ്ങളാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കളിക്കേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അന്ന് ക്ലബിന് സാധിക്കുന്നില്ല. കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന 12 പോയിന്റിൽ അവർക്ക് ആകെ കിട്ടിയത് വെറും ഒരൊറ്റ പോയിന്റ് മാത്രമാണ്. ആ സീസണോടെ തരം താഴ്ത്തപ്പെട്ട ക്ലബ്ബായിട്ടുള്ള ലൂട്ടനുമായിട്ടുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. നോട്ടിംഗ്ഹാമിനോട് യുണൈറ്റഡ് തോറ്റുപോയി. ടേബിളിൽ ഏറ്റവും താഴെ കിടന്ന വെസ്റ്റ് ഹാമിനോട് പോലും യുണൈറ്റഡ് അന്ന് തോൽക്കുന്നുണ്ട്. ഒടുവിൽ 1992 ഏപ്രിൽ 26 ലിവർപൂളിനെതിരായിട്ടുള്ള മരണക്കളിക്ക് വേണ്ടി ആൻഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ യുണൈറ്റഡിന് ലീഗ് കിരീട സാധ്യത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ജയം കൂടിയേ തീരൂ എന്ന അവസ്ഥയായിരുന്നു. കഴിഞ്ഞ 25 കൊല്ലമായി യുണൈറ്റഡിന് ഒരിക്കൽ പോലും ലീഗ് കിരീടം നേടാനായിട്ടില്ല എന്ന് നന്നായി അറിയാമായിരുന്ന ലിവർപൂളിൻ്റെ ഫാൻസ് അന്ന് ഗാലറിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് യുണൈറ്റഡ് ഫാൻസിനെ ചൊറിയാൻ വേണ്ടി യു വിൽ നെവർ വിൻ ദ ലീഗ് എന്ന് പാടിക്കൊണ്ടിരുന്നു. ആ നെഗറ്റീവ് ആംബിയൻസിൽ നല്ല പ്രകടനം പുറത്തെടുക്കാൻ യുണൈറ്റഡിൻ്റെ താരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സാധിക്കുന്നില്ല. ആ കളി ജയിച്ചാലും തോറ്റാലും ലിവർപൂളിനെ അത് ബാധിക്കില്ലായിരുന്നിട്ടും അവർ ജീവമരണ പോരാട്ടം തന്നെ അന്ന് നടത്തി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ലിവർപൂൾ 2-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു. ലിവർപൂളിൻ്റെ കളിക്കാർ തങ്ങളുടെ വിജയത്തെക്കാൾ യുണൈറ്റഡിൻ്റെ പരാജയം ആഘോഷിക്കുകയാണ് എന്ന് ഫെർഗൂസന് തോന്നി. തൻ്റെ പിള്ളേർ അപമാനഭാരം കൊണ്ട് കുനിഞ്ഞ ശിരസ്സുകളോടെ നിറഞ്ഞ കണ്ണുകളോടെ തിരികെ ഡഗൌട്ടിലേക്ക് മടങ്ങുന്നത് അദ്ദേഹം നിർനിമേഷനായി നോക്കി നിന്നു. ആൻഫീൽഡിന് പുറത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചില കളിക്കാരിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങാൻ ഒരുപറ്റം കാണികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. തോറ്റതിൻ്റെ സങ്കടം പുറത്തു കാണിക്കാതെ ഈ കളിക്കാർ അവർക്ക് ഓട്ടോഗ്രാഫുകൾ ഒപ്പിട്ട് നൽകി.
അവർ യഥാർത്ഥത്തിൽ ലിവർപൂളിൻ്റെ ആരാധകരായിരുന്നു. യുണൈറ്റഡിൻ്റെ താരങ്ങളെ നേരിട്ട് പരിഹസിക്കാൻ വേണ്ടിയായിരുന്നു ആ കാത്തുനിൽപ്പ്. ഒപ്പിട്ട് വാങ്ങിയ ഓട്ടോഗ്രാഫുകൾ യുണൈറ്റഡ് താരങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ അവർ വലിച്ചു കയറി ആകാശത്തേക്ക് പറത്തി. യുണൈറ്റഡ് ടീമിനെ നോക്കി കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു. അതൊന്നും പോരാഞ്ഞ് കം ബാക്ക് വെൻ യു ഹാവ് 18 എന്നൊരു ബാനർ കൂടി ലിവർപൂൾ ഫാൻസ് യുണൈറ്റഡ് ടീമിന് നേരെ ഉയർത്തിക്കാട്ടി. ലിവർപൂളിൻ്റെ ഷെൽഫിൽ 18 ലീഗ് കിരീടങ്ങൾ ഉണ്ട് എന്നും ഒരു ക്ലബ് എന്ന നിലയ്ക്ക് ലിവർപൂളിൻ്റെ ഏഴാലത്ത് നിൽക്കാൻ വെറും 7 ലീഗ് കിരീടങ്ങൾ മാത്രം നേടിയ ചരിത്രമുള്ള യുണൈറ്റഡിന് അർഹതയില്ല എന്നുമായിരുന്നു ആ ബാനർ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നടന്നതിന് ശേഷം അന്ന് രാത്രി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു ടീം മീറ്റിംഗ് ഉണ്ടായി. അതിൽ അലക്സ് ഫെർഗൂസൺ കളിക്കാരോട് പറഞ്ഞ വാക്കുകൾ പിന്നീട് 2013 പുറത്തിറങ്ങിയ ദ ക്ലാസ് ഓഫ് 92 ഡോക്യുമെൻ്ററിയിൽ റയൻ ഗിഗ്സ് ഓർത്തെടുക്കുന്നുണ്ട്. റിമെമ്പർ ദിസ് ഡേ, ജസ്റ്റ് റിമെമ്പർ വാട്ട് ഹാപ്പൻ ഹിയർ ടുഡേ, റിമെമ്പർ ദിസ്, റിമെമ്പർ ഹൗ ദേ ആർ ലോഫിംഗ് അറ്റ് യു. ഇന്നത്തെ ദിവസം ഇവിടെ നടന്നത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അവരെങ്ങനെയാണ് നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിച്ചത് എന്ന് നിങ്ങൾ നല്ല പോലെ ഓർത്തു വെച്ചിരിക്കണമെന്നാണ് ഫെർഗൂസൺ തൻ്റെ കളിക്കാരോട് പറഞ്ഞത്. അവസാനത്തെ കളികളിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് അക്കൊല്ലത്തെ ലീഗ് കിരീടം ലീഡ്സ് യുണൈറ്റഡ് ഉയർത്തുന്നു. 1992-93 സീസൺ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സീസണാണ്. അതിനു മുമ്പ് വരെ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നിങ്ങനെ 4 ഡിവിഷനുകളും അതിൽ കളിച്ചിരുന്ന 92 ക്ലബ്ബുകളും എല്ലാം ഫുട്ബോൾ ലീഗിൻ്റെ ഭാഗമായിരുന്നു. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് റൈറ്റ് വിറ്റും ബ്രാൻഡ് സ്പോൺസർഷിപ്പ് വഴിക്കുമൊക്കെ കിട്ടുന്ന റവന്യൂ ഈ 92 ക്ലബ്ബുകൾക്കും കൂടി വീതിച്ചു കൊടുക്കേണ്ടി വന്നിരുന്നു. 92-93 സീസണിൽ ഇതിൽ ഫസ്റ്റ് ഡിവിഷൻ കളിക്കുന്ന 22 ടീമുകളുടെ പ്രതിനിധികൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് കൂടി. ലീഗിൻ്റെ പോപ്പുലാരിറ്റി സത്യത്തിൽ ഈ ടോപ്പ് 22 ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് മാത്രമാണ്. റവന്യൂ ജനറേറ്റ് ആകുന്നതും പ്രധാനമായിട്ടും അവർ വഴി തന്നെയാണ്. അപ്പോൾ പിന്നെ തങ്ങൾ ഈ റവന്യൂ ബാക്കി ലോവർ ഡിവിഷനിലെ ക്ലബ്ബുകളുമായിട്ട് പങ്കിടുന്നത് എന്തിനാണ് എന്ന് അവർക്ക് തോന്നി. അങ്ങനെ ഫസ്റ്റ് ഡിവിഷനിലെ 22 ക്ലബ്ബുകൾ ഒരുമിച്ച് ഈ ഫുട്ബോൾ ലീഗ് വിട്ടുപോകാൻ തീരുമാനിച്ചു. അവർ തങ്ങളെ കണ്ടിരുന്നത് ഈ ഫുട്ബോൾ ലീഗിലെ പ്രീമിയർ ക്ലബ്ബുകൾ എന്നാണ്. അങ്ങനെ ഫുട്ബോൾ ലീഗിൽ നിന്ന് മാറി തുടങ്ങിയ പുതിയ ലീഗിന് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പേരിട്ടു. അതിന് മുമ്പുള്ള വർഷങ്ങളിലെ ഫുട്ബോൾ ലീഗിൻ്റെ പരമാവധി ഡീൽ 11 മില്യൺ പൗണ്ട് വരെയൊക്കെ ആയിരുന്നു. അന്നുവരെ ഈ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നത് പോലും കുറവായിരുന്നു. പുതുതായി ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലോഞ്ച് ചെയ്തതിൻ്റെ കൂടെ അവർ ബി സ്കൈ ബിയുമായിട്ട് കളികളുടെ ലൈവ് ടെലികാസ്റ്റിനു വേണ്ടി 304 മില്യൺ പൗണ്ടിൻ്റെ ഒരു കരാർ ഒപ്പിടുന്നു. അതോടെ പ്രീമിയർ ലീഗിൻ്റെ ഭാഗമായി 22 ക്ലബ്ബുകളുടെയും പക്കൽ കളിക്കാരെ സൈൻ ചെയ്യാനും അവർക്ക് പ്രതിഫലം നൽകാനും ക്ലബിൻ്റെ നടത്തിപ്പിനുമൊക്കെ അന്നത്തെ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ഉണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടിയോളം ഫണ്ട് ഒരുമിച്ചെത്തുന്നു. ഈ പുതിയ മാറ്റത്തിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും കിട്ടുന്നു. അവരും കുറെ കൂടി മെച്ചപ്പെട്ട താരങ്ങളെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും ടീമിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ആ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിരുന്നത് ഒരു നല്ല സ്ട്രൈക്കറെ ആയിരുന്നു. കയ്യിൽ ഫണ്ട് വന്ന സ്ഥിതിക്ക് ഏതൊരു മാനേജറും ആദ്യം ശ്രമിക്കുക ലീഗിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് സ്ട്രൈക്കറെ പൊന്നും വില കൊടുത്ത് സ്വന്തമാക്കാനാണ്. എന്നാൽ അവിടെ അലക്സ് ഫെർഗൂസൺ മാറി ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രീമിയർ ലീഗ് അന്നോളം കണ്ടിട്ടില്ലാത്തത്ര കേളി മികവുള്ള ഒരു ഫ്രഞ്ച് സ്ട്രൈക്കറായിരുന്നു. പേര് എറിക് കാന്റോണ. തൻ്റെ സ്വഭാവ സവിശേഷതകൾ മൂലം ഫ്രഞ്ച് ഫുട്ബോളിൽ അതിജീവനം അസാധ്യമായിക്കൊണ്ടിരുന്ന കാലത്താണ് ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് കാന്റോണ വന്നെത്തുന്നത്. അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ വളരെ ടർബുലൻറ്റും വളരെ അൺപ്രഡിക്റ്റബിളുമായിട്ടൊരു കളിക്കാരനായിരുന്നു അദ്ദേഹം. ഫെർഗൂസൺ കാന്റോണയെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഒരു വർഷം മുമ്പ് തൻ്റെ 25ാമത്തെ വയസ്സിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞിരുന്നു അയാൾ. ഫ്രാൻസിൽ വെച്ച് നടന്നൊരു കളിക്കിടയിൽ റഫറിയുടെ തീരുമാനത്തിൽ അരിശം പൂണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് പന്ത് വലിച്ചെറിഞ്ഞ് കളിക്കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് അയാൾ. ഫ്രഞ്ച് ഡിസിപ്ലിനറി കമ്മിറ്റി ഇയാളെ വിചാരണയ്ക്ക് വിളിച്ചപ്പോൾ ഓരോ കമ്മിറ്റി അംഗത്തിൻ്റെയും അടുത്തേക്ക് നടന്നു എന്ന് അവരുടെ കണ്ണിൽ നോക്കി ഇഡിയറ്റ് എന്ന് വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. ഇതെല്ലാം ചേർത്ത് ഡിസിപ്ലിൻ കമ്മിറ്റി കനത്തൊരു ബാൻ അടിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ നെഞ്ചു മരിച്ചതെന്ന് തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കളഞ്ഞു കാന്റോണ. അസാമാന്യ സിദ്ധിയുള്ള കളിക്കാരനെ ലീഡ്സ് യുണൈറ്റഡിലേക്ക് ഒരു ട്രാൻസ്ഫർ തരപ്പെടുത്തി കൊടുത്ത് അന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് മിഷേൽ പ്ലാറ്റിനിയും ഫ്രഞ്ച് നാഷണൽ ടീം കോച്ചായിരുന്ന ജെറാർഡ് ഹൂളിയറും ചേർന്നാണ്. ട്രാൻസ്ഫർ ഫീ കുറച്ച് കിട്ടാൻ വേണ്ടി അന്ന് സാമ്പത്തിക പ്രയാസത്തിലായിരുന്ന ലീഡ്സ് യുണൈറ്റഡ് അസാധാരണമായിട്ടൊരു ക്ലോസ് കൂടി ഒപ്പിട്ട് കൊടുത്താണ് കാന്റോണയെ സ്വന്തമാക്കുന്നത്. ആ ശിശിരത്തിലെ ഒരു പ്രത്യേക ഡേറ്റ് താണ്ടി കാന്റോണയെ അവിടെ നിലനിർത്തണമെങ്കിൽ 5 ലക്ഷം പൗണ്ട് അഡീഷണൽ ബോണസായിട്ട് അയാൾക്ക് കൊടുക്കണം. അതിനുള്ള ശേഷി ഇല്ലാതിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും കാന്റോണയെ ഓഫ്ലോഡ് ചെയ്യേണ്ട ഗതികേടിൽ ലീഡ്സ് ഇരിക്കുന്ന സമയത്താണ് യുണൈറ്റഡിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. അതെങ്ങനെ നടന്നു എന്നത് റോബ് സ്മിത്ത് 2012 ഗാർഡിയനിൽ എഴുതിയ എറിക് കാന്റോണ 20 years on from the phone call that changed football എന്ന ലേഖനത്തിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. 1992 നവംബർ 25 ബുധനാഴ്ച അലക്സ് ഫെർഗൂസൺ ട്രാൻസ്ഫർ ടാർഗറ്റുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡിൻ്റെ ചെയർമാൻ മാർട്ടിൻ എഡ്വേർഡ്സിനെ കാണാൻ ചെല്ലുന്നു.
അവർ തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടയ്ക്ക് എഡ്വേർഡ്സിന് ലീഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ബിൽ ഫോത്തർബിയുടെ കോൾ വരുന്നു. യുണൈറ്റഡ് ബെഞ്ചിലുള്ള ഡെനിസ് ഇർവിനെ ലീഡ്സിന് കൊടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വിളി. എഡ്വേർഡ്സ് ആ നീക്കം മുളയിൽ തന്നെ നുള്ളുന്നു. വിളിച്ചത് ഫോത്തർബി ആണെന്ന് അറിഞ്ഞതോടെ അപ്പുറത്ത് നിന്ന് ഫെർഗൂസൻ കയ്യും കലാശവും കാണിച്ചു തുടങ്ങി. അത് വർക്കാകാതെ വന്നപ്പോൾ ഒരു കഷ്ണം കടലാസ് വലിച്ചു കയറി അദ്ദേഹം അതിൽ ഒരു പേരെഴുതി എഡ്വേർഡ്സിന് കൊടുക്കുന്നു, കാന്റോണ. തങ്ങൾക്ക് വിൽക്കാൻ തയ്യാറാണോ കാന്റോണ എന്ന ചോദ്യം എഡ്വേർഡ്സിൽ നിന്നുണ്ടായപ്പോൾ ഫോത്തർബിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അത് അടക്കി പിടിച്ചുകൊണ്ട് കാന്റോണയോട് സംസാരിച്ച് 24 മണിക്കൂറിനകം മറുപടി അറിയിക്കാം എന്നായി അദ്ദേഹം. 24 മണിക്കൂർ എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം 1 മണിക്കൂറിൽ തന്നെ തിരികെ വിളിച്ച് ഡീൽ ഓൺ ആണ് എന്നറിയിച്ചു. 1.6 മില്യൺ പൗണ്ട് ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ 1 മില്യൺ പൗണ്ടിൽ 1 പെൻസ് അധികം തരില്ല എന്ന് എഡ്വേർഡ്സ് കട്ടായം പറഞ്ഞു. 1 മില്യൺ പൗണ്ട് വളരെ കുറഞ്ഞ തുകയാണ് എന്നും ആ തുകയ്ക്ക് താൻ കാന്റോണയെ പോലെ ഒരു താരത്തെ യുണൈറ്റഡിന് വിറ്റു എന്നറിഞ്ഞാൽ നാട്ടുകാർ തന്നെ വെച്ചേക്കില്ല എന്നുമാണ് അന്ന് ഫോത്തർബി എഡ്വേർഡ്സിനോട് പറയുന്നത്. ഐ കാൻ ഡു എ മില്യൺ, ഐ വുഡ് ഗെറ്റ് സ്ലോട്ടേഡ്, ഐ വുഡ് ഗെറ്റ് ലിഞ്ച്ഡ് അറ്റ് ദാറ്റ് പ്രൈസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തൻ്റെ ഓഫറായിട്ടുള്ള 1 മില്യൺ പൗണ്ടിൽ തന്നെ അവസാനം വരെ എഡ്വേർഡ്സ് ഉറച്ചു നിന്നുവെങ്കിലും അദ്ദേഹം വളരെ വിചിത്രമായ കൺസെഷൻ അന്ന് ഫോത്തർബിക്ക് കൊടുക്കുന്നു. ഐ വിൽ ഗിവ് യു എ മില്യൺ ബട്ട് യു ക്യാൻ ടെൽ ദ പ്രസ് വാട്ട് എവർ യു ലൈക്ക്. ആ ധാരണയിൽ അവർ അന്ന് ആ ഡീൽ ഉറപ്പിച്ചു. എറിക് കാന്റോണ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുകയും ചെയ്തു. വർഷങ്ങളോളം അന്ന് നടന്ന ഡീലിൻ്റെ തുക 1.2 മില്യണും 1.6 മില്യണും ഇടയിൽ എന്തോ ആണ് എന്ന് പ്രസ് പറഞ്ഞു. ജനങ്ങൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റെഡ് ഗ്ലോറി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് മീ എന്ന പേരിൽ പുറത്തിറങ്ങിയ തൻ്റെ ആത്മകഥയിൽ ഈ 1 മില്യൺ പൗണ്ട് എന്ന തീരെ കുറഞ്ഞ സൈനിങ് എമൗണ്ടിന് ആൻ അബ്സല്യൂട്ട് ഡേലൈറ്റ് റോബറി എന്ന് എഡ്വേർഡ്സ് തന്നെ വിശേഷിപ്പിച്ചപ്പോഴാണ് ഈ സത്യം പുറം ലോകം അറിയുന്നത്. 1992 ഡിസംബർ 5 മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നടന്ന മത്സരത്തിൽ റയാൻ ഗിഗ്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു ചെമ്പടയിലെ കാന്റോണയുടെ അരങ്ങേറ്റം. ആദ്യത്തെ 6 മത്സരങ്ങളിൽ നിന്നായിട്ട് 4 ഗോളുകൾ അയാൾ നേടി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജേഴ്സിയിൽ ഇതിഹാസ പദവി നേടിയ എത്രയെത്ര കളിക്കാർ വന്നു പോയിട്ടുണ്ട്. മിന്നുന്ന ഗോളുകൾ കൊണ്ട് ആരാധകരെ ആവേശം കൊള്ളിച്ചവർ കാന്റോണയ്ക്ക് മുന്നേയും നിരവധി പേർ വേറെയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷവും ഓൾഡ് ട്രാഫോർഡിനെ നിരവധി ഫുട്ബോൾ ഇതിഹാസങ്ങൾ രോമാഞ്ചം കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ കളിക്കളത്തെ അക്ഷരാർത്ഥത്തിൽ തീപിടിപ്പിക്കാൻ, ഗാലറിയിൽ ഇളകിമറിയുന്ന ചുവന്ന ചെകുത്താന്മാരുടെ ഹൃദയത്തുടിപ്പുകൾക്കൊപ്പം സഞ്ചരിക്കാൻ അയാൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ലോകത്തിലെ ഏതു വിലപിടിപ്പുള്ള സൂപ്പർ താരത്തിൻ്റെ മുന്നിലും കർക്കശക്കാരനായി തന്നെ നിലകൊണ്ടിട്ടുള്ള ഫെർഗി തൻ്റെ നിയമങ്ങളെ ആർക്കെങ്കിലും വേണ്ടി അല്പമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എറിക് കാന്റോണയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിന് കാരണം കാന്റോണ എന്ന കളിക്കാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഫ്രഞ്ച് കോച്ച് ഹൂളിയർ മുമ്പ് പറഞ്ഞൊരു വാചകമാണ്, കാന്റോണ ഈസ് നോട്ട് എ ബാഡ് ബോയ്, he just needed a manager who acted like a father figure. അലക്സ് ഫെർഗൂസൺ എന്ന കോച്ച് എക്കാലത്തും കാന്റോണയ്ക്ക് ആയിരുന്നതും ആ ഒരു ഫാദർ ഫിഗർ തന്നെയാണ്. അദ്ദേഹത്തിന് മുന്നിൽ മാത്രമാണ് ഒരല്പമെങ്കിലും കാന്റോണ മെരുങ്ങിയിട്ടുള്ളതും. വെറും 5 സീസണുകൾ കൊണ്ട് കാന്റോണ എന്ന കളിക്കാരൻ യുണൈറ്റഡ് ആരാധകരുടെ ഹൃദയങ്ങളിലേക്ക് എന്നേക്കുമായി കുടിയേറുകയായിരുന്നു. ഔട്ട്സ്പോക്കൺ, ഈഗോയിസ്റ്റിക് എന്നിങ്ങനെയുള്ള വിലയിരുത്തലുകൾക്ക് യോജിക്കുന്ന രീതിയിലാണ് കാന്റോണ ഗ്രൗണ്ടിനകത്തും പുറത്തും പെരുമാറിയിരുന്നതും എന്നതുകൊണ്ട് ഫുട്ബോൾ ലോകത്തിന് പലപ്പോഴും അനഭിമതനായി അയാൾ തുടർന്നു. അപ്പോഴും ചുവപ്പണിഞ്ഞൊരു തലമുറ ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. സൂപ്പർ ഫസ്റ്റ് ടച്ച്, ബോൾ കൺട്രോൾ, വിഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ഫുട്ബോളർ. ജീനിയസിനും ഭ്രാന്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ കരിയർ മുഴുവൻ സഞ്ചരിച്ചിരുന്ന കാന്റോണയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാളുടെ വന്യത മറനീക്കി പുറത്തു വന്നു. 1995 ജനുവരി 25 ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള ഒരു എവേ മാച്ച് നടക്കുന്നു. കളിയിലുടനീളം വളരെ ഹെവിയായി കാന്റോണയെ മാൻമാർക്ക് ചെയ്തുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാലസിൻ്റെ ഡിഫൻഡർ റിച്ചാർഡ് ഷോ. ജേഴ്സിയിൽ പിടിച്ചു വലിച്ചും ഉപ്പറ്റിക്ക് പിന്നിൽ നിന്ന് തൊഴിച്ചുമൊക്കെ അയാൾ പരമാവധി കാന്റോണയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സഹി കെട്ടപ്പോൾ കാന്റോണ ഷോയെ ആഞ്ഞു തൊഴിച്ചു. അതുകൊണ്ട് ഓടിയെത്തിയ റഫറി അലൻ വിൽക്കി കാന്റോണയ്ക്ക് നേരെ റെഡ് കാർഡ് എടുത്തു വീശി. അതും വാങ്ങി നിർവികാരനായി പുറത്തേക്ക് നടക്കുന്ന കാന്റോണയെ ക്ലോസ് ആയിട്ട് പിന്തുടർന്ന ക്യാമറ കണ്ണുകൾ കാണുന്ന അടുത്ത കാഴ്ച കോപാക്രാന്തനായി ബിൽബോർഡിന് മുകളിലൂടെ ചാടിക്കയറി അയാളൊരു ക്രിസ്റ്റൽ പാലസ് ആരാധകന് നേരെ ആഞ്ഞൊരു കുംഫു ഫ്ലൈയിങ് കിക്ക് എടുക്കുന്നതാണ്. നടന്നു പോകുന്ന വഴിക്ക് കാന്റോണയുടെ ഫ്രഞ്ച് പേരുകളെ പരാമർശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അയാളെ അധിക്ഷേപിച്ചതിനാണ് മാത്യു സിമൺസ് എന്ന ക്രിസ്റ്റൽ പാലസ് ആരാധകനെ കാന്റോണ അന്ന് പഞ്ഞിക്കിട്ടത്. അതിന് അന്ന് കാന്റോണയ്ക്ക് അടിച്ചു കിട്ടിയത് 8 മാസത്തെ വിലക്കാണ്. അച്ചടക്കം എന്നത് തൊട്ടു തീണ്ടിയിട്ടേ ഇല്ലാത്ത കാന്റോണ യുണൈറ്റഡിൻ്റെ സൽപ്പേരിന് തന്നെ കളങ്കമാണ് എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ പലതും ഗ്യാരി ലിനേക്കർ ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ ഭാഗത്ത് ഉണ്ടായപ്പോൾ, ഈ സംഭവത്തിൻ്റെ പേരിലുള്ള വേട്ടയാടൽ തുടർന്നപ്പോൾ ഒടുവിൽ കാന്റോണ യുണൈറ്റഡ് ഉപേക്ഷിച്ച് ഫ്രാൻസിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നാൽ ആ മോശം ഘട്ടത്തിലും കാന്റോണയെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കാതെ ഫെർഗൂസൺ അയാളുടെ കൂടെ തന്നെ നിന്നു. കാന്റോണയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഫെർഗി ഫ്രാൻസിലേക്ക് പറന്ന് അയാളെ നേരിൽ കണ്ടു എന്ന് സംസാരിച്ചു.
ഇംഗ്ലണ്ട് വിടാനുള്ള തീരുമാനം അങ്ങനെ തിരുത്തപ്പെട്ടു. 1995-96 സീസണിൽ മാഞ്ചസ്റ്ററിൽ മാറ്റങ്ങളുടെ പെരുമഴക്കാലമാണ്. മാർക്ക് ഹ്യൂഗ്സ്, പോളിൻസ് എന്നിവരെല്ലാം യുണൈറ്റഡ് വിട്ടു പോയിരുന്നു. പുതിയ സീസണിൽ വമ്പൻ താരങ്ങളെ വാങ്ങിക്കാതെ പോൾ സ്കോൾസ്, ബെക്കാം, നിക്കി ബട്ട്, നെവിൽ സഹോദരന്മാർ, ഗിഗ്സ് എന്നിങ്ങനെയുള്ള യുവതാരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ഫെർഗൂസൺ ചെയ്തത്. ക്ലാസ് ഓഫ് 92 എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള ആ സംഘം പതുക്കെ ഒത്തിണക്കം കണ്ടെത്തി തുടങ്ങി. ആദ്യത്തെ തോൽവിക്ക് ശേഷം തുടർച്ചയായ 5 വിജയങ്ങൾ, പിന്നെ ഒഴിവാക്കാനാവാത്ത ആ ദിവസവും വന്നെത്തി. 1995 ഒക്ടോബർ 1 എന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചരിത്രത്തിൽ തങ്കലിപികൾ എഴുതി വെക്കപ്പെട്ട ഒരു ദിവസമാണ്. ലിവർപൂൾ യുണൈറ്റഡിനെ നേരിടുന്നു. ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ് എന്നുള്ള യുണൈറ്റഡ് ആരാധകരുടെ ചാൻഡ് ഓൾഡ് ട്രാഫോർഡിന്റെ അന്തരീക്ഷത്തെ തികച്ചും ഇലക്ട്രിഫൈങ് ആക്കി മാറ്റിയിരുന്നു. ജോർജ് ബെസ്റ്റ് എന്ന ഇതിഹാസത്തിന്റെ കയ്യൊപ്പ് ബാക്കിയായ തന്റെ 7-ാം നമ്പർ ജേഴ്സിയുടെ കോളർ പതിവ് പോലെ ഉയർത്തി വെച്ചുകൊണ്ട് ഒരു പടത്തലവനെ പോലെ എറിക് കാന്റോണ ഡഗൌട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. റോയ്ക്കിൻ പിന്നീട് താനാൽ കഴിയുന്ന വിധത്തിൽ ആ വരവിനെ വിവരിക്കുന്നുണ്ട്. Collar turned up, back straight, chest stuck out. Eric glided into the arena as if he owned the place എന്നാണ് കീൻ ഓർക്കുന്നത്. റിട്ടേൺ ഓഫ് ദ കിങ് എന്ന് തന്നെയാണ് ആ ദിവസം അറിയപ്പെടുന്നത്. യുണൈറ്റഡിന്റെ ആദ്യ ഗോളിന് വഴിയൊരുക്കിക്കൊണ്ട് നിക്കി ബട്ടിന് കൊടുത്ത തകർപ്പൻ പാസിലൂടെ കന്റോണ തന്റെ കളി തുടങ്ങുന്നു. എന്നാൽ ലിവർപൂൾ 2 തവണ തിരികെ യുണൈറ്റഡിന്റെ വല കുലുക്കിയതോടെ കളിയുടെ ഗതി മാറി. അധികം വൈകാതെ വീണ്ടും കന്റോണയുടെ ഇടപെടലുണ്ടായി. റയൻ ഗിഗ്സ് എന്ന അന്നത്തെ ചെറുപ്പക്കാരനെ ലക്ഷ്യമിട്ടുകൊണ്ട് ലിവർപൂൾ ബോക്സിലേക്ക് റിലീസ് ചെയ്ത എറിക്കിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കുറിയ പാസ്. ബോക്സിൽ ഗിഗ്സ് വീഴ്ത്തപ്പെട്ടപ്പോൾ പെനാൽറ്റി എടുക്കാൻ കന്റോണ തന്നെ മുന്നോട്ട് വന്നു. ലിവർപൂൾ ഗോളി ഡേവിഡ് ജെയിംസിനെ വലതുവശത്തേക്ക് പറഞ്ഞയച്ച് കന്റോണ പന്തിനെ ഇടതുഭാഗത്തേക്ക് അയത്നലളിതമായിട്ട് നിക്ഷേപിച്ചപ്പോൾ ഓൾഡ് ട്രാഫോർഡ് ഗാലറികൾ പൊട്ടിത്തെറിച്ചു. 8 മാസത്തിന് ശേഷം അവരുടെ പ്രിയപ്പെട്ട പോരാളി യാതൊരു മാറ്റവുമില്ലാതെ മടങ്ങിയെത്തിയിരിക്കുന്നു. അന്നത്തെ മാഞ്ചസ്റ്റർ ഫോർവേഡ് ബ്രയൻ മക്ലെയർ അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ്. ഇറ്റ്സ് എറിക് സ്റ്റേജ്, എറിക് ഇസ് ദ ലീഡ് ആക്ടർ ആൻഡ് എറിക് ഡെലിവേഴ്സ് ദ ബെസ്റ്റ് ലൈൻസ്. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് വർഷങ്ങൾ കൊണ്ട് എറിക് കാന്റോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ രചിച്ചത് ഇതിഹാസത്തിൽ കുറഞ്ഞൊന്നുമല്ല. 96-97 സീസണിന്റെ അവസാനം ആരാധകരെയും ഫുട്ബോൾ പ്രേമികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് 30-ാം വയസ്സിൽ കന്റോണ തന്റെ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു. അടുത്ത മത്സരത്തിൽ കളിക്കളത്തിൽ കിങ് എറിക് ഇല്ലാതിരുന്നിട്ടും ഓൾഡ് ട്രാഫോർഡിന്റെ ഗാലറികൾ നിറഞ്ഞു കവിഞ്ഞിരുന്ന ആരാധകരുടെ നാവിൽ വി വിൽ ഡ്രിങ്ക് എ ഡ്രിങ്ക് എ ഡ്രിങ്ക് എറിക് ദ കിങ് ദ കിങ് ദ കിങ് എന്ന ചാൻറ്റിൽ അയാളുടെ പേരുണ്ടായിരുന്നു. 2003 ഫെബ്രുവരി 15 ആഴ്സണലുമായി നടന്ന FA കപ്പ് 5-ാം റൗണ്ട് മത്സരത്തിൽ യുണൈറ്റഡ് തോറ്റുപോകുന്നു. ആ കളിയിലെ ബെക്കാമിന്റെ ഡിഫൻസീവ് വർക്ക് റേറ്റിനെ പറ്റി പോസ്റ്റ് മാച്ച് ടീം ബ്രീഫിംഗിൽ ഫെർഗൂസൺ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. ഡ്രസ്സിംഗ് റൂമിൽ അതേച്ചൊല്ലി ഇരുവർക്കുമിടയിൽ കാര്യമായൊരു വാക്തർക്കം തന്നെ ഉടലെടുത്തു. ഒരു നിമിഷത്തെ ക്രോധത്തിന് പുറത്ത് ഫെർഗൂസൺ തന്റെ കാൽക്കീഴിൽ കിടന്നൊരു ബൂട്ട് ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് റൂം വിട്ടുപോയി. എങ്ങോട്ടെന്നില്ലാതെ ഫെർഗൂസൺ കിക്ക് ചെയ്ത ബൂട്ട് നേരെ ചെന്ന് കൊള്ളുന്നത് മുന്നിലിരിക്കുകയായിരുന്ന ബെക്കാമിന്റെ ഇടത്തെ കൺപുരികത്തിന് തൊട്ടു മുകളിലായിട്ടാണ്. അടുത്ത ദിവസം ബെക്കാം പ്രസ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് തൻ്റെ പുരികത്തിന് മുകളിലെ മുറിവ് കൃത്യമായി കാണാൻ വേണ്ടി മുടി പിറകിലേക്ക് വലിച്ചു കെട്ടി വെച്ചുകൊണ്ടാണ്. അത് മനഃപൂർവ്വമാണ് എന്ന് ഫെർഗൂസൺ വിലയിരുത്തി. മാനേജരെക്കാൾ വലുതാണ് താൻ എന്നൊരു കളിക്കാരന് തോന്നുന്ന നിമിഷം അയാൾക്ക് ക്ലബ്ബിൽ തുടരാനുള്ള അർഹത നഷ്ടപ്പെടുമെന്ന് പിന്നീട് ഫെർഗൂസൺ ഇതേപ്പറ്റി തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഫെർഗൂസൺ ബെക്കാമിനെ പാടെ അവഗണിച്ചു. തന്നെ ബഹുമാനിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ബെക്കാം ക്ലബ്ബ് വിട്ടുപോയിക്കോട്ടെ എന്ന നിലപാടായിരുന്നു ഫെർഗൂസൻ്റേത്. യുണൈറ്റഡ് നിരയിൽ തൻ്റേതായിട്ടുള്ള ഒരു ഗ്യാപ്പ് അവശേഷിപ്പിച്ചുകൊണ്ട് അധികം വൈകാതെ ബെക്കാം റയൽ മാഡ്രിഡിലേക്ക് പോവുകയും ചെയ്തു. 2003 ഓഗസ്റ്റ് 6-ാം തീയതി പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് CPയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടന്ന സൗഹൃദ മത്സരമാണ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള പ്രീ സീസൺ മാച്ച്. അമേരിക്കയിലെ 3 ആഴ്ചത്തെ പ്രീ സീസൺ ടൂർ കഴിഞ്ഞ് ക്ഷീണിച്ച് ജെറ്റ് ലാഗ്ഡ് ആയിട്ടാണ് യുണൈറ്റഡിൻ്റെ ടീം കളത്തിലിറങ്ങുന്നത്. ആ മത്സരത്തിൽ 18 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ നടത്തിയ ചടുല നീക്കങ്ങളുടെ ബലത്തിൽ സ്പോർട്ടിംഗ് CP ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അപാര ഫോമിൽ ജൈത്രയാത്രയിലായിരുന്ന യുണൈറ്റഡിനെ 3-1 തച്ച് തകർത്തു കളഞ്ഞു. മത്സരത്തിന് മുമ്പുള്ള ടീം ബ്രീഫിംഗിൽ ഫെർഗൂസൺ കളിക്കാർക്ക് സ്പോർട്ടിംഗ് നിരയിലുള്ള ഒരു ഫുട്ബോൾ പ്രോഡിജിയെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. തൻ്റെ മുൻ അസിസ്റ്റന്റ് മാനേജറായിരുന്ന കാർലോസ് ക്യൂറോസിൽ നിന്നാണ് ഫെർഗൂസന് ആ പയ്യനെ കുറിച്ചുള്ള ഹെഡ്സപ്പ് കിട്ടുന്നത്. ഇടത്തെ വിങ്ങിൽ 28-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ഉയരമുള്ളൊരു പയ്യനുണ്ട്. പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. അവനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം തൻ്റെ ഡിഫൻഡർമാരോട് പറയുന്നുണ്ട്. യുണൈറ്റഡിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഫുൾ ബാക്ക് ജോൺ ഓഷിയെയാണ് അന്ന് ഫെർഗൂസൺ റൊണാൾഡോയെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. റൊണാൾഡോയുടെ ഫസ്റ്റ് ടച്ച് തന്നെ ഓഷിയെ അമ്പരപ്പിക്കുന്ന ഒരു ഷാർപ്പ് ടേൺ ആയിരുന്നു. ആദ്യ നിമിഷങ്ങളിൽ തന്നെ റൊണാൾഡോ അതിസുന്ദരമായ 2 ഡ്രിബിളുകൾ കൊണ്ട് ഓഷിയെ ഞെട്ടിച്ചു കളയുന്നു. കളിയുടെ 26-ാം മിനിറ്റിൽ സ്പോർട്ടിങ്ങിൻ്റെ ആദ്യ ഗോൾ പിറന്നു. പന്ത് വലയിലെത്തിച്ചത് ലൂയി ഫിലിപ്പ് ആയിരുന്നുവെങ്കിലും ആ നീക്കത്തിൻ്റെ തുടക്കം 3 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻഡർമാരെ തലങ്ങും വിലങ്ങും പായിച്ച ശേഷം റൊണാൾഡോ തൊടുത്തുവിട്ട ഒരു ക്രോസ് ആയിരുന്നു.
കളി ഹാഫ് ടൈം ആയപ്പോഴേക്കും ഓഷിയയ്ക്ക് സത്യത്തിൽ തലകറക്കം വന്നു. ബെഞ്ചിലിരിക്കുകയായിരുന്ന ഫെർഡിനൻഡും ഗിഗ്സും ചേർന്ന് ഫെർഗൂസനെ ചെന്ന് കണ്ട് ഒരു ശുപാർശ നടത്തി. ബോസ്, ഈ പയ്യനെ നമുക്ക് ടീമിലെടുക്കണം. മിണ്ടാതിരി എന്ന് ഫെർഗി അവരോട് പറഞ്ഞുവെങ്കിലും ആ തീരുമാനം അവർക്ക് മുന്നേ തന്നെ അദ്ദേഹം എടുത്തു കഴിഞ്ഞിരുന്നു. റൊണാൾഡോയെ സൈൻ ചെയ്യാതെ സ്റ്റേഡിയം വിട്ടു പോകാൻ പറ്റില്ല എന്ന് ഫെർഗൂസൻ അപ്പോൾ തന്നെ ക്ലബ് അധികൃതരെ അറിയിച്ചു. അന്നത്തെ കളി കഴിഞ്ഞ് യുണൈറ്റഡ് താരങ്ങൾ ബസ്സിൽ കാത്തിരിക്കുമ്പോൾ ഫെർഗൂസൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും അദ്ദേഹത്തിൻ്റെ ഏജന്റായിട്ടുള്ള ഹോർഗെ മെൻഡസിനും ഒപ്പം വിലവേശി ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഒടുവിൽ 12.24 ബില്യൺ പൗണ്ടിന് ഫെർഗൂസൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന യുവ പ്രതിഭയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നു. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം റൊണാൾഡോ ഓൾഡ് ട്രഫോർഡിൽ വന്നിറങ്ങിയപ്പോൾ ജോർജ് ബെസ്റ്റും എറിക് ആന്റണിയും ഡേവിഡ് ബെക്കമും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിഞ്ഞ അതേ 7-ാം നമ്പർ ജേഴ്സി ഫെർഗൂസൻ അയാൾക്ക് കൈമാറുന്നു. തുടക്കത്തിൽ ആവശ്യത്തിലധികം സ്റ്റെപ്പ് ഓവറുകളൊക്കെയായി ഒരുപാട് ഫ്ലാഷി ആവാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം നേരിടേണ്ടി വന്നുവെങ്കിലും 2006 ലോകകപ്പിന് ശേഷം ഒരു ട്രഡീഷണൽ വൈഡ് മിഡ്ഫീൽഡറിൽ നിന്ന് പിടിച്ചുകെട്ടാൻ പ്രയാസമുള്ള ഒരു ഫ്രീ റോമിംഗ് ഫോർവേഡിലേക്ക് റൊണാൾഡോ പയറ്റി തെളിഞ്ഞു വരുന്നു. 42 ഗോളുകൾ സ്കോർ ചെയ്ത 2007-2008 കാലമാണ് റൊണാൾഡോയുടെ ബെസ്റ്റ് യുണൈറ്റഡ് സീസൺ. ആ സീസണിൽ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ക്ലബിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിനാവുന്നു. തൻ്റെ ആദ്യത്തെ ബാലൻ ഡിയോർ റൊണാൾഡോ നേടുന്നതും 2008 തന്നെയാണ്. യുണൈറ്റഡിന് തുടർച്ചയായി 3 തവണ ലീഗ് കിരീടം നേടിക്കൊടുത്ത ശേഷം റൊണാൾഡോ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുക എന്ന തൻ്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി 80 മില്യൺ പൗണ്ടിന് റെക്കോർഡ് ഫീക്ക് യുണൈറ്റഡ് വിട്ടുപോയി. പിന്നീട് റൊണാൾഡോ തിരികെ ഓൾഡ് ട്രഫോർഡിലേക്ക് മടങ്ങിയെത്തുന്നത് 2021 ആ സീസണിൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനായില്ല എങ്കിലും റൊണാൾഡോ 24 ഗോളുകൾ നേടി ടീമിൻ്റെ ടോപ്പ് സ്കോറർ ആവുന്നു. 2022 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായി എറിക് ടെൻ ഹാഗ് വന്നതോടെയാണ് റൊണാൾഡോയുടെ യുണൈറ്റഡ് കരിയർ അതിൻ്റെ ബിറ്റർ എൻഡിലേക്ക് നീങ്ങുന്നത്. ടെൻ ഹാഗിൻ്റെ ഹൈ പ്രസിംഗ് ടാക്ടിക്കൽ സിസ്റ്റം റൊണാൾഡോയ്ക്ക് ഒട്ടും ചേരുന്നതല്ലായിരുന്നു. അവർ തമ്മിലുള്ള രസക്കേടുകൾ പതിവായി. അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതോടെ ടെൻ ഹാഗ് റൊണാൾഡോയെ തുടർച്ചയായി ബെഞ്ചിൽ തന്നെ ഇരുത്തി തുടങ്ങി. 2022 ഒക്ടോബർ 19 ഓൾഡ് ട്രഫോർഡിൽ ടോട്ടൻഹാമിനെതിരെ നടന്ന മത്സരത്തിൽ ഇവർക്കിടയിലെ പൊരുത്തക്കേടുകൾ മറനീക്കി പുറത്തു വന്നു. റൊണാൾഡോയെ പക്ഷേ മാച്ചിന്റെ തുടക്കം തൊട്ടേ കോച്ച് ബെഞ്ചിൽ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. കളിയുടെ 87-ാം മിനിറ്റിൽ, അതായത് റെഗുലർ ടൈം അവസാനിക്കാൻ വെറും 3 മിനിറ്റ് മാത്രം അവശേഷിക്കെ ടെൻഹാഗ് റൊണാൾഡോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റെഡിയാകാൻ വേണ്ടി പറഞ്ഞു. 2-0 ലീഡിൽ യുണൈറ്റഡ് ടോട്ടൻഹാമിന് മേൽ കംപ്ലീറ്റ് ഡോമിനൻസോടെ മത്സരം ഈസിയായി ജയിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ. എന്നാൽ കോച്ചിൻ്റെ ആ നിർദ്ദേശം അനുസരിക്കാൻ റൊണാൾഡോ തയ്യാറായില്ല. 2 മിനിറ്റ് നേരം അക്ഷമനായി ബെഞ്ചിൽ ഇരുന്ന ശേഷം കളിയുടെ 89-ാം മിനിറ്റിൽ അയാൾ എഴുന്നേറ്റ് നേരെ ഡഗൌട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. കോച്ചിനോട് ദേഷ്യപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുക മാത്രമല്ല അന്ന് റൊണാൾഡോ ചെയ്തത്. അവിടെ ചെന്ന് തൻ്റെ കിറ്റെടുത്ത് കളി തീരും മുമ്പ് അയാൾ ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയം തന്നെ വിട്ടുപോയി. റൊണാൾഡോയിൽ നിന്നുണ്ടായ ആ അനുസരണക്കേടിനെതിരെ സ്വാഭാവികമായിട്ടും ടെൻഹാഗ് നടപടി സ്വീകരിച്ചു. ചെൽസിക്കെതിരായ അടുത്ത മത്സരത്തിൽ സ്ക്വാഡിൽ തന്നെ റൊണാൾഡോ ഉൾപ്പെട്ടില്ല. എന്നു മാത്രമല്ല, ശിക്ഷയെന്നോണം മാഞ്ചസ്റ്ററിൻ്റെ അണ്ടർ-21 സ്ക്വാഡിനൊപ്പം തനിച്ച് പ്രാക്ടീസ് ചെയ്യാനും അയാൾ നിർദ്ദേശം കൊടുത്തു. ഈ സംഭവങ്ങളൊക്കെ നടന്ന് 1-2 ആഴ്ചകൾക്കുള്ളിൽ 2022 ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒന്ന് ഹോൾഡായ സമയത്ത് റൊണാൾഡോ പരമരഹസ്യമായി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള PS മോർഗന് 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അഭിമുഖം കൊടുക്കുന്നു. അതിൽ അയാൾ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിൻ്റെ ഭാഗമായ അന്നു തൊട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ മനസ്സിൽ കെട്ടിക്കിടപ്പുണ്ടായിരുന്ന ചൊരുക്കു മുഴുവൻ അതിലൂടെ പൊട്ടിയൊലിക്കുന്നു. തന്നെ ബഹുമാനിക്കാത്ത ഒരിടത്ത് തനിക്ക് തുടരാൻ പ്രയാസമുണ്ട് എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധത്തിൽ റൊണാൾഡോ തുറന്നടിക്കുന്നു. ക്ലബ്ബ് തന്നെ വഞ്ചിച്ചു എന്നും അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു. ഫുട്ബോൾ ലോകത്ത് ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഈ ഇൻ്റർവ്യൂ. അത് എയർ ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ 2022 നവംബർ 22 ക്ലബ്ബ് 67 വാക്ക് മാത്രം നീളമുള്ള ഒരു കുഞ്ഞു പ്രസ്താവനയിലൂടെ റൊണാൾഡോ അടിയന്തരമായി തന്നെ ക്ലബ്ബ് വിടുകയാണ് എന്ന് ലോകത്തെ അറിയിച്ചു. അങ്ങനെ യുണൈറ്റഡുമായിട്ടുള്ള കരാർ ചീന്തിയെറിയപ്പെട്ടതോടെ വേൾഡ് കപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലെ അൽ നാസർ ക്ലബ്ബുമായി കരാർ ഒപ്പിട്ട് അങ്ങോട്ട് നീങ്ങുകയും ചെയ്തു. സർ അലക്സ് ഫെർഗൂസൺ വിരമിച്ച ശേഷം മാനേജർമാർ പലരും വന്നുപോയി എങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നീട് ഒരു ലീഗ് കിരീടം പോലും നേടിയിട്ടില്ല. അവസാനമായി ഒരു മേജർ ടൂർണമെൻറ്റ് ജയിക്കുന്നത് 2017 മൊറിഞ്ഞോയ്ക്ക് കീഴിൽ യൂറോപ്പ ലീഗ് കിരീടം നേടിയപ്പോഴാണ്. ചാമ്പ്യൻസ് ലീഗ് പല സീസണിലും കളിക്കാനുള്ള യോഗ്യത പോലും ക്ലബ്ബ് നേടാതെ പോയി. ക്ലബിന് യുണൈറ്റഡ് DNA നഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് ടീമംഗങ്ങൾ വരെ സ്വകാര്യമായി മുറുമുറുത്തു തുടങ്ങി. കൊട്ടിഘോഷിച്ച് സൈൻ ചെയ്ത് കൊണ്ടുവന്ന വലിയ താരങ്ങൾ ക്ലബിന് വേണ്ടി തിളങ്ങാതെ പോയി. അക്കാദമി അടവച്ച് വിരിയിച്ചെടുക്കുന്ന പുതിയ യുവതാരങ്ങളും വേണ്ടത്ര ശോഭിക്കുന്ന ലക്ഷണമില്ല. അയൽക്കാരായ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലീഗിൽ യുണൈറ്റഡിനെ നിഷ്പ്രഭരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രതിസന്ധികൾ ക്ലബിന് പുത്തരിയല്ല എന്ന് കാണാം.
തകർന്നഴിഞ്ഞ് കിടന്നിടത്ത് നിന്ന് ക്ലബ്ബ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഒരിക്കലല്ല, പലവട്ടം. 1992 യുണൈറ്റഡിന്റെ ലീഗ് ടൈറ്റിൽ നേട്ടത്തിന് ലിവർപൂൾ വിലങ്ങുതടിയായി നിന്നപ്പോൾ അവരുടെ ആരാധകർ പരിഹാസപൂർവ്വം പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്: കം ബാക്ക് വെൻ യു ഹാവ് 18. അന്ന് ലിവർപൂളിന്റെ ക്രെഡിറ്റിൽ 18 ലീഗ് കിരീടങ്ങൾ ഉണ്ടായിരുന്നു. യുണൈറ്റഡിന്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 7 കിരീടങ്ങളും. അങ്ങനെയൊന്ന് അസാധ്യമെന്ന് മറ്റെല്ലാവരും വിധി എഴുതിയപ്പോഴും അത് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബും അതിനെ സ്നേഹിക്കുന്നവരും മാത്രമാണ്. പിന്നീട് അലക്സ് ഫെർഗൂസിന്റെ കാർമ്മികത്വത്തിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിലൂടെ ഒരു അശ്വമേധം തന്നെ നടത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒടുവിൽ 2011 മെയ് 14 അതിൻ്റെ 19ാം കിരീടം നേടി ആ ബാലികേറാമല താണ്ടുക തന്നെ ചെയ്തു. ആ നേട്ടമുണ്ടായതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊന്നിൽ ക്ലബിൻ്റെ കടുത്ത ആരാധകരിൽ പലരും വണ്ടി പിടിച്ച് ലിവർപൂൾ ടോട്ടൻഹാം മത്സരം നടക്കുന്ന ആൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് പോയി. അന്ന് ആ മാച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് ലിവർപൂളിൻ്റെ പ്രസിദ്ധമായ യു വിൽ നെവർ വോക്ക് അലോൺ എന്ന ആന്തം മുഴങ്ങുമ്പോൾ യുണൈറ്റഡിൻ്റെ ആരാധകർ MUFC 19 ടൈംസ് എന്നെഴുതിയ ബാനർ ഉയർത്തിക്കാട്ടി പ്രതികാരം ചെയ്തു. ലിവർപൂൾ ആരാധകർ പറഞ്ഞ പോലെ 18 താണ്ടി യുണൈറ്റഡ് തിരികെ വരിക തന്നെ ചെയ്തു. അന്ന് യുണൈറ്റഡിനോട് 18ന്റെ അഹംഭാവം പ്രകടിപ്പിച്ച ലിവർപൂളിന് പിന്നീട് അവരുടെ കിരീടദാരിദ്ര്യം തീരാൻ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 2019 വരെയും കാത്തിരിക്കേണ്ടി വന്നു എന്നതും ചരിത്രത്തിന്റെ കാവ്യനീതി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിന്റെ എക്കാലത്തെയും തലതൊട്ടപ്പനായ സാക്ഷാൽ അലക്സ് ഫെർഗൂസന്റെ വാക്കുകളിൽ നമുക്ക് ഈ ലക്കം ഉപസംഹരിക്കാം: അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യു ഡോണ്ട് ജസ്റ്റ് വിൻ, you have to win a certain way, but most importantly, when you lose, you have to lose a certain way. Even when you are down to your last breath, your last dollar, your last ounce of strength, you keep fighting. You never give in. That is the only thing I ever demanded of them. The history of this club is a history of recovering from disaster. We always come back. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.